അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീന മുഹമ്മദ്. നമ്മളിവിടെ ചേർന്നിട്ടുള്ളത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഇടയിൽ തർക്കം വന്ന ജിന്നിനോടുള്ള ഇസ്തിയാനത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംവാദം, പിന്നെ അതിൻ്റെ ഡേറ്റും വ്യവസ്ഥകളുമൊക്കെ തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ KNM പക്ഷത്തു നിന്നുള്ള വാദം ഇൻഷാ അല്ലാഹ് KV നിങ്ങളെ വായിച്ച് കേൾപ്പിക്കും. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് വ്യവസ്ഥ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ആ വാദം ഒന്ന് ഞങ്ങൾ എന്ത് വിഷയത്തിലാണ് ഡിബേറ്റിന് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് അറിയിക്കാൻ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, ഇവിടെ പ്രാദേശികമായി നമ്മൾ KNM വിസ്ഡം ഇരുവിഭാഗം ആളുകളും അഭിപ്രായ ഭിന്നതയുള്ള ഒരു വിഷയത്തിൻ്റെ വ്യവസ്ഥ തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. KNM ഭാഗത്തു നിന്നുള്ള നമുക്ക് ഈ കാര്യത്തിലുള്ള വാദം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ വിഷയം തന്നെയാണ്. 2007 ഏപ്രിൽ മാസത്തെ ഇസ്ലാഹ് മാസികയിൽ അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ലേഖനത്തിൽ എഴുതിയ പോലെ രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ ഒരു ശബ്ദം കേൾക്കുകയും ആളെ കാണാതിരിക്കുകയും ശബ്ദത്തിൻ്റെ ഉടമ ജിന്നായിരിക്കാം എന്ന് വിശ്വസിച്ചുകൊണ്ട് അയാൾ ജിന്നെ എന്നെ സഹായിക്കാമോ, എനിക്ക് വെളിച്ചം തരാമോ എന്നിങ്ങനെ സഹായാർത്ഥന നടത്തുകയും ചെയ്താൽ ആ സഹായാർത്ഥന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികമായ ജിന്നിനോടായതിനാൽ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കല്ലാത്തത് ഉണ്ടെന്നതിന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സൂറത്തുൽ അൻആം 128 ആയത്ത് തെളിവായി ധരിക്കുന്നതും ദുർവ്യാഖ്യാനമാണ്. അതുപോലെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അബൗദികമായ, ഒന്നുകൂടി ഞാൻ വായിക്കാം. 2007 ഏപ്രിൽ മാസത്തെ ഇസ്ലാഹ് മാസികയിൽ അബ്ദുൽ ജബ്ബാർ മൗലയുടെ ലേഖനത്തിൽ എഴുതിയ പോലെ രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ ഒരു ശബ്ദം കേൾക്കുകയും ആളെ കാണാതിരിക്കുകയും ശബ്ദത്തിൻ്റെ ഉടമ ജിന്നായിരിക്കാം എന്ന് വിശ്വസിച്ചുകൊണ്ട് അയാൾ ജിന്നെ എന്നെ സഹായിക്കാമോ, എനിക്ക് വെളിച്ചം തരാമോ എന്നിങ്ങനെ സഹായാർത്ഥന നടത്തുകയും ചെയ്താൽ ആ സഹായാർത്ഥന അത് ശിർക്കാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കല്ലാത്തത് ഉണ്ടെന്നതിന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സൂറത്തുൽ അൻആമിലെ 128 ആയത്ത് തെളിവായി ധരിക്കുന്നത് ദുർവ്യാഖ്യാനമാണ്. ഇതാണ് KNM പക്ഷത്തു നിന്ന് നമ്മൾ വാദപ്രകാരത്തിൻ്റെ വിഷയമായി നമ്മൾ ഉദ്ധരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സാധിക്കും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മളിവിടെ സൂപ്പർ ബസാറിൽ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടായ ഒരു ചർച്ചയോടനുബന്ധിച്ചാണ് ഈ വിഷയം വന്നിട്ടുള്ളത്. ജബ്ബാർ മൗലവിയുടെ ഒരു ലേഖനത്തിൽ ഒരു ഖണ്ഡിക പ്രകാരം അത് മാത്രം അതിൽ ശിർക്കുണ്ട് ശിർക്കില്ല എന്നുള്ള മാത്രമുള്ള ചർച്ചയിലാണ്. അപ്പോൾ അതിനുള്ള വ്യവസ്ഥ എഴുതാനാണ് നമ്മളിവിടെ ഇരുന്നിട്ടുള്ളത്. അതിന് ബാക്കി കാര്യങ്ങൾ സൂചിപ്പിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇവിടെ നമ്മൾ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സൂപ്പർ ബസാർ ശാഖയിലെ ഒരു വാട്സപ്പ് കൂട്ടായ്മയിലുണ്ടായ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ
ഇങ്ങനെ ഒരു പരിപാടി, അതിൻ്റെ ഉണ്ടായ ഒരു പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു, പിന്നെ ഇസ്തിആനത്തും ബിൽ ജിന്ന് എന്ന് സാലിസ് സാഹിബ് ഇവിടെ പറഞ്ഞു. നമ്മൾ എഴുതി കൊടുത്തത് അതല്ല, ആ ഇസ്ലാഹ് മാസികയിലെ ആ ഗണ്ണികയിൽ മാത്രം ഒതുങ്ങിയിട്ടുള്ള സംസാരത്തിനാണ് ഇവിടെ നമ്മൾ വില കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതാണ് നമ്മുടെ വിഷയം. അപ്പോൾ ഈ വിഷയത്തിൽ വ്യവസ്ഥ എഴുതാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. ആ ഗണ്ണികയിൽ ശിർക്ക് ഉണ്ട് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അപ്പുറത്തേക്ക് അതുപോലെ ഇവിടെ ഇരുന്നിട്ടുള്ള ആളുകൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഞാനും ഇതിൽ ഇപ്പം ഇന്ന് വരികയാണ്, നിങ്ങളും ഇന്ന് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ആ വിഷയത്തിലാണ് ഇതിൽ കൂടുതൽ സംസാരിക്കേണ്ടത്. മമ്മൂട്ടിയാക്കിയും ഇവിടുത്തെ ആരാണ് ബന്ധപ്പെട്ട ആൾക്കാർ പോലെയാണ് സംസാരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഒരു സംവാദം നടക്കുമ്പോൾ, അപ്പോൾ നമ്മളിതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് മമ്മൂട്ടിക്കാക്ക മുഹമ്മദിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ട് നമ്മൾ കുറച്ച് ദിവസം മുമ്പ്, ഒരാഴ്ച മുമ്പ് നമുക്കൊന്ന് ഇരുന്നിട്ട് ഒരു വ്യവസ്ഥ എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ പറയാൻ. അപ്പോൾ മുഹമ്മദ് സാഹിബ് പറഞ്ഞത് അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ കുറച്ച് നേരം ഇന്നൊന്ന് വ്യവസ്ഥ എഴുതി പോകേണ്ട പരിപാടിയുള്ളൂ, പ്രസംഗവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ആ രൂപത്തിലാണ് നമ്മൾ ഇതിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു സംവാദം നടക്കുമ്പോൾ ഇവിടെ കാനമും വിസ്ഡമുമാണ് ഇപ്പോൾ സംവാദം നടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിൽ വ്യവസ്ഥ, ആദ്യത്തെ ഒരു വ്യവസ്ഥ പറയാനുള്ളത്, ഇങ്ങനെ ഒരു സംവാദം നടക്കാൻ നമുക്ക്, ഇത് രണ്ട് സംഘടനകളാണല്ലോ, കാനമും വിസ്ഡമുമാണ് സംഘടന. അപ്പോൾ ഈ ഇങ്ങനെ സംവാദം നടക്കാനുള്ള ഒന്നാമത്തെ വ്യവസ്ഥയായിട്ട് നമുക്ക് പറയാനുള്ളത്, ഇതിന് നമ്മളെ ജമിയത്തുൽ ഉലമൻ്റെ ഒരു ലെറ്റർ നമുക്ക് വേണം ഈ സംവാദം നടക്കാൻ. ജമിയത്തുൽ ഉലമൻ്റെ ഇതിപ്പോൾ വിസ്ഡമും കാനമും എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ പോസ്റ്ററൊക്കെ എല്ലായിടത്തും കണ്ടിട്ടുള്ളത്. അപ്പം ഇത് അങ്ങനത്തെ രൂപത്തിലൊരു വ്യവസ്ഥ അല്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പം ഇതിനൊരു നാഥനില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഇത് പോകുന്നത്. ഇവിടുത്തെ മസൂലിയത്ത് ഏറ്റെടുക്കാൻ ആരുമില്ല. ഇവർ രണ്ടാളും ചർച്ച ചെയ്തു, വലിയ രണ്ടാളും ചർച്ച ചെയ്തു എന്നല്ലാതെ ആരും. അപ്പോൾ അത് ഒരു സംഘടന ആകുമ്പോൾ ഇതിപ്പോൾ നാളെ കേരളത്തിൽ മൊത്തത്തിൽ ഇതിൻ്റെ വിഷയം വരും. അപ്പോൾ അതിന് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇത് ചർച്ച നടത്തും. ഇതിൻ്റെ പിന്നീട് ഇതിൻ്റെ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഇത് ഒരു ഔദ്യോഗിക രൂപത്തിൽ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്, ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു സംവാദം നടക്കാൻ ജമിയത്തുൽ ഉലമൻ്റെ ഒരു ലെറ്റർ നമ്മൾ അങ്ങോട്ട് വന്ന് ആവശ്യപ്പെട്ടതല്ല. ഇവരോട് ഗ്രൂപ്പിലൊന്നും ആവശ്യമുണ്ട്, നിങ്ങൾ സംവാദത്തിനുണ്ടോ ഇതിനുണ്ടോ എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ഈ സംവാദങ്ങളൊക്കെ ഈ പറയപ്പെട്ട വിഷയത്തിലൊക്കെ നമ്മൾ സംവാദം നടത്തിയതാണ്. ആദ്യം തന്നെ നമ്മൾ സാലിസ് സാഹിബുമായിട്ടൊരു സംവാദം നടന്നിട്ടുണ്ട്, പിന്നെ നമ്മൾ കോയിച്ചനെ വെച്ച് സംവാദം നടന്നിട്ടുണ്ട്, അതുപോലെ പത്തപേരി വെച്ച് സംവാദം നടന്നിട്ടുണ്ട്. ഇതൊക്കെ സംവാദം നടന്നതൊക്കെ ഇപ്പം നമുക്ക് ഒരാൾക്ക് ഈ വിഷയം പഠിക്കണമെങ്കിൽ അതിൽ പോയി നോക്കിയാൽ തന്നെ ഇഷ്ടമായി കിട്ടും. മുഖാമുഖങ്ങൾ നടന്നിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞത്, അപ്പം മറ്റുള്ള വിഷയത്തിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. പക്ഷേ ഈ വിഷയത്തിൽ തന്നെ സംവാദം നടക്കുകയാണെങ്കിൽ നമുക്ക് ഇതാണ് നമ്മളെ കണ്ടീഷന്. ഈ സംവാദം നടക്കണമെങ്കിൽ ഒന്നാമതായിട്ട് ജമിയത്തുൽ ഉലമൻ്റെ ഒരു ലെറ്റർ നമുക്ക് വേണം എന്നുള്ളത്. നമ്മൾ ആളുമായി സംസാരിച്ചപ്പോൾ പോലും പറഞ്ഞത് അങ്ങനെയാണ്. ഞങ്ങൾ നേരിട്ട് സംസാരിച്ചത് ഇങ്ങനെയാണെങ്കിലും, പക്ഷെ നമ്മൾ ഒരു പണ്ഡിത സഭ പോസ്റ്ററൊക്കെ അപ്പോൾ നമ്മൾ കണ്ടു, പല പോസ്റ്ററുകളും കണ്ടു, പല രൂപത്തിലുള്ള ഇവിടെ നടക്കാത്ത കാര്യങ്ങളും തെറ്റിദ്ധരിപ്പിക്കുന്ന പോസ്റ്ററുകളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു നാഥനില്ലാത്ത അവസ്ഥ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ട് സംഘടന കൂടി നമുക്ക് ഒരു നാഥൻ ഉണ്ടല്ലോ രണ്ടിട്ടിരിക്കും. അപ്പോൾ ആ നാഥന്മാർ തമ്മിൽ ഒരു വ്യവസ്ഥ, അല്ലെങ്കിൽ നമുക്കൊരു വ്യവസ്ഥ അതിന് കിട്ടണം. ഒരു ലെറ്റർ ജമിയത്തുൽ ഉലമൻ്റെ സംവാദം നടക്കാൻ വേണ്ടി കിട്ടണം എന്നാണ് നമുക്ക് ആദ്യമായിട്ട് വ്യവസ്ഥ പറയാനുള്ളത്. ഓക്കെ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. നമ്മളും പറഞ്ഞത് തന്നെയാണ്. ഇസ്ലാം മാസികയിൽ ജബ്ബാർ മൗലവി എഴുതിയ ഇതന്നാണ് നിങ്ങളിവിടെ തർക്കത്തിൽ വന്ന വിഷയം. അതിൽ ജബ്ബാർ മൗലവി എഴുതിയിട്ടുള്ള വിഷയം, ജിന്നിനോട് രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടയുന്നൊരു മനുഷ്യൻ സഹായം തേടാണ്. ആ സഹായത്തേട്ടുണ്ടല്ലോ, വെളിച്ചം തരണേ, എന്നെ സഹായിക്കണേ എന്നിങ്ങനെ സഹായാർത്ഥന നടത്തുന്നുണ്ടല്ലോ. ആ സഹായാർത്ഥന ശിർക്കാണെന്നാണ് കേരള നദുവത്തുൽ മുജാഹിദീൻ മനസ്സിലാക്കുന്നത്. കാരണം അത് മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായിട്ടുള്ള ജിന്നുകളോടുള്ള സഹായാർത്ഥനാണ്. എന്നാൽ വിസ്ഡം ഓർഗനൈസേഷൻ മനസ്സിലാക്കുന്നത് ആ സഹായാർത്ഥന ശിർക്കല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് സൂറത്ത് അന്നാം 128 ആയത്തും അവർ പലപ്പോഴും സൂറത്ത് അന്നാം 128 ആയത്ത് വിസ്ഡം ഉദ്ധരിക്കാറുണ്ട്.
അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ വ്യവസ്ഥയിൽ നമുക്കൊരു സംവാദം നടത്താൻ പറ്റുമോ? പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് നിങ്ങളുടെ ഡിമാൻഡ്സ് ജമിയത്തുൽ ഉലമ ലെറ്റർ തരണം. ആർക്കാണ് ജമിയത്തുൽ ഉലമ ലെറ്റർ കൊടുക്കേണ്ടത്, തിരിച്ച് ആരാണ് അവിടുന്ന് ലെറ്റർ നമുക്ക് നൽകുക, ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പണ്ഡിത സഭ ആണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയണം. ഏതായാലും നമുക്ക് ഇവിടുന്ന് വ്യവസ്ഥ എഴുതിയിട്ട് ആ വ്യവസ്ഥയിൽ ഈ 2 ലെറ്റർ വേണം എന്ന് വെക്കാം. സംവാദത്തിന് നമുക്കൊരു ഡേറ്റും തീരുമാനിക്കുക, വ്യവസ്ഥ എഴുതാം. എന്നിട്ട് ഇതുപോലെ തന്നെ 2 കൂട്ടരും സംവാദത്തിന് സന്നദ്ധമാണ് എന്ന് ഉള്ള വ്യവസ്ഥ നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റർ അവിടുന്ന് വെക്കാം. എന്നിട്ട് ഈ പറഞ്ഞ ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പണ്ഡിതന്മാരും ജമിയത്തിൻ്റെ പണ്ഡിതന്മാരും തമ്മിൽ സംവാദമോ വ്യവസ്ഥ പിന്നെ അതിൻ്റെ കരാറെഴുതലോ എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ ആണല്ലോ നിങ്ങൾ? പിന്നെ ഇരുകൂട്ടരും കൈമാറ്റം ചെയ്ത കത്തിൻ്റെ കോപ്പിയിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കൈമാറിയ കോപ്പിയിൽ ഇങ്ങനെ ഒരു സംവാദം നടക്കാൻ വേണ്ടി ജമിയത്തുൽ ഉലമയുടെ കത്ത് വേണം എന്നത് അതിൽ എഴുതിയിട്ടുണ്ടാവും. അല്ല, നിങ്ങൾ കൊടുത്ത ലെറ്ററിൽ ലെറ്ററിൽ നമ്മൾ ഈ വിഷയം പറഞ്ഞിട്ടില്ല. പക്ഷെ അതിൽ വേറെ വിഷയമുണ്ട്. നമ്മളൊന്ന് ഇരിക്കല്ലേ, കാരണം പ്രാദേശികമായിട്ട് ഇരിക്കാൻ വേണ്ടി ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇല്ലാറിഞ്ഞ് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ ഇരുത്തം നമുക്ക് വേണം, ഇത് ചർച്ച ചെയ്യാൻ നമ്മൾ ആദ്യം പറഞ്ഞാണ് അവനോട്. അപ്പോൾ ലെറ്റർ ഇത് ജമിയത്തുൽ ഉലമ പണ്ഡിതന്മാർ തമ്മിൽ ചർച്ച ചെയ്യണം എന്നുള്ള പോലെ ആദ്യം ആവശ്യപ്പെടുന്നതാണ്. പണ്ഡിതമാണെന്ന് ഇപ്പോഴും രാവിലെയും പറഞ്ഞത് പണ്ഡിതമാണെന്ന്. ആദ്യം ലെറ്റർ തന്നത് നിങ്ങളാണോ അതോ KNM യൂണിറ്റ്? അതെ, KNM യൂണിറ്റ് തന്ന ലെറ്റർ ഞാൻ വായിക്കാം. അതാണ് KNM തന്ന ലെറ്റർ. ഇങ്ങനെയാണ്: KNM സൂപ്പർ ബസാർ യൂണിറ്റ് കമ്മിറ്റി വിസ്ഡം സൂപ്പർ ബസാർ യൂണിറ്റ് കമ്മിറ്റിക്ക് നൽകുന്ന കത്ത്. സൂപ്പർ ബസാറിലെ മുജാഹിദ് യുവജന കൂട്ടായ്മ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നടന്ന ചർച്ചകളുടെ പശ്ചാത്തലത്തിലാണ് ഈ കത്ത്. ആ ചർച്ചകളിൽ എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞുതരാം. കത്ത് ഇസ്ലാഹ് മാസികയിൽ P. അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയ അമ്പലക്കടവിൻ്റെ അതിഗംഭീര ചോദ്യങ്ങൾ എന്ന ലേഖനത്തിൻ്റെ താഴെ കാണുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട ചർച്ച പ്രസ്തുത ഗ്രൂപ്പിൽ നടക്കുകയുണ്ടായി. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തൻ്റെ തൊട്ടടുത്തു നിന്നും ശബ്ദം കേൾക്കുന്നു. ആളെ കാണുന്നില്ല. തൻ്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണബന്ധത്തിനപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്തത് തേടുകയല്ല, ആ സഹായാർത്ഥന ശിർക്കുമല്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികമായ ജിന്നുകളോട് നടത്തുന്ന ഇത്തരം സഹായാർത്ഥനകൾ തൗഹീദിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധവും ശിർക്കുമാണ് എന്നാണ് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ KNM വ്യക്തമാക്കുന്നത്. ഈ വിഷയത്തിൽ പൊതുജന മധ്യത്തിൽ നിലനിൽക്കുന്ന ആശയക്കുഴപ്പങ്ങൾ ദൂരീകരിക്കുന്നതിനായി ഒരു സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണെന്ന് ഇതിനാൽ അറിയിക്കുന്നു. കോഴിച്ചന സംവാദത്തിൽ ഇരുവിഭാഗവും എഴുതിയ വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ സംവാദം നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. മറ്റ് വ്യവസ്ഥകൾ നമുക്ക് എഴുതി കൈമാറുകയും ചെയ്യാം. നിങ്ങൾക്ക് ആ വാദത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ വാദവും വ്യവസ്ഥകളും ചർച്ച ചെയ്യാൻ സൗകര്യമുള്ള 2-3 ദിവസങ്ങൾ അറിയിക്കുമല്ലോ. ഇതാണ് ഈ കത്തിന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നൽകിയ മറുപടി. ആ മറുപടിയിൽ എവിടെയെങ്കിലും കേരള ജമിയത്തുൽ ഉലമയുടെ കത്തുണ്ടായെങ്കിലേ ഞങ്ങൾ സംവാദത്തിന് തയ്യാറാവുകയുള്ളൂ എന്ന് അതിലെഴുതിയിട്ടുണ്ടോ? അതിൽ ഞങ്ങൾ എഴുതിയിട്ടില്ല. പക്ഷെ അതിൽ ഇവരാണ് സൂപ്പർ ബസാറിലെ ആളുകളാണ് ഞങ്ങൾ KNM-മാരാണ്. ആ KNM-മാരെത്തി കാണില്ലല്ലോ. സൂപ്പർ ബസാറിലെ KNM-മാരല്ലല്ലോ ചർച്ചയ്ക്ക് വന്ന് നിങ്ങൾ അല്ല. സൂപ്പർ ബസാറിലെ KNM-മാരല്ല. നിങ്ങൾ ഇവിടെ ഉള്ള നിങ്ങൾ ഓടിപ്പിച്ചത് ഇരിക്കാൻ പറ്റില്ല. എന്നിട്ട് കളവ് പ്രചരിപ്പിക്കുവാനാണ്. അല്ല, നിങ്ങൾ അവിടെ ഇരുന്ന ആളുകൾ ഓടിപ്പിച്ച KNM-ന്റെ ആളായിരുന്നു ഓടിപ്പിച്ചില്ലേ? ആ KNM-ന്റെ ആൾ ഓടിപ്പിച്ചത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഇപ്പൊ ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് KNM യൂണിറ്റ് സൂപ്പർ ബസാർ യൂണിറ്റും വിസ്ഡം സൂപ്പർ ബസാർ യൂണിറ്റും തമ്മിൽ 2 ഉത്തരവാദിത്തപ്പെട്ട യൂണിറ്റുകളാണല്ലോ. ഇവര് തമ്മിലുള്ള വ്യവസ്ഥ എഴുതാൻ തയ്യാറാക്കാനാണ് നമ്മൾ വന്നത്. നമുക്കിപ്പോ വ്യവസ്ഥ തയ്യാറാക്കാം. നിങ്ങൾ അതിന് സന്നദ്ധാണോ? അല്ല, വ്യവസ്ഥ തയ്യാറാക്കാൻ തന്നെയാണ് നമ്മൾ വന്നത്. ആ വ്യവസ്ഥൻ്റെ തയ്യാറാക്കി ഇപ്പം ഇതിൽ വായിച്ചത് നമ്മൾ ഇതിൽ കൊടുത്ത കത്തിലൊന്നും ഇസ്തിഗാനത്തും ബിൽ ജിന്നും പിന്നെ സൂറത്തുൽ അൻആമിലെ കോട്ടിമാറ്റിയതൊന്നും ഇല്ല. ഞങ്ങൾ കൊടുത്തത് ഈ ലേഖനത്തിലെ ഈ വരികൾ മാത്രമാണ് പറഞ്ഞത്. ഈ വരികൾ പറഞ്ഞു. ഞാൻ പറയട്ടെ, ഇസ്തിഗാനത്തും ബിൽ ജിന്ന് പറഞ്ഞു നിങ്ങൾ, പിന്നെ സൂറത്തുൽ അൻആമിലെ ഇത് പറഞ്ഞു. ഇതൊന്നും ഇവിടെ ചർച്ചയ്ക്ക് വന്നിട്ടില്ല. ഇത് ഒന്നാമത് എന്താ വെച്ചാൽ ഇതുപോലെ ഒരു തമ്മിൽ ഇങ്ങനെ കാണുമ്പോൾ വർത്തമാനം പറയും, പള്ളിക്കന്ന് കാണുമ്പോൾ പറയും, വാട്സപ്പിൽ കൂടെ പറയും. ഇങ്ങനെയുള്ള പറച്ചിലാണ്. അതിന് ആ പറച്ചിലില്ലാതിരിക്കാനാണ് ഒരു ദിവസം നമ്മളിവിടെ ഇരിക്കുക എന്ന് നമ്മൾ പറഞ്ഞിട്ട് മുഹമ്മദിനോട് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. നമ്മളെന്താ ഉദ്ദേശിച്ചത്, എങ്ങനെയാണ് എന്ന്. കാരണം ഇത് മുഹമ്മദ് ഇപ്പം ഇവിടെ ഇല്ല.
ഒമാലി ഇപ്പോൾ ഇവിടെ ഇരിക്കണില്ല, ഓന് ഈ കാര്യം പോകാൻ ഇതിൻ്റെ ഉത്തരവാദിത്വം ഒന്നും ഏറ്റെടുത്തിട്ടില്ല. അപ്പോൾ എങ്ങനെ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഇതിന് ഭാവിയിൽ വരാതിരിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ലെറ്റർ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? അല്ലല്ല, നമ്മളിപ്പോ ഇവിടെ വന്നത് നിങ്ങളുടെ ലെറ്ററിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വന്നത്. ജബ്ബാർ മൗലവി ഏപ്രിൽ മാസത്തിൽ ഇസ്ലാഹിൽ എഴുതിയത് ഇസ്തിആനത്തും ബിൽ ജിന്നല്ലാതെ നിസ്കാരത്തിന്റെ ശുറൂത്തല്ല. അതിന്റെ അഡിങ് വായിച്ചാൽ മനസ്സിലാവും. അത് അമ്പലക്കടവ്. ഞാൻ പറഞ്ഞത് ഇസ്തിയാനത്ത് നമ്മളിവിടെ ചർച്ച, വാട്സപ്പ് ഗ്രൂപ്പിലെ ചർച്ചകളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. ഓല് പറഞ്ഞത് നിങ്ങൾ ഒഫീഷ്യൽ ലെറ്ററാണ് നമ്മൾ ആ ഒഫീഷ്യൽ ലെറ്ററിൽ തന്നെ അതില്ലല്ലോ. ഗ്രൂപ്പിൽ പലരും അതില്ലല്ലോ. ഒഫീഷ്യൽ ലെറ്ററിൽ അതില്ലല്ലോ. ഒഫീഷ്യൽ ലെറ്ററിൽ അങ്ങനെ ഉണ്ടോ? സഹായം ജിന്ന് സഹായം ചെയ്യുന്നുണ്ടോ? ഇസ്ലാമിലും മാസികയുടെ ഞങ്ങൾ കൊടുത്ത മറുപടി വായിക്കട്ടെ. ഞങ്ങൾ കൊടുത്ത മറുപടി വായിക്കുന്നു. കേൾക്കിങ്ങള് ഞങ്ങൾ കൊടുത്ത മറുപടി. സൂപ്പർ ബസാറിലെ മുജാഹിദ് യുവജന കൂട്ടായ്മ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നടന്ന ചർച്ചയുമായി ബന്ധപ്പെട്ട് KNM നടത്തിയ സംവാദ വെല്ലുവിളികളെ വിസ്ഡം സൂപ്പർ ബസാർ യൂണിറ്റിന്റെ മറുപടി. ഇസ്ലാഹ് മാസികയിൽ അബ്ദുൽ ജബ്ബാർ മൗലവി സമസ്തക്കാർക്ക് മറുപടിയായി എഴുതിക്കൊണ്ടിരുന്ന ലേഖനങ്ങളിലെ ഒരു ഗണ്ണിക അടിസ്ഥാനമാക്കിയാണ് സംവാദം നടത്താമെന്ന് സൂപ്പർ ബസാർ KNM സഹോദരങ്ങൾ ആവശ്യപ്പെട്ടത്. എന്നാൽ 2007 ജബ്ബാർ മൗലവി എഴുതിയ പ്രസ്തുത വരികൾ ഇന്ന് KNM വാദിക്കുന്നത് പോലെ അത് ശിർക്കാണെന്ന് അന്നു തന്നെ മടവൂർ വിഭാഗം വാദിച്ചിരുന്നു. അതിന് അന്ന് അവരെ ഗണ്ണിച്ചുകൊണ്ട് KJUവിൻ്റെയും KNMൻ്റെയും നേതൃത്വത്തിൽ മുജാഹിദുകൾ കൊടുത്തത് എന്തൊരു മറുപടിയായിരുന്നോ അതേ മറുപടി തന്നെയാണ് പ്രസ്തുത വാദവുമായി വരുന്ന ആർക്കും ഈ 2026 വിസ്ഡം വിഭാഗം നൽകാനുള്ളത്. അതിൽ യാതൊരു മാറ്റവും ഇല്ല. ഇനി അതല്ല, നിങ്ങൾ ഇന്നത്തെ KJU KNM അന്ന് മടവൂരികൾക്ക് നൽകിയ മറുപടിയും അത് മുഖേന മുജാഹിദുകളെ പഠിപ്പിച്ചതും തെറ്റായിരുന്നു എന്നും ജബ്ബാർ മൗലവിയുടെ പ്രസ്തുത പാരഗ്രാഫ് ശിർക്ക് തന്നെ ആയിരുന്നു എന്നും നിങ്ങൾ പറയുകയാണെങ്കിൽ അതിനുള്ള തെളിവുകളും സ്വാഭാവികമായി നിങ്ങൾ തന്നെയാണ് കൊണ്ടുവരേണ്ടത്. ഇതാണ് ഇതിലിപ്പോൾ ഈ പറഞ്ഞ സംഗതികളൊന്നുമില്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞ സൂറത്ത് ആമിൻ്റെതില്ല, ഇസ്തിയാനത്തും പിന്നെ ജിന്നില്ല. ഈ മറുപടി ഇത് എന്തുകൊണ്ട് മറുപടി അടക്കി ഞാൻ പറയട്ടെ. അമ്പലക്കടവ് ഫൈസിക്ക് ഇതിൻ്റെ ആ ലേഖനത്തിൻ്റെ ഇതിപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് ഇന്ന് പറഞ്ഞ ആൾക്കാരാണ്. 2012 വരെ നമ്മളെല്ലാവരും മടവൂരികൾക്ക് കൊടുത്ത മറുപടിയിൽ അനസ് മൗലവിയും പിന്നെ അനീഫ മൗലവിയും ഒക്കെ കൊടുത്ത മറുപടി എന്താണോ അതന്നെയാണ് നമുക്ക് കൊടുക്കാനുള്ള മറുപടി ഈ വിഷയത്തിൽ. അതിൻ്റെ ശേഷമാണ് നമുക്ക് മാറ്റം സംഭവിച്ചിട്ടുള്ളത്. നമ്മളിപ്പോഴും ആ പറഞ്ഞുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യവസ്ഥ എഴുതണമെങ്കിൽ നമ്മൾ കൂടുതൽ ഇതിൻ്റെ ചർച്ചയിലേക്കൊന്നും വേണം. ഇപ്പോൾ നമ്മൾ വ്യവസ്ഥ എഴുതാനാണ് വന്നത്. വ്യവസ്ഥ ഈ പരിപാടി എങ്ങനെ നടക്കണം എന്ന് വ്യവസ്ഥ എഴുതാൻ. ആ വ്യവസ്ഥ എഴുതണമെങ്കിൽ ഞങ്ങൾ ഇതിനു മുമ്പ് ആവശ്യപ്പെട്ടൊരു സംഗതി ഉണ്ട്. ഇവിടുത്തെ ആളുകളോട് ആവശ്യപ്പെട്ടത് ഇത് എഴുതാൻ നമുക്കൊന്ന് ഇരിക്കണം, ഇരുന്നിട്ട് ഒരു ദിവസം ഇരുന്നിട്ട് നമ്മൾ ഇതൊന്ന് ചർച്ച ചെയ്ത് എങ്ങനെയാണ് എന്താണെന്നുള്ളത്. ആ ഇരുത്തം ഇവിടെ നടന്നില്ല. അപ്പോൾ ഞങ്ങളത് നടക്കാത്തതുകൊണ്ട് ആ ഇരുത്തത്തിൽ പറയാനുള്ള കാര്യങ്ങൾ ഇപ്പം ഇവിടെ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആവശ്യം ഈ വിഷയത്തിൽ ഈ സംവാദം നടത്തണമെങ്കിൽ ഒടുക്കി ജമിയത്തുൽ ഉലമൻ്റെ ലെറ്റർ. പിന്നെ ആർക്കാ തരേണ്ടതെന്ന് പറഞ്ഞു. ഇതേമാതിരി തരേണ്ടത് ജമിയത്തുൽ ഉലമൻ്റെ മാതിരി വിസ്ഡത്തിനും പണ്ഡിത സഭ ഉണ്ട്. ആ പണ്ഡിത സഭക്കാണ് ലെറ്റർ തരേണ്ടത്. അത് ജമിയത്തുൽ ഉലമ അങ്ങോട്ട് ലെറ്റർ തന്നിട്ട് വേണം സംവാദം വ്യവസ്ഥ ചെയ്താൽ നടക്കാൻ അല്ലേ? അപ്പോൾ ഇപ്പൊ നമ്മ വന്നതിനാ ഇപ്പൊ അതിന്റെ വ്യവസ്ഥ പറയാൻ. ആ വ്യവസ്ഥയിൽ ഒരു വ്യവസ്ഥയാണിത്. അപ്പൊ വ്യവസ്ഥ ചെയ്താൽ വേറൊരു വ്യവസ്ഥ അല്ല. ഇനി നമുക്ക് സംസാരിക്കാം. ഇത്ര നേരം സംസാരിച്ചല്ലോ. അപ്പൊ നിങ്ങൾ പറയുന്നത് ജബ്ബാർ മൗലവിയുടെ ഇസ്ലാം മാസിക 2007 ഏപ്രിൽ മാസത്തിൽ ഇത് ഇസ്ലാം മാസികയിൽ ശിർക്കില്ല എന്നാണല്ലോ പറയുന്നത്. ഇസ്ലാം മാസികയിൽ എഴുതിയതിൽ ശിർക്കില്ല എന്നാണല്ലോ നിങ്ങളെ വാദം. ആ ഇത് ഞാൻ വായിച്ചുതരാം. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ അത് വായിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പറയുമ്പോ നമ്മൾ എതിർത്തില്ല. നിങ്ങൾ പറയുന്നത് എന്താ ജസ്റ്റ് ഒന്ന് കേൾക്ക്. നമ്മ പറഞ്ഞ് കേൾക്ക്. അല്ല അത് വേണം അല്ല അതെന്തോ ആയിക്കോട്ടെ. ഇപ്പൊ നമ്മളിരുന്നോ ഞങ്ങൾ ചോദിക്കട്ടെ. നിങ്ങൾ ശിർക്കില്ലെന്ന് പറഞ്ഞ ജബ്ബാർ മൗലവിയുടെ 2007 ഏപ്രിൽ മാസത്തിൽ എഴുതിയ വരിയിൽ ഒരു മനുഷ്യൻ ഇരുട്ടത്ത് തപ്പിത്തറയുമ്പോ ജിന്ന് ഒരു ശബ്ദം കേട്ടു, അത് ജിന്നാണെന്ന് കരുതിയിട്ട് അയാള് എന്ത് ചെയ്യുന്ന സഹായം തേടിയാൽ ശിർക്കാവൂല എന്നാണ് ജബ്ബാർ മൗലവി പറഞ്ഞത്.
അതാണ് ഞങ്ങൾ പറയുന്നത്. അത് ശിർക്കാകും. ഇതാണ് വാദം. ഈ വാദത്തിൽ നിങ്ങൾ സംബന്ധിക്കാരോ അതൊക്കെ സംവാദത്തിലാണ് പറയേണ്ടത്. അതിന് നമുക്ക് വാദ സംവാദത്തിലല്ല, വാദം വ്യവസ്ഥയിൽ പറയണം. നിങ്ങളെ വാദം എന്താ? വാദം വ്യവസ്ഥയിൽ പറയണം. വാദം വ്യവസ്ഥയിൽ പറയണം. ഇല്ലാതെ എങ്ങനെ സംവദിക്കാം? അല്ലെങ്കിൽ ഓലിരിക്കട്ടെ അതൊക്കെ നിങ്ങളുടെ പ്രാദേശിക പ്രശ്നം. അല്ല ഞാൻ ചോദിക്കുന്നത്, നമുക്ക് വാദം എഴുതണ്ടേ? നിങ്ങളേറ്റല്ലോ ആ വാദമാണ് നമ്മൾ പറയുന്നത്. സംവാദത്തിന് ഞാൻ ചോദിക്കുന്നത്, ഞങ്ങളിപ്പോ ഞങ്ങളെ വാദം വായിച്ചല്ലോ. നിങ്ങൾ സൂപ്പർത്തെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ സംവാദത്തിന് ആ ഇരിപ്പൊക്കെ നിങ്ങൾക്ക് പിന്നെ ആലോചിച്ചോ. ഇപ്പൊ നമ്മൾ ഇരുന്നത് വിസ്റ്റവും കേരളവും സൂപ്പർ ബസാറിലെ വിസ്റ്റം യൂണിറ്റും സൂപ്പർ ബസാറിലെ കേരളം യൂണിറ്റും തമ്മിൽ കത്ത് കൊടുത്ത് പരസ്പരം ഒഫീഷ്യലായി നടന്ന ചർച്ചയുടെ ഭാഗമായിട്ട് സംവാദ വ്യവസ്ഥ ഇതാണ് നമ്മൾ വന്നിട്ടുള്ളത്. ആരും ഒഫീഷ്യലായിട്ട് ഈ ചർച്ച ചെയ്ത ആൾക്കാരൊന്നും അപ്പൊ നിങ്ങൾ നിങ്ങൾ ലെറ്റർ ഒഫീഷ്യലല്ല. ഇവിടുത്തെ ആൾക്കാരെവിടെ? അയാൾ കളവ് പറഞ്ഞാൽ ഇവിടെ മാലോകരം ഈ വിഷയത്തിൽ കളവ് പ്രചരിപ്പിക്കാൻ അയാൾ കളവ് പറഞ്ഞാൽ ഇതിക്ക് വന്നിട്ട് കാര്യമുണ്ട്. ഇതിക്ക് വന്നിട്ട് ഒരു കാര്യമില്ല. കളവ് പറഞ്ഞു മയമാലിയൊക്കെ ഉണ്ടല്ലോ. സത്യസന്ധനായിട്ട് പോകാൻ പറ്റില്ല. നിങ്ങളെ നമ്മളിത് കുറെ ഒച്ചട്ടിട്ട് കാര്യമില്ല. നമ്മളിത് ഇവിടുത്തെ ഇവര് നേരിട്ട് സംസാരങ്ങളൊക്കെ നടക്കണ സൂപ്പർ ബസാർ ഒന്നെങ്കിലും മുഹമ്മദ് അലി ആയിട്ടാണ്, അല്ലേ? അല്ലെങ്കിൽ മറ്റേ മുഹമ്മദ് അലിയൊക്കെ ആയിട്ടാണ് സംസാരിക്കല്. ഇവര് അപ്പൊ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇവർ ആ കാര്യങ്ങൾ പറഞ്ഞത് ഓരോന്നും ചോദിക്കുന്നുണ്ട്. അപ്പൊ ചോദിക്കുമ്പോൾ കിട്ടുന്ന മറുപടി എന്താണ്? അത് സാരമില്ല, അത് ഇങ്ങനെയാണ് അങ്ങനെയാണ്. അപ്പൊ ആ ലെവലിൽ ഇത് മാറിയിട്ടുണ്ട്. ആ ലെവലിൽ നിന്ന് ഇത് മാറിയ സ്ഥിതിക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതെന്താണ്, ഇതിനിപ്പോൾ 40 ഇതിന് ആരും ഏറ്റെടുക്കാനുമില്ല. ഇപ്പം ഞങ്ങൾ ഇവർ പറഞ്ഞ ആൾക്കാർ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്, വേറെ ആർക്കാരും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ നാഥനില്ലാത്ത ഇതിനൊരു നാഥന് വേണം, ഒരു ഉത്തരവാദിത്തമുള്ള ആൾക്കാർ വേണം. അതുകൊണ്ട് നമ്മൾ ഈ സംവാദം നടക്കാൻ ഞങ്ങൾ ഇങ്ങോട്ട് വീണ്ടും ആവശ്യപ്പെടുന്നത്, ഈ സംവാദം നടക്കുന്നുണ്ടെങ്കിൽ ജമിയത്തുൽ ഉലമയുടെ ലെറ്റർ നമുക്ക് കിട്ടിയാൽ ഈ സംവാദം നടത്താം, അതിനുള്ള വ്യവസ്ഥ. അപ്പോൾ നമ്മൾ വാദവും കാര്യങ്ങളൊക്കെ ഈ വാദം ആൾറെഡി നമ്മൾ എഴുതി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നടക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചും അതാണല്ലോ വ്യവസ്ഥ ഇതെന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വ്യവസ്ഥക്ക് നമുക്ക് ആവശ്യം ജമിയത്തുൽ ഉലമയുടെ ലെറ്റർ വിശുദ്ധത്തിൻ്റെ പണ്ഡിത സഭയ്ക്ക് കിട്ടിയാൽ ഈ സംവാദം നമുക്ക് നടത്താം. ഇല്ലെങ്കിൽ നമുക്ക് ഇതിവിടെ വെറുതെ നമ്മൾ കുറെ സംസാരിച്ച് വാദപ്രതിവാദം നടത്തിയിട്ട് കാര്യമില്ല. നമുക്ക് മറുപടി പറയട്ടെ. നമുക്ക് ഇപ്പൊ നമ്മ വ്യവസ്ഥ എഴുതാൻ വന്നത്, വ്യവസ്ഥയിലെ വാദം എഴുതണം, വ്യവസ്ഥയിൽ എങ്ങനെ സംവാദം നടക്കണം എഴുതണം, വ്യവസ്ഥയിൽ എത്ര ആൾ പങ്കെടുക്കും നടക്കണം, ഇതാണ് വ്യവസ്ഥ. അപ്പൊ വ്യവസ്ഥയിൽ ആദ്യത്തെ കാര്യം എന്താണ്? വാദം എഴുതലാണ്. ആ വാദമാണ് നമ്മൾ പറയുന്നത്. ജബ്ബാർ മൗലവി എഴുതിയ ലേഖനത്തിൽ രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നടക്കുന്ന മനുഷ്യൻ ജിന്നെ സഹായിക്കണേ, വെളിച്ചം തരണേ എന്ന ഒരു സഹായത്തേട്ടം നടക്കുന്നുണ്ട്. ആ സഹായത്തേട്ടം ശിർക്കല്ല എന്നാണ് വിസ്റ്റം പറയുന്നത്. നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ അത് അദൃശ്യ അഭൗതികമായ ജിന്നുകളോടുള്ള സഹായത്തേട്ടമായതിനാൽ ശിർക്കാണെന്നാണ്. അതിന് സൂറത്ത് അൻആം ഓതിയിരുന്നു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് അൻആം ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന്റെ ബുദ്ധിമുട്ട് ഈ പറഞ്ഞാൽ ആടെ ഇവിടെ ചർച്ചയിലില്ലാതെ സൂറത്തിൽ അന്നാമെന്നു എന്താ ഇല്ലാത്ത അല്ല, സൂറത്ത് അന്നാം ചർച്ച വേണ്ട. നിങ്ങൾക്ക് സൂറത്ത് അന്നാം ചർച്ച ഈ വിഷയത്തിൽ സൂറത്ത് അന്നാം ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, സൂറത്ത് അൻആം ഇസ്തിആനത്തും പിന്നെ ശിർക്കല്ല എന്ന് വിസ്റ്റം പറയുന്നു. അതിന് തെളിവായിട്ട് ഉദ്ധരിക്കുന്നു. അത് ഒഴിവാക്കണം എന്നാണോ പറയുന്നത്? കാക്കങ്ങൾ ചൂടാവല്ലേ, ഇരിക്കി, ശാന്തനാവ്, ശാന്തനായിരിക്കും. നമ്മള് ഇപ്പൊ അതിനൊന്നും ആവശ്യമില്ല. നിങ്ങൾ വ്യവസ്ഥ വേണം. സംവാദം നടക്കണമെങ്കിൽ വാദം എഴുതി അത് എത്ര ആള് എങ്ങനെ ആള് എന്നൊക്കെ അതൊക്കെ ഉണ്ടാകണം. ഓക്കെ, ശരി. അതിന് മുമ്പ് ഞങ്ങൾ ആവശ്യപ്പെട്ട ഒരു സംഗതിയാണ് ഇവരോട്. ഇത് നടക്കാത്തത് കൊണ്ട് ഞങ്ങൾ വിചാരിച്ചത് ഈ വേദിയിൽ അത് പറയണം. സംവാദത്തിന് നമുക്ക് ഇനി സമയം നടത്താം, വ്യവസ്ഥ എഴുതാൻ ഒക്കെ ഇരിക്കാം. ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ഇവർ അത് സമ്മതിച്ചില്ല. അത് പ്രശ്നമില്ല, നിസ്സാരമാക്കി കളഞ്ഞു. അപ്പം ഞങ്ങളും അത് അങ്ങനെ തന്നെ നിസ്സാരമാക്കി കളഞ്ഞു. അപ്പം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതിൽ ഇനി ജിന്നിനുള്ള ഇസ്തിഗാനത്തും മറ്റതും നിങ്ങൾ ആ ലേഖനം കുറേ വായിച്ചിട്ട് എൻ്റെ ഒന്നും ആവശ്യമില്ല. അതിനൊന്നും ആവശ്യം. ഇപ്പോൾ നമ്മൾ രണ്ടു വട്ടം വായിച്ചതും കേട്ടതും ഒക്കെയാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ സാലിസ് അടക്കം പറഞ്ഞതാണ് അതിനുള്ള മറുപടി. അതിൻ്റെ യൂട്യൂബ് പോയിട്ട് നിങ്ങളെ പ്രസംഗം എടുത്താൽ തന്നെ നമുക്ക് കിട്ടും. നിങ്ങൾ അതിന് കൊടുത്ത മറുപടികളൊക്കെ നമുക്ക് എല്ലാവരും കിട്ടും. അതൊന്നും വിഷയമല്ല.
അപ്പോൾ നമുക്ക് എന്താണ് പറയാനുള്ളത്? ഈ സംവാദത്തിൻ്റെ നടക്കണമെങ്കിൽ വ്യവസ്ഥൻ്റെ ഒന്നാമത്തെ വ്യവസ്ഥ ആദ്യം നിങ്ങൾ പറഞ്ഞു എത്ര ആൾ ഇരിക്കണം, ആര് പങ്കെടുക്കണം എന്നൊക്കെ തീരുമാനിക്കണം. ആര് പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ ഭാഗത്തുനിന്ന് പണ്ഡിതന്മാർ പങ്കെടുക്കണം, നിങ്ങളെ ഭാഗത്തുനിന്ന് പണ്ഡിതന്മാർ പങ്കെടുക്കണം. ഇതിന് ഉത്തരവാദിത്തപ്പെട്ട 2 ആൾക്കാരുമാണല്ലോ, ഉത്തരവാദിത്തപ്പെട്ട 2 ടീമുമാണ്. അപ്പോൾ പങ്കെടുക്കും. അതൊക്കെ തീരുമാനിക്കുന്നതിന് മുമ്പ് ഇതിനൊരു ഔദ്യോഗിക, നമ്മൾ വെറുതെ ഇങ്ങനെ കാടടിച്ചാണ്ട് വെടടിച്ചാണ്ട് അല്ലെങ്കിൽ കാളോട്ടണമായി നാട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ ഔദ്യോഗികമായിട്ട് ഇപ്പം നമ്മൾ പല സ്ഥലത്തും സംവാദങ്ങൾ നടന്നു, പല സ്ഥലത്തും നടക്കാനുണ്ട്, നടക്കാതെ പോകുന്നുണ്ട്. ഒക്കെ നമ്മൾ ആവശ്യപ്പെടുന്നത് എന്താ? ഈ ഒരു ലെറ്റർ ഇത് തരികയാണെങ്കിൽ നമുക്ക് അത് നിങ്ങൾ തരാമെന്ന് ഉറപ്പ് തന്നാൽ നമുക്കത് കിട്ടിയതിന് ശേഷം ആരൊക്കെ എവിടെ വെച്ച് എപ്പോൾ എത്ര ആൾ എന്നൊക്കെ ഉള്ളത് പങ്കെടുക്കാൻ. അതല്ലാതെ ഇതിൽ കൂടുതൽ നമുക്ക് ഇതിൽ സംസാരിക്കാനില്ല. അത് നടന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ അങ്ങനെ വന്നോണ്ടിരിക്കണമെന്നില്ല. വിസ്ഡം സൂപ്പർ ബസാർ, ഒരു മിനിറ്റ്, വിസ്ഡം സൂപ്പർ ബസാർ യൂണിറ്റിന്റെ ഒരു ലെറ്റർ നമുക്ക് ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്കും KNM സൂപ്പർ ബസാർ യൂണിറ്റിന്റെ ലെറ്റർ വെച്ചിട്ടുണ്ട്. 2 സംഘടനയുടെ ശാഖ ലെറ്ററാണ്. അപ്പൊ വിസ്റ്റത്തിന്റെ ലെറ്റർ എന്ന് പറഞ്ഞാൽ കാളപൂട്ട് പോലാണ്, ഇവിടെ വില ഇല്ലാത്തതാണെന്നാണ് ഇപ്പൊ നിങ്ങൾ പറയുന്നത്. നിങ്ങളെ ലെറ്ററിന് വില ഉണ്ടോ? ഈ സൂപ്പർ ബസാർ വിസ്റ്റം യൂണിറ്റിന്റെ ലെറ്ററിന് വില ഉണ്ടോ? ഇല്ലേ? ആ വിലയിൽ നമുക്ക് സംവാദം നടത്താം. ആ വിലയിൽ സംവാദം. ഇനി ജമിയത്തുൽ ഉലമയുടെ ലെറ്റർ വേണോ? നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങളെ വിസ്റ്റം പണ്ഡിത് സാബ് ഒരു ലെറ്റർ ജമിയത്തുൽ ഉലമക്ക് തരി, നമ്മ ഉടനെ മറുപടി വരും. ഞങ്ങളല്ല ഇത് വെല്ലുവിളിച്ചത്. ഇതിൻ്റെ വെല്ലുവിളിച്ചതും നിങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചതും ആരാണ്? സൂപ്പർ ബസാറിലെ വിസ്ഡത്തിന് കാളവോട്ടിൻ്റെ ലെറ്ററിൻ്റെ വില എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ അങ്ങനെ പറയരുത്. അതല്ല നമ്മൾ പറഞ്ഞത്. നമ്മൾ പറഞ്ഞത് 2 കൂട്ടരും കൊടുത്ത് ഇവിടുത്തെ സഹോദരന്മാർ എന്നും കാണുന്ന ആൾക്കാർ തമ്മിലുള്ള ചർച്ചയിൽ ഉണ്ടായതാണ്. അപ്പോൾ അതിന് ഒരു ഇരിക്കണമെന്ന് ഞങ്ങൾ ഇവിടെ മോമാലി പറയട്ടെ. ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഞങ്ങൾ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മോമാലി പറയട്ടെ. ഞങ്ങളത് മമ്മൂട്ടിയൊക്കെ വന്ന് മോമാലിനോട് ചോദിച്ചു. നമുക്കൊരു ഞായറാഴ്ച ഒരു ഇത്ര ഇശാക്ക് ശേഷം നമ്മളിവിടെ ഇരുന്നിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിന് തീരുമാനിക്കുക. അല്ലാതെ മോമാലി ഇതിന് നാഥൻ ഉണ്ടാവില്ല, ഉത്തരവാദിത്തം ഉണ്ടാവില്ല, ഒരു ഇതുണ്ടാവില്ല, അത് ചെയ്യണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഒരു പ്രസംഗം തന്നെ ഇവിടെ ഉണ്ടാവില്ല, അങ്ങനെ കാര്യങ്ങൾ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് 2 മിനിറ്റ് ഇരുന്ന് പോകുക എന്നുള്ളതിനാണ് പറഞ്ഞു പോയത്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഉദ്ദേശം അതെന്തിന് അന്ന് ഇവരോട് ആവശ്യപ്പെടാനുള്ള സംഗതി അതേന്, വ്യവസ്ഥൻ്റെ ആവശ്യം അതേന്. അത് നടക്കാത്തതുകൊണ്ട്, ആ സംഭവം നടക്കാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ അത് ആവശ്യപ്പെടുന്നു. ഏത്? ജമിയത്തുൽ ഉലമയുടെ കത്ത് വിസ്ഡത്തിന് തന്നാൽ, വിസ്ഡത്തിൻ്റെ പണ്ഡിത സഭയ്ക്ക് തന്നാൽ ഈ സംവാദം നമുക്കിവിടെ തുടർന്ന് പോകാം. ഇല്ലെങ്കിൽ നമ്മൾ കുറേ വർത്തമാനം പറഞ്ഞ് കുറേ റെക്കോർഡ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഇത് നിങ്ങൾ മറുപടി ഉണ്ടോ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതോടെ പിരിച്ചിട്ട് പോകാം. നമ്മൾ ആകെ പറഞ്ഞതും പ്രഗത്ഭരായ പ്രസ്ഥാന നേതാക്കൾ ഈ കേരളക്കളയിൽ പഠിപ്പിച്ച പ്രാർത്ഥനയുടെയും ശിർക്കിന്റെയും നിർവചനം അടിസ്ഥാനമാക്കി കാണിച്ചു തരുവാൻ ഞങ്ങൾ സന്നദ്ധമാണെന്നും അതിനുവേണ്ടി വേദി നിങ്ങൾക്കൊരുക്കാവുന്നതാണ്. നിങ്ങൾ കൊണ്ടുവരുന്ന പണ്ഡിതന്മാരുമായി സംവദിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതിനാൽ അറിയിക്കുന്നു എന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സൂപ്പർ ബസാർ യൂണിറ്റ് പറമ്പിൽ പീടിക PO. ലെറ്റർ, നിങ്ങളുടെ ലെറ്റർ വിസ്ഡത്തിന്റെ ലെറ്റർ ഹെഡിൽ തന്ന സംവാദത്തിന് തയ്യാറാണ്, നിങ്ങൾ ആളെ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? നിങ്ങൾ സൂപ്പർ ബസാറിൽ നിങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാരെ ഞങ്ങൾ സംവാദം നടത്താൻ അതിന് ഞങ്ങൾ ഉറപ്പാണ്. നിങ്ങൾ വരുന്നത് കേരള ജമിയത്തുൽ ആൾക്കാർ അതിന്റെ ലെറ്റർ തരി. ഞാൻ പറയട്ടെ, ഞങ്ങള് ഇവിടെ ഞാൻ സൂപ്പർ ബസാറുകാരനല്ല, ഇവിടെ പറമ്പിടിക്കാരൊക്കെ ഉണ്ട്, സൂപ്പർ ബസാറുകാരനല്ല. ഓക്കെ, ഇവിടെ സൂപ്പർ ബസാറിൽ വിസ്ഡം വിഭാഗവും KNM വിഭാഗവും എല്ലാവരും കൂടിയുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിലെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ആ ചർച്ച പുറത്തേക്ക് വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞെന്താ, അതായത് ഇവിടെ പേര് സൂചിപ്പിക്കുന്ന പ്രശ്നമില്ലാന്ന് തോന്നുന്നു, ഹാറൂൺ റഷീദും ഈ ഇരിക്കുന്ന വിസ്ഡത്തിൻ്റെ യൂണിറ്റ് സെക്രട്ടറി നിങ്ങളും തമ്മിൽ ആ ചർച്ച ഒരു സംവാദത്തിലേക്ക് എത്തുകയാണ്. നിങ്ങളെ പണ്ഡിതന്മാരെ കൊണ്ടുവരിക, ഞങ്ങളെ പണ്ഡിതന്മാരെ കൊണ്ടുവരിക എന്ന രീതി പറഞ്ഞിട്ടാണല്ലോ ഇവിടം വരെ എത്തിയത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ആദ്യ ലെറ്റർ നൽകുന്നത് KNMൻ്റെ യൂണിറ്റ് കമ്മിറ്റിയാണ്. നിങ്ങൾ കത്ത് നൽകുന്നു, അതാണ് നേരത്തെ ഇവിടെ വായിച്ചത്. ശേഷം നിങ്ങൾ നൽകിയ ലെറ്റർ 2 ലെറ്റർ നൽകിയിട്ടുണ്ട്. ആ ലെറ്ററിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ വായിച്ചത്. ഓക്കെ, ഇനി അത് ഞാൻ വായിക്കാം. ആ വായിച്ചതിന് ശേഷം അതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ മതി. അതെ, പറഞ്ഞ് വായിക്കാം. ഇവിടെ ആ വാദം പറഞ്ഞ ശേഷം നിങ്ങൾ പറയാണ്. ഇനി അതല്ല, നിങ്ങൾ ഇന്നത്തെ KJU KNM അന്ന് മടവൂരികൾക്ക് നൽകിയ മറുപടിയും അത് മുഖേന മുജാഹിദുകളെ പഠിപ്പിച്ചതും തെറ്റായിരുന്നു എന്നും ജബ്ബാർ മൗലവിയുടെ പ്രസ്തുത പാരഗ്രാഫ് ശിർക്ക് തന്നെയായിരുന്നു എന്നും നിങ്ങൾ പറയുകയാണെങ്കിൽ
അത് ഞങ്ങളിപ്പോൾ പറയുന്നു, ഇപ്പോൾ ആവർത്തിക്കുന്നു. പറയുകയാണെങ്കിൽ ഇത്രയും സമയം ഞങ്ങൾ ഇവിടെ ഇരുന്ന് പറഞ്ഞെന്താ, ജബ്ബാർ മൗലവിയുടെ ആ ലേഖനത്തിൻ്റെ വരികൾ പച്ച ശിർക്കാണ്. ഒരു സംശയം, ഞാൻ പൂർത്തിയാക്കട്ടെ. പച്ച ശിർക്കാണ്. ആ ശിർക്കാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ, ഇത് പറയുന്ന ആരാ? നിങ്ങളുടെ ലെറ്ററാണ്. പറയുകയാണെങ്കിൽ അതിനുള്ള തെളിവുകളും സ്വാഭാവികമായും നിങ്ങൾ തന്നെയാണ് കൊണ്ടുവരേണ്ടത്. ഓക്കെ, ഞങ്ങൾ കൊണ്ടുവരാണ്. അത് കൊണ്ടുവരേണ്ടത് എവിടെയാണ്? നിങ്ങൾ അവിടെ തയ്യാറാണെന്ന് പറഞ്ഞിട്ടില്ല. ഇനി അടുത്ത ലെറ്റർ വായിക്കാം. ഇനി പ്രഗത്ഭരായ പ്രസ്ഥാന നേതാക്കൾ ഈ കേരളക്കളി അടിസ്ഥാനമാക്കി കാണിച്ചു തരുവാൻ നിങ്ങൾ സന്നദ്ധമാണെങ്കിൽ അതിനുള്ള വേദി നിങ്ങൾക്ക് ഒരുക്കാവുന്നതാണ്. നിങ്ങൾക്കറിയാലോ, ഇവിടെയുള്ള ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയതും KN വിഭാഗമാണ്. നിങ്ങൾ കൊണ്ടുവരുന്ന, ശ്രദ്ധിക്കണേ, നിങ്ങൾ കൊണ്ടുവരുന്ന പണ്ഡിതന്മാരുമായി സംവദിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ പൂർത്തിയാക്കട്ടെ. നിങ്ങൾ കൊണ്ടുവരുന്ന എന്ന് പറഞ്ഞത് ആർക്കുള്ള ലെറ്ററാ? KNMന്റെ യൂണിറ്റ് വിഭാഗങ്ങൾ. നിങ്ങൾ ഓക്കെ, അവിടെ റെഡിയാണല്ലോ. നിങ്ങൾ കൊണ്ടുവരുന്ന പണ്ഡിതന്മാരുമായി ഞങ്ങൾ 3 പണ്ഡിതന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ പണ്ഡിതന്മാരായി കാണുന്നുണ്ടോ ഇല്ല, അത് വേറെ വിഷയം. ഞങ്ങളിവിടെ നിങ്ങൾ കൊണ്ടുവരുന്ന പണ്ഡിതന്മാരുമായി സംവദിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഇതിനാൽ അറിയിക്കുന്നു. ഓക്കെ ആണല്ലോ? ഇനി എന്താ, നിങ്ങളെ വലിയൊരു പേരും ഒപ്പുണ്ട്. ഓക്കെ, ഇനി ഒന്ന് പൂർത്തിയാകട്ടെ. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണോ നമ്മൾ ഇന്നിവിടെ കൂടിയത്? ആണ്. ഓക്കെ, ഇനി നിങ്ങളുടെ ആവശ്യം എന്താണെന്നറിയോ? വ്യവസ്ഥക്ക് മുമ്പ് മറ്റൊരു വ്യവസ്ഥ, അല്ലേ? വ്യവസ്ഥക്ക് മുമ്പ് മറ്റൊരു വ്യവസ്ഥ, അതാണ് നിങ്ങൾ ആവശ്യം. അതായത് നമ്മളിവിടെ എത്ര ആളിരിക്കണം, ആരൊക്കെ വരണം, എന്തൊക്കെ കൊടുക്കണം, കുടിക്കണോ, തിന്നണോ, പോകണോ, എന്തൊക്കെ ഇതിനൊക്കെയാണല്ലോ ഈ സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് നിങ്ങൾ അതിന് ആവശ്യപ്പെട്ട് ആ പേരും പറഞ്ഞിട്ട് എന്തിനാണ് നിങ്ങൾ ഇത് ഒഴിവാകുന്നത്? അത് വാക്കാലുള്ളൊരു വാക്ക്. ഒരു മിനിറ്റ്, അത് വാക്കാലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കാര്യങ്ങളാണ് അല്ലേ? തന്നെ അത് ഒഫീഷ്യലായി കൈമാറിയിട്ടില്ല. ഒഫീഷ്യലായി കൈമാറിയ ലെറ്റർ പേഡിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്ത് ഇന്നിവിടെ ഒരുമിച്ച് കൂടിയത്. ഞങ്ങൾ തയ്യാറാണ്. അതൊന്നും പറയാം. ആ വാദത്തിന്റെ ജബ്ബാർ മൗലവിയുടെ വിഷയമാണ് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നത്. അത് ഞങ്ങൾ ഇന്നും ഉറച്ചു നിൽക്കുന്നത് പച്ച ശിർക്കാണ്, തൗഹീദിന് വിരുദ്ധമാണ്. അതിന് നിങ്ങൾ വ്യവസ്ഥക്ക് തയ്യാറുണ്ടോ, സംവാദത്തിന് തയ്യാറുണ്ടോ? പറയും. എന്തെങ്കിലും ന്യായം പറഞ്ഞിട്ട് നിങ്ങൾ ഇന്നിവിടെ വന്നത് ഞങ്ങൾ മനസ്സിലാക്കിയത് ഈ വ്യവസ്ഥ എങ്ങനെയെങ്കിലും കൊളാക്കി സംവാദം നടത്താതിരിക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ നോക്കി കൊളാക്കാൻ നിങ്ങൾ ഇവിടെ വന്നത് അല്ലേ? പണ്ഡിതന്മാരുമായി സംവദിക്കാൻ തയ്യാറെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു മിനിറ്റ്, നിങ്ങൾ വിശ്വസിക്കുന്ന ആദർശം വെട്ടി തുറന്ന് പറയാൻ നിങ്ങൾക്ക് തയ്യാറാണ്. പിന്നെ എന്താ ഈ ആദർശങ്ങൾ നടക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളെ പണ്ഡിതന്മാര് ഞങ്ങൾ ആളുടെ പെടുത്തി, നിങ്ങളെ പണ്ഡിതന്മാര് അവർ പ്രചരിപ്പിക്കുന്ന പ്രബോധനം ചെയ്യുന്ന വിഷയം നാട്ടിലെ ജനങ്ങളോട് പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിനൊരു നിയന്ത്രണോ ഒരു മോഡറേറ്ററോ ഒന്നും ഞങ്ങൾക്ക് ഇതിന് ആവശ്യപ്പെടാൻ വേണ്ടി നിന്ന് ഇതിപ്പോ കാളപോട്ട് ഇപ്പൊ നടത്തുന്ന മാതിരി എന്താ നടത്തുന്നത്? ഇങ്ങനെ പറഞ്ഞു പോണേ. ഒരു ആരാ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞു വേണ്ട, നിങ്ങൾ പറഞ്ഞു. എന്നോട് പറഞ്ഞു ആദ്യം ഒന്ന് കൂടിയിട്ട് ഇതിന് എങ്ങനെയാണ് വ്യവസ്ഥ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. എന്തിനാ ഇരിക്കുന്നത് ചോദിച്ചോ? ഞങ്ങൾ ചോദിച്ചു എന്നോട് എന്തിനാ അവിടെ ഇരിക്കണതെന്ന്. അപ്പൊ എന്താ പറഞ്ഞത്? എനിക്കറിയാം. ഈ ചർച്ച വരണം. പിന്നെന്ത്? അപ്പൊ ഇജി പറഞ്ഞു അതിന്റെ ഒന്നും ആവശ്യമില്ല, അത് കൂടേണ്ട ആവശ്യമില്ല. ഒരു മിനിറ്റ്, അല്ല ഒന്നും കൂടെ ക്ലിയർ ചെയ്താ. അപ്പൊ ഇപ്പൊ ലെറ്റർ ഇവിടെ വായിച്ചു. ലെറ്ററൊക്കെ ശരി തന്നെയാണ്, എല്ലാ സംഗതി അതിൽ പറഞ്ഞതൊക്കെ ശരിയാണ്. അത് നമ്മൾ തെളിവ് ഹാജരാക്കണമെന്നൊക്കെ, ഈ തെളിവൊക്കെ ഹാജരാക്കൽ നമ്മൾ സംവാദത്തിൽ ഇവിടെ അല്ല. ഇവിടെ ഇപ്പം അത് പറയേണ്ട വിഷയമല്ല. നമ്മൾ വിഷയം പറയുമ്പോൾ ശിർക്കാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ശിർക്കാണെന്ന് എങ്ങനെ അത് ശിർക്ക് വരലത് എങ്ങനെയാണെന്ന് നിങ്ങൾ അവിടെ തെളിയിക്കും. അത് എങ്ങനെയാണ് ശിർക്ക് ആകാതിരിക്കാനുള്ള കാരണം എന്താണ്, എന്തുകൊണ്ടാണ് അത് അങ്ങനെ വന്നത് എന്നുള്ളത് അവിടെ മറ്റൊന്നും തെളിയിക്കും. അതൊക്കെ നമ്മളിപ്പോൾ പറയുന്നത് ഇതിൻ്റെ ഈ സംഗതി ഇപ്പം തന്നെ ഇതിന് പോണ രൂപം നമ്മൾ കണ്ടില്ലേ? ഇപ്പം തന്നെ ഇതിൻ്റെ രൂപം നമ്മൾ മനസ്സിലായി. ഈ രൂപം ഞങ്ങളെ മാറിയത്തേക്കല്ല, ഞങ്ങൾ അന്നും ഇന്നും എന്നും പറയുന്ന ഒരു വർത്താനം മുഹമ്മദ് അതിനോട്, അതാണ് നമ്മൾ ഈ ചർച്ചയ്ക്ക് മുമ്പേ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇതൊന്ന് ഇരുന്ന് ഒരു വ്യവസ്ഥ ആക്കി എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 15 ആളുണ്ടാവും. ഇങ്ങനെ ഓരോ ദിവസവും ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകാണ്ട് പറയും.
ഇത് അപ്പൊ ഇതിന്റെ ഒരു വ്യവസ്ഥ വരണം. അതുകൊണ്ട് അപ്പൊ ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ മനസ്സിലായി, പറഞ്ഞ ക്ലിയർ ആണ്. ഒന്ന് പറയട്ടെ, ഞാൻ പറഞ്ഞു 2 യൂണിറ്റുകൾ ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു ലെറ്റർ ഇന്നലെ രാത്രി വരെ ലെറ്റർ വേണം പറഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രി വരെ ഞങ്ങൾ പറയട്ടെ വ്യവസ്ഥ ചെയ്താ കൂടുമ്പോഴാ ഏത് ലോകത്തൊക്കെ ജീവിക്കണേ. ഒരു സംവാദത്തിന് വ്യവസ്ഥ ചെയ്താൽ കൂടുമ്പോ അവിടെ വെച്ചിട്ട് പറയാന്ന് ഏത് ലെറ്ററിന്റെ സെക്രട്ടറി ഹനീഫ് കായക്കൂടി വരുന്ന പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ല, ഈ മുഹമ്മദ് അലി പറഞ്ഞു. ഈ മുഹമ്മദ് അലി പറഞ്ഞത് ഹനീഫ് കായക്കൂടി വരുന്നു. അതാ സെക്രട്ടറി മറ്റേ മുഹമ്മദ് അലി അബൂക്കറാക്ക് അവിടെ ഉണ്ട്. അബൂക്കറാക്കൊക്കെ ഉണ്ടാവും വിളിച്ച് പറയുന്ന രംഗങ്ങളുണ്ട്. അയാൾ തന്നെ പറഞ്ഞു ഹനീഫ് കായക്കൂടി വരും. അപ്പൊ നമുക്ക് ഹനീഫ് കായക്കൂടി വരുമ്പോ തീർച്ചയായിട്ടും ഹനീഫ് കായക്കൂടിനോട് ഞങ്ങൾക്ക് നിങ്ങളെ ലെറ്റർ തരീന്ന് പറയാ. ആ ഒരു ചാൻസിലാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഹനീഫ് കായക്കൂടി വരുന്ന പറഞ്ഞത്. ഹനീഫ് കായക്കൂടി എവിടെ? ഹനീഫ് കായക്കൂടി വരുന്ന പറഞ്ഞത്. ആ ഹനീഫ് കായക്കൂടിയാണ് വരുന്നത്. അപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത് ലെറ്റർ. അപ്പോഴാണ് സെക്രട്ടറി ഹനീഫ് കായക്കൂടി വരും എന്ന് ഞങ്ങളുടെ ലെറ്ററിൽ എവിടെ പറഞ്ഞു? ഞങ്ങളുടെ ഒഫീഷ്യൽ ലെറ്ററിൽ എവിടെ പറഞ്ഞു? നാട്ടിൽ നിങ്ങൾ തമ്മിൽ പല വർത്താനം ഉണ്ടാവും. അല്ല, സൂപ്പർ ബസാർ യൂണിറ്റിന്റെ ലെറ്ററിൽ കായക്കൊടി വരും എന്ന് പച്ചക്കള്ളാണ് നിങ്ങൾ. ഞങ്ങൾ ഒഫീഷ്യൽ അങ്ങനെ ഒരു സംസാരം ഉണ്ടായി. സെക്രട്ടറി സൂപ്പർ ബസാറിലെ സെക്രട്ടറി സംസാരം നോക്ക്. ലെറ്റർ ഹെഡിൽ നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഇതിന്റെ പ്രശ്നം എന്താ അറിയോ? ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്ന വാദം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറയാൻ ധൈര്യമില്ല. അതാണ് നിങ്ങളുടെ പ്രശ്നം. ജിന്നിനോട് സഹായം ശിർക്കല്ല എന്ന വാദം KNM-ന്റെ മുമ്പിൽ ഒഫീഷ്യലായി ഒരു സംവാദവേദിയിൽ പറയാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഹലോ സാലിസ, ഞാൻ വിചാരിച്ചത് കുറച്ചൊക്കെ ഒരു മര്യാദ ഉണ്ടാവും സാലിസിന് എന്നാ വിചാരിച്ചത്. ഒരാൾ പറയുമ്പോ അതിന്റെ ഇടയിൽ കയറിയല്ല പറയല്. സാലിസിന്റെ മര്യാദ കൂടുതലാണ്. മര്യാദ കൂടുതലായിട്ട് ലെറ്റർ പേടുള്ള കാര്യം സംസാരിക്കും. നിങ്ങൾ വ്യവസ്ഥക്ക് തയ്യാറുണ്ടോ? ഞാൻ പറയട്ടെ, വ്യവസ്ഥക്ക് തയ്യാറുണ്ടോ? ജമിയത്തുൽ ഉലമന്റെ കത്തുമായി വന്നാൽ ഞങ്ങൾ ഈ വ്യവസ്ഥ ജിന്നിനോടുള്ള സഹായം ശിർക്കാണെന്നുള്ളത് ഞങ്ങൾക്ക് അഭിപ്രായ മനസ്സിലായി. സാലിസ് അതിന്റെ ഇടയിൽ പറഞ്ഞു ജിന്നിനോടുള്ള സഹായത്തേട്ടോ ശിർക്കല്ല എന്ന് വാദം. ഞങ്ങൾക്ക് അങ്ങനെ വാദമില്ല. ജിന്നിനോടുള്ള സഹായത്തേട്ടോ ശിർക്കാകണതോ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചർച്ച നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഈ സാലിസ് പഠിപ്പിച്ചിട്ടില്ല. ഏത് ജിന്നിനോട് ജിന്നിനോടുള്ള നിങ്ങൾ പറഞ്ഞ വരികൾക്കിടയിൽ നിങ്ങൾ അതിങ്ങനെ പറയും ജിന്നുകൾക്കുള്ള ഞങ്ങൾ ഇവിടെ ഈ സാലിസും എന്താ പറഞ്ഞത്? ജിന്നിനോട് എന്താ നിങ്ങളൊക്കെ പറഞ്ഞില്ലല്ലോ, നിങ്ങൾ ക്ലാസ് എടുത്ത് തൊട്ടില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഇത് സംസാരിക്കാൻ ഞങ്ങളില്ല. നിങ്ങൾക്ക് ജമിയത്തുൽ ഉലമന്റെ കത്തുമായി വന്ന് സംവാദം നടത്താൻ കഴിയുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഇത് ഇവിടെ എന്താ പറയാ? മറ്റേ നമ്മളെ ജബ്ബാർ മൗലവിന്റെ ലേഖനത്തിൽ ശിർക്കുണ്ട് എന്ന് തെളിയിച്ചു തന്നാല് നന്ദി പള്ളി കൊടുക്കാന്ന് പറഞ്ഞാണ്ട് വലിയ വിടലും വിട്ടാൽ അല്ല സമ്പാദ്യം. അപ്പൊ ഇതില്ല ഞങ്ങൾക്ക്. നിങ്ങൾ പറഞ്ഞ സിഡിയും അനസിന്റേതും ഹനീഫന്റേതും മാത്രം മതി. ജബ്ബാർ മൗലവിയുടെ ഇതിൽ ശിർക്കില്ല. അത് മതി. നിങ്ങൾ അന്ന് ഖുർആൻ സുന്നത്ത് മാഷോട് പറയട്ടെ. ഹനീഫ് കായക്കൂടിയും അനസ് മൗലവി അന്ന് ഖുർആനാണോ പറഞ്ഞിരുന്നത്? അന്ന് ഖുർആന്റെ എതിരായിരുന്നോ പറഞ്ഞത്? അത് നമുക്ക് സംവാദത്തിൽ ചർച്ച ചെയ്യാം. നമുക്ക് വ്യവസ്ഥ ചെയ്താലോ? വ്യവസ്ഥ ചെയ്താലോ? നിങ്ങൾ KJUന്റെ സെക്രട്ടറി ഹനീഫ് കായക്കൂടി അതിനാണ് സംവാദം. അതിനാണ് സംവാദം. അതിന് തയ്യാറുണ്ടോന്നാ ചോദിച്ചത്. തയ്യാറുണ്ടോന്നാ ചോദിച്ചത്. പറഞ്ഞത് സംവാദത്തിന് റെഡി ഉണ്ടെന്നാ പറഞ്ഞത്. അവിടെ വ്യവസ്ഥ ചെയ്താൽ നമുക്ക് അതല്ല പറഞ്ഞത്. ഇത് ഇപ്പൊ കണ്ടോ? ഇപ്പൊ ഈ സംവാദം വ്യവസ്ഥ എഴുതുന്നത്, ഈ സംവാദ വ്യവസ്ഥ എഴുതുന്നോട്ടുള്ള കോലങ്ങൾ കണ്ടോ? ഇങ്ങനെയല്ല. ഇതാണ് പറഞ്ഞത്. ഇപ്പൊ ആരുമില്ല ഇവിടെ. ഇപ്പൊ മുഹമ്മദ് അലി ഇല്ല, ഇവിടെ പറഞ്ഞോലില്ല, ആരുമില്ല. ഞങ്ങൾ അന്ന് അവനെ മാത്രം അവ കളവ് പ്രചരിപ്പിച്ചപ്പോഴാണ് അത് പറഞ്ഞത്. അവ കളവ് അതാണ് പറഞ്ഞത്.
നിങ്ങളെ പറ്റിയിട്ട് ഇയാൾ പറയാണ് ഇപ്പോ നോണ പറയുന്ന ആളാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കാൻ പാടില്ല പറഞ്ഞാൽ നിങ്ങൾ ജീവിച്ചു പോണ്ടേ? നോണ പറയുന്ന ആളാണ്. അബൂബക്കർ സാഹിബ് ഈ പറഞ്ഞ നിങ്ങൾ അബൂബക്കർ സാഹിബ് നിങ്ങളിപ്പോ ഈ പറഞ്ഞ കാര്യം മോമൂട്ടി ഇത് നേരിട്ട് ഇവരോട് പറഞ്ഞതാ. നിങ്ങളതൊന്നും അറിഞ്ഞിട്ടില്ല. ഇത് ഈ ഇവരോട് 4 ദിവസം എന്തൊക്കെ വർത്താനം ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ നാട്ടിൽ പറഞ്ഞോ? നോക്ക് നിങ്ങൾ നാട്ടില് അതല്ല പറയുന്നേ. അല്ല ഇത് കേക്ക്. അല്ല നിങ്ങളോട് ഒരു കാര്യം പറയുന്നത്, നിങ്ങൾ നാട്ടുകാർ തമ്മിൽ എന്ത് ചർച്ച നടത്തി എന്നത് ഇവിടെ വന്ന് പറയണ്ട. ഞങ്ങൾക്ക് ലെറ്റർ കിട്ടിയിട്ടുണ്ട്. വിസ്ഡം സൂപ്പർ ബസാർ യൂണിറ്റിന്റെ ലെറ്റർ കിട്ടിയിട്ടുണ്ട്. KNMന്റെ ലെറ്റർ തിരിച്ചു തന്നിട്ടുണ്ട് യൂണിറ്റിന്റെ. ആ വ്യവസ്ഥ ലെറ്റർ അനുസരിച്ചിട്ട് നിങ്ങൾ ഇന്ന് വ്യവസ്ഥ എഴുതാൻ വരുന്നവരാണ്. നിങ്ങൾ തയ്യാറുണ്ടോ? വ്യവസ്ഥ സമ്പാദത്തിന് എഴുതാൻ തയ്യാറുണ്ടോ? ഞങ്ങൾ ആ വ്യവസ്ഥ എഴുതാൻ ഞങ്ങൾ വന്നതാണ്. വ്യവസ്ഥ എഴുതാൻ വന്നല്ലേ? അല്ലല്ല ഇപ്പൊ നിങ്ങൾ സമ്മതിച്ചല്ലോ. വ്യവസ്ഥ എഴുതാൻ വന്നതിന് സമ്മതിച്ചല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നിങ്ങൾ തുറന്നു പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ തുറന്നു പറഞ്ഞു. ഇവരിപ്പോ ഒഴിഞ്ഞു നടക്കുകയാണ്. ഈ ഒഴിഞ്ഞ ഇന്നലും പറഞ്ഞിക്കണേ. ആ നിങ്ങൾ ഇന്ന് വന്നത് നിങ്ങളെ ഇവരെ ഇരിക്കാൻ വേണ്ടി വിളിച്ചിരുന്നോ? ഇന്നോ പറഞ്ഞതാണ്. ഓക്കെ ഇന്ന് അല്ലല്ല ഒറ്റ മിനിറ്റ് ഞാൻ അല്ല ഇത് പറയാനാണ് എന്നോട് ഞങ്ങൾ ഇരിക്കാന്ന് പറഞ്ഞത്. ഇത് പറയാനാണ് എന്നോട് ഞങ്ങൾ ഇരിക്കാൻ പറഞ്ഞത്. അപ്പൊ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ വ്യവസ്ഥ ഞങ്ങൾ വരുന്ന പറഞ്ഞത് ഞങ്ങൾ ഇരിക്കുന്നു പറഞ്ഞു ഇവിടെ എല്ലാ വ്യവസ്ഥ എങ്ങനെ ഇതല്ലതിന്റെ മോഡറേറ്റർ ഇതല്ലേ അന്നേറ്റല്ല എത്തുകുത്തുകളും നടന്നതും സംസാരിച്ചതും എല്ലാ പ്രശ്നങ്ങളും ഞാൻ അന്ന് മമ്മൂട്ടിയാക്കാനോട് പറഞ്ഞേ. ആര് പറഞ്ഞത് തലേ ദിവസം വരെ പല തവണയും വന്നിട്ട് എന്റെ ഇന്നാക്കിന് ഹലോ ആളുകൾ ഓഡിയൻസിന് പറഞ്ഞു. നിങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞ് പിന്നെ അതുപോലെ തന്നെ മോഡറേറ്റർ 4 പണ്ഡിതന്മാർ വരണം എന്നറിഞ്ഞ് പിന്നെ നിങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞ് ഞാൻ പറഞ്ഞത് ഇതെങ്ങനെയെങ്കിലും നടക്കണം. ഈ സംഭവം നടക്കണം. വ്യവസ്ഥ ചെയ്താൻ വന്നതല്ലേ? നിങ്ങളിപ്പോ വ്യവസ്ഥ ചെയ്താൻ വന്നല്ലേ? ആണല്ലോ. അപ്പൊ ആ വ്യവസ്ഥ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ വ്യവസ്ഥ ചെയ്താൻ വന്നതല്ലേ? നിങ്ങൾ വ്യവസ്ഥ ചെയ്താൻ വന്നല്ലേ? നമുക്ക് വ്യവസ്ഥ ചെയ്താൻ വന്നതല്ലേ? ആദ്യത്തെ വ്യവസ്ഥ ഞങ്ങൾക്ക് പറഞ്ഞു. നിങ്ങൾ ജമിയത്തുൽ ഞാൻ ഇന്നലെയും വിളിച്ച് ഇപ്പൊ വരൂലെന്ന് ഉറപ്പ് അപ്പോഴും പറഞ്ഞില്ല. നിങ്ങളെ ലെറ്ററിനൊരു മാന്യത വേണ്ടേ? നിങ്ങളെ ലെറ്ററിനൊരു മൂല്യം വേണ്ടേ? വിസ്റ്റത്തിന്റെ യൂണിറ്റിന്റെ ലെറ്ററിൽ വ്യവസ്ഥ എഴുതാൻ വിളിച്ചിട്ട് ഇവിടെ വന്നപ്പോ പറയാണ് വ്യവസ്ഥ എഴുതണമെങ്കിൽ ആദ്യം വ്യവസ്ഥ ഉണ്ടാക്കണമെന്ന്. ഇത് വ്യവസ്ഥ എഴുതാൻ എന്റെ പൊന്നെ എന്താണ് എന്ത് പറ്റിയ വ്യവസ്ഥ നമ്മളതല്ല പറഞ്ഞത്. നമ്മൾ അനീഫ് കായക്കൂടി വരുന്നത് നമുക്ക് ഈ കത്ത് കിട്ടണം. അനീഫ് കായക്കൂടി വരുന്ന ലെറ്റർ ഹെഡിലുണ്ട്. അനീഫ് കായക്കൂടി വരുന്ന ഞങ്ങൾ തന്ന ഒഫീഷ്യൽ ലെറ്ററിലുണ്ട്. അവരിവര് പറഞ്ഞ പറയല്ലേ ഞങ്ങൾ തന്ന ലെറ്ററിലുണ്ടോ? നിങ്ങൾക്കിപ്പോ വ്യവസ്ഥ എഴുതാൻ പറ്റുമോ? നിങ്ങൾക്കിപ്പോ വ്യവസ്ഥ എഴുതാൻ പറ്റുമോ? സംസാരിച്ചതും ബന്ധപ്പെട്ടതും ഞങ്ങളെ ഒഫീഷ്യലായിട്ട് സൂപ്പർ ബസാർ KNM യൂണിറ്റ് ഞങ്ങളെ ഏൽപ്പിച്ചതാണ്. ഏൽപ്പിച്ചോട്ടെ. ഹലോ, ലെറ്ററിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ വന്നത് ആണോ? ലെറ്ററിന്റെ അടിസ്ഥാനത്തിലാണ് വന്നത്. ഹലോ 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 ആ ഹലോ ഇതേ സൗണ്ട് പറ. ഹലോ നമ്മളിവിടെ വന്നത് ഞാനും നിങ്ങളും 2 ടീം ഇവിടെ വന്നത് നമ്മൾ മറുപടി പറയട്ടെ. ലെറ്ററിന്റെ അടിസ്ഥാനത്തിലാണോ വന്നത്? ഇവര് തമ്മിലുണ്ടായ സംസാരങ്ങളും അതിനുള്ള മറുപടികളും കാര്യങ്ങളും ഒക്കെ എന്താണ്? ഇവര് തമ്മിലുണ്ടായിട്ടുള്ള സംസാരങ്ങളും ഇതൊക്കെ ഉണ്ടായത് സംഗതി ഇതിനാണ് ഞങ്ങൾ അവിടെ വന്ന് ഇരിക്കാം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമ്മൾ ഇരിക്കണം മോമാലിയ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആവശ്യപ്പെട്ടു വന്നു. അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ
ഇല്ല അംഗീകരിച്ചിട്ടില്ല. ഞങ്ങൾ അംഗീകരിച്ച് നമ്മൾ സംവാദത്തിന് വരുമ്പോ നമ്മളെ അതല്ല, നിങ്ങൾ തമ്മിൽ കുറെ ചർച്ച നടന്നു. നാട്ടുകാരായ നിങ്ങൾ തമ്മിൽ കുറെ ചർച്ച നടന്നു. ഈ ചർച്ചകൾ അവസാനം ഒരു ഒഫീഷ്യൽ ലെറ്ററിൽ വന്നു. ആ ലെറ്ററാണ് പരിഗണിക്കേണ്ടത്. അതിന് മുമ്പോ പിമ്പോ നിങ്ങൾ നാട്ടുകാർ പലതും പറഞ്ഞിട്ടുണ്ടാവും. ഈ വ്യവസ്ഥ എഴുതാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇപ്പൊ വ്യവസ്ഥ എഴുതാൻ പറ്റുമോ? സംവാദത്തിന് വ്യവസ്ഥ എഴുതാൻ പറ്റുമോ? അല്ല, നിങ്ങൾ ഇന്നലെ വരെ ചോദിച്ചിട്ടില്ല. ഞങ്ങള് ഞാൻ ചോദിക്കുന്നതല്ല, നിങ്ങൾക്ക് സംവാദത്തിന് വ്യവസ്ഥ എഴുതാൻ പറ്റുമോ? അപ്പൊ അതാദ്യം പറയണ്ടേ? ഇന്നലെ വരെ പറഞ്ഞോ KJയുടെ ലെറ്റർ കിട്ടിയെങ്കിൽ സൂപ്പർ ബസാർ യൂണിറ്റ് വരുമെന്ന് ഇന്നലെ വരെ പറഞ്ഞോ? ഇന്ന് കാലത്ത് പറഞ്ഞോ? സംവാദത്തിന് വ്യവസ്ഥ ഇതായിരുന്നപ്പോ പുതിയ കണ്ടീഷൻ, ഒളിച്ചോടാനുള്ള കണ്ടീഷൻ ഒന്നാമത്തെ വ്യവസ്ഥ അതാണ്. ഞങ്ങൾ ഇവിടെ വന്നത് വ്യവസ്ഥക്കിരിക്കാനാണ്, വ്യവസ്ഥ എഴുതാനാണ്. ജബ്ബാർ മൗലവിയുടെ വാദവുമായി ബന്ധപ്പെട്ട് KNM പറയുന്നു പച്ച ശിർക്കാണ്. ഇതിന് വിസ്ഡം വിഭാഗം വ്യവസ്ഥക്ക് എഴുതാൻ തയ്യാറുണ്ടോ? വ്യവസ്ഥക്ക് തയ്യാറുണ്ടെങ്കിൽ കേരള ജമിയത്തുൽ ഉലമയുടെ കത്ത് നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ വ്യവസ്ഥ എഴുതാൻ നിങ്ങൾക്ക് എന്താ കത്ത് തരാൻ? വിശ്വസിക്കുന്ന ആദർശം ശരിയാണെങ്കിൽ ഒന്ന് പറയട്ടെ, നിങ്ങൾക്ക് കത്ത് വേണമെന്ന് നിങ്ങൾ എപ്പോഴാ പറയുന്നത്? ജമിയത്തുൽ ഉലമയുടെ കത്ത് വേണമെന്ന് നിങ്ങൾ എപ്പോഴാ പറയുന്നത്? ഞങ്ങളെ മുമ്പിൽ വ്യവസ്ഥ ചെയ്താൽ വന്നപ്പോ എവിടെ ജമിയത്തിന്റെ കത്ത് എവിടെ? നിങ്ങൾ ചോദിച്ചു ജമിയത്തിന്റെ കത്ത് എവിടെ ചോദിച്ചു? ഒഫീഷ്യലായിട്ട് നിങ്ങളെ ലെറ്ററിൽ അങ്ങനെ ആവശ്യമില്ല. നിങ്ങളുടെ ലെറ്ററിൽ ആവശ്യം അങ്ങനെ ഉന്നയിച്ചിട്ടില്ല. മുന്നേ നിങ്ങൾ നാട്ടുകാർ പലതും പറഞ്ഞിട്ടുണ്ടാവും. ഒഫീഷ്യൽ ലെറ്ററിലാണ് ചർച്ച. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞ നാട്ടുകാരുടെ അഭിപ്രായം അനുസരിച്ചല്ല. ഞങ്ങളോട് ചോദിക്കണ്ടല്ലോ നിങ്ങൾ ഞങ്ങളോട് ചോദിക്കണ്ടല്ലോ, നിങ്ങൾക്ക് എന്താ വാദം എഴുതാൻ, അല്ലെങ്കിൽ നിങ്ങളെ വാദങ്ങൾ ആദർശം പറയും. അതേ ചോദ്യം തന്നെ തിരിച്ച് നിങ്ങളോടും ചോദിക്കണേ. നിങ്ങളെ വാദം, നിങ്ങൾ പറയുന്ന ഈ വാദം എന്തേ ജമിയത്തുൽ ഉലമക്ക് കത്ത് തരാൻ മടി? എന്താ മടി? എന്താ അത് കിട്ടിയാൽ അതെന്താ? അതാണ് ഞങ്ങളെ ചോദ്യം. ഞങ്ങളിവിടെ ആദ്യം ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ഇവരോട് ആദ്യം ഈ വിഷയങ്ങൾ പറയണ്ട്. ഈ വിഷയങ്ങള് നമ്മൾ അതിനാണ് ഇവിടെ മുഹമ്മദ്. അപ്പൊ ഇതൊക്കെ എന്താക്കി നിസ്സാരമാക്കി കളഞ്ഞുകാണ്ട് ഇപ്പൊ ഇവിടെ അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയതാണ്. സംവാദ വ്യവസ്ഥ ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയ പോസ്റ്ററുകളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പോസ്റ്ററുകളും ഈ ഒരു സംവാദ വ്യവസ്ഥ ഇതാൻ വന്ന് ഞാൻ ചോദിക്കുന്നത്, സംവാദ വ്യവസ്ഥ ഇതാൻ വന്ന് നിങ്ങൾക്ക് ഇങ്ങനൊരു വാദം ഉണ്ടെങ്കിൽ ഇന്നലെ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാമായിരുന്നില്ലേ? ഞങ്ങൾക്ക് KJയുടെ ലെറ്റർ വേണമെന്ന് അത് ഇന്നലെ ടെക്സ്റ്റ് ചെയ്യായിരുന്നില്ലേ? ഇപ്പൊ വ്യവസ്ഥ ചെയ്താൽ വന്നപ്പോ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് ഇതാ KJയുടെ ലെറ്റർ വയ്ക്കുന്നത്. എന്താ ഇന്നലെ ചോദിക്കാനത്? മനഃപൂർവ്വം ചെയ്യാനാണത്. ഞങ്ങൾക്ക് കൂടുതലാ ഓപ്പറേറ്റർമാരാ. അത് സത്യത്തിന് കുറച്ച് ഹക്കിന് കുറച്ച് ശബ്ദം കൂടുതലുണ്ടാവും. അതുകൊണ്ടാണ് ഹക്കിന് ശബ്ദം കൂടുതലുണ്ടാവും. അതുകൊണ്ടാണ് അല്ല ഓപ്പറേറ്റർമാർ കുറ്റം പറയണ്ട. ഹക്കിന് സൗണ്ട് കൂടുതലുണ്ടാവും. അല്ല അതിനും വേണ്ടി നടക്കുന്ന കുറെ കാലം ഒരാൾ സംസാരിക്കും. പിന്നെ അല്ല സുൽഫി ഒരു കാര്യം, ഈ കത്ത് തരി ജമിയത്തുൽ ഉലമയുടെ കത്ത് തരി. നിങ്ങൾ ആരെ ഏൽക്കാനുള്ളത്? അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോ നിങ്ങൾ സംവാദ വ്യവസ്ഥ തയ്യാറാണോ? തയ്യാറാണ്. കത്ത് കിട്ടിയാൽ എഴുതാൻ KJയുടെ കത്തോ? അപ്പൊ നിങ്ങൾ അത് ഇന്നലെ പറയണ്ടേ? നിങ്ങളെ ലെറ്ററിൽ പറയണ്ടേ? KNM അനീഫ് കായക്കൊടിനെ കൊണ്ടുവരാമെന്ന് KNMന്റെ ഓഫീസ് ലെറ്ററിൽ പറഞ്ഞിട്ടേ ഇല്ല. ഞങ്ങൾ കൊണ്ടുവരുന്ന പണ്ഡിതന്മാരുമായി സംവാദ വ്യവസ്ഥ എഴുതാമെന്ന് നിങ്ങളാണ് പറഞ്ഞത്. നിങ്ങളെ അല്ല കേരള നടുവത്ത് മുജാഹിദീൻ പറമ്പിൽ പീടിക KNMന്റെ പറമ്പിൽ പീടിക യൂണിറ്റ് നിങ്ങൾക്ക് കത്ത് തന്നപ്പോ ആ കത്തിന് സൂപ്പർ ബസാർ KNM സൂപ്പർ ബസാർ അല്ലല്ല നിക്ക് ഞാനും സംസാരിച്ചോട്ടെ. KNM സൂപ്പർ ബസാർ നിങ്ങൾക്കൊരു ലെറ്റർ അയാളെ വിളിക്കാം. സമ്മതാണോ? നിങ്ങൾ പുറത്താക്കിയ ഇവിടുത്തെ KNM ഞങ്ങൾ വിളിക്കാം. അല്ല ആളെ വിളിക്കാം. ആള് പറയട്ടെ.
ആള് പറയട്ടെ നീ. ഇതൊക്കെയാണ് അല്ല അനീഫലോട് ചോദിച്ചല്ലേ ലെറ്റർ? അനീഫുള്ള സെക്രട്ടറി അല്ലേ? KJന്റെ സെക്രട്ടറി അല്ലേ? അനീഫലോട് ചോദിച്ചു. പിന്നെ അനീഫലോട് ചോദിച്ചില്ലേ ചങ്ങായിമാരെ, നിങ്ങൾക്ക് ലെറ്റർ ചോദിക്കാനാണ് നിങ്ങളിപ്പോ ഇന്ന് വന്നത്? ഞങ്ങളോട് KJന്റെ ലെറ്റർ ചോദിക്കാനാണോ വ്യവസ്ഥ എഴുതാനാണോ? അതെ, നിങ്ങൾ വ്യവസ്ഥ എഴുതാനുണ്ടോ? ഞാൻ ചോദിക്കുന്നതാണ്. നമുക്കിപ്പോ വ്യവസ്ഥ എഴുതാൻ പറ്റുമോ? സംഭവത്തിന് വ്യവസ്ഥ എഴുതാൻ പറ്റുമോ? വ്യവസ്ഥ എഴുതാം. ഈ കത്തുകൾ കൊണ്ടുവരിക, കണ്ടുകൊണ്ടുവന്നാൽ വ്യവസ്ഥ എഴുതാം, സംവാദം നടത്താം, ഒക്കെ എഴുതാം. എന്തേ നിങ്ങളിപ്പോ വ്യവസ്ഥ എഴുതാൻ സമ്മതിക്കാത്തത്? എന്തേ വ്യവസ്ഥ എഴുതാൻ സമ്മതിക്കാത്തത്? ഞങ്ങളെ ചോദ്യതാണ്. വ്യവസ്ഥ എഴുതാൻ വന്ന നിങ്ങൾ എന്തുകൊണ്ട് പിന്തിരിയുന്നു? ചോദ്യം ഇതാണ്. വ്യവസ്ഥ എഴുതാൻ വന്ന നിങ്ങൾ എന്തുകൊണ്ട് പിന്തിരിയുന്നു? ഞങ്ങളെ ചോദ്യം കത്ത് തരാൻ പറ്റുമല്ലേ? അല്ല, ഈ KNM നിങ്ങൾക്ക് തന്ന ലെറ്റർ, KNMന്റെ ലെറ്റർ തരുമ്പോ നിങ്ങൾ എന്തുകൊണ്ടാണ് കേരള ജമിയത്തുൽ ഉലമയുടെ കത്ത് കിട്ടിയെങ്കിൽ ഞങ്ങൾ വ്യവസ്ഥയ്ക്കിരിക്കോളും പറഞ്ഞെന്ത്? എന്ത് ഇവിടെയുള്ള അത് പറയാനാണ് ഞങ്ങൾ ഇവിടെ കൂടാൻ പറഞ്ഞത്. അല്ലല്ലോ, കത്തിലല്ലോ, കത്തന്നല്ലോ. നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പില് വേണ്ട എന്ന് പറഞ്ഞു കണ്ട് ഞങ്ങൾ ചോദിച്ചങ്ങളോട് എന്തിനാണ് പറഞ്ഞേ? ചോദിച്ചല്ലേ? പറഞ്ഞ അതിനൊന്നും ആവശ്യമില്ല. ഇവിടെ ഇതൊക്കെ ഞങ്ങൾ പറയണം. അപ്പൊ ഞങ്ങൾ പറഞ്ഞല്ല എന്നോട്. അതെ, ഞങ്ങൾ പിന്നെ ഏതായാലും ഇവിടെ വന്നിട്ട് പറയാന്ന് വെച്ച് ഇവിടെ വന്നിട്ട് വ്യവസ്ഥയിൽ വരുമ്പോ ഒന്നാമത്തെ വ്യവസ്ഥ ഞങ്ങൾ ആവശ്യം. നിങ്ങളെ ഗതികേട് ഞങ്ങൾക്ക് അറിയും. നിങ്ങളെ ഗതികേട് നമുക്ക് മനസ്സിലാവും. നിങ്ങളെ വാദവുമായി ബന്ധപ്പെട്ട് ഫൈസൽ മുസ്ലിയാരോ അബ്ദുൽ മാലിക് സലഫിയോ നിങ്ങളെ ഒരു പണ്ഡിതന്മാർ ഈ വാദവുമായിട്ട് ഇപ്പൊ നടക്കുന്നില്ല. അവരെ കൊണ്ട് കഴിയൂല. നിങ്ങൾ തന്നെ KNMന്റെ ലെറ്റർ കിട്ടിയപ്പോ നിങ്ങളെ പണ്ഡിതന്മാരുമായി നിങ്ങൾ ബന്ധപ്പെട്ടു. അവര് പറഞ്ഞു നിങ്ങൾ കൊളാക്കിയാലും നിങ്ങളെ പണ്ഡിതന്മാരെ നിങ്ങൾക്ക് കിട്ടൂല. നിങ്ങളെ ഗതികേടാണ്. നിങ്ങളെ ഗതികേടാണ്. ശരി, ഒരു സൊല്യൂഷൻ പറയാം. ഒരു സൊല്യൂഷൻ പറയാം. ഒറ്റ മിനിറ്റ്. ഒരു സൊല്യൂഷൻ പറയാം. ഇത് കേട്ടിട്ട് നിങ്ങൾ മറുപടി പറയാം. ഒറ്റ സെക്കൻഡ്. പറഞ്ഞ പോലെ ലെറ്റർ ഹാജരാക്കാൻ നമുക്ക് സംവാദത്തിന് ഒരു ടൈമിംഗ് പറഞ്ഞു. അല്ല, ഇത് ഞങ്ങളെ പണ്ഡിതന്മാർ ഇവിടത്തെ ഏറ്റവും ഞാൻ പറയട്ടെ ഇവിടത്തെ ഏറ്റവും വലിയ കൊല കൊമ്പനായിരുന്നു അബ്ദുറഹ്മാൻ സൽഫി. ഞങ്ങൾ ഏറ്റെടുത്തില്ലേ? സാലിസ് വാടാറപ്പള്ളി ഏറ്റെടുത്തില്ലേ? ഇവരൊക്കെ ആയത്തോടെ മൻസൂഹായോ? ഖുർആനിലുണ്ട്. എന്തേ നിങ്ങളൊക്കെ വെല്ലുവിളിച്ച് മേപ്പെട്ട ഞങ്ങൾക്ക് ഇല്ല. ഇവരെ കഴിഞ്ഞ് നിങ്ങളുണ്ടെങ്കിൽ ടീപ്പിനെ കൊണ്ടുവരി. ഇനി ഞങ്ങൾക്ക് ആൾക്കാർ വന്ന് സംസാരിച്ചു. അബ്ദുറഹ്മാൻ സൽഫി മൂലക്കായി, അതുപോലെ നാസർ സുല്ലമി മൂലക്കായി, ഇവരൊക്കെ നൂലക്കായി. കണ്ടോ ഈ പറഞ്ഞതിലെ ആൾക്കാരൊക്കെ ഇവിടെ? ഈ പറഞ്ഞതിലെ ആൾക്കാരോട് ശരി പറയാം. ഞങ്ങള് സംസാരിക്കാൻ പാടില്ല. ലെറ്റർ വേണമെന്നല്ലേ പറഞ്ഞേ? അല്ല, ലെറ്റർ വേണമെന്നല്ലേ? എന്തിനാ ഫൈസൽ മുസ്ലിയാർ ഞങ്ങള് പറഞ്ഞതാ? ഇതൊക്കെ ഇവിടെതാ പറഞ്ഞേ. അല്ല, അത് പറയട്ടെ. ലെറ്റർ വേണോ? ലെറ്റർ വേണോ? KJന്റെ ലെറ്റർ വേണോ? KJന്റെ ലെറ്റർ വേണോ? ഒരു കാര്യം ചെയ്യാം. രണ്ട് കൂട്ടരും ഒരു മിനിറ്റ് രണ്ട് കൂട്ടരും
ഒന്നാമത്തെ കണ്ടീഷൻ KJന്റെ ലെറ്റർ തരണം, വിസ്ഡം ഇസ്ലാമിക് പണ്ഡിത സഭയുടെ ലെറ്റർ തരണം. ഒന്നാമത്തെ കണ്ടീഷൻ വെച്ചോ. ഞങ്ങൾ സമ്മതിച്ചു വെച്ചോ. വ്യവസ്ഥയിൽ ഒന്നാമത്തെ കണ്ടീഷൻ ലെറ്റർ വേണം. വെച്ചോ, രണ്ടു കൂട്ടരെയും പണ്ഡിത സഭയുടെ ലെറ്റർ. ഒന്നാമത്തെ കണ്ടീഷൻ വെച്ചോ. ഞാൻ പറഞ്ഞ കേക്ക് നിങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞ നിങ്ങൾ എല്ലാരും കൂടി ഒച്ചയോട് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു 2 പണ്ഡിത സഭന്റെയും ലെറ്റർ കിട്ടിയിട്ട് നമുക്ക് സംവാദം നടത്താം. ഓക്കെ, നമുക്ക് നടത്താം. സംവാദത്തിന്റെ ഈ വ്യവസ്ഥ എഴുതാനും ആദ്യം 2 കൂട്ടി ആരാ നടത്തണം എന്നുള്ളത് വേണ്ടേ? KJയും ഞങ്ങളെ പണ്ഡിത സഭയും കൂടി നടത്തിയിട്ട് ഔദ്യോഗികമായിട്ട് ഒരു ലെറ്റർ കൈമാറിയിട്ട് നമ്മൾ പിന്നെ ഓല് വരും, എവിടെ ഇരിക്കണം, എന്തിരിക്കണം, വ്യവസ്ഥ, ആരൊക്കെ പങ്കെടുക്കണം എന്നൊക്കെ. അതിനാണ് ഞാൻ പറഞ്ഞത് 2 ലെറ്ററും കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് ഔദ്യോഗികത. ഇപ്പോഴത്തെ മാതിരി കുറെ ഞാൻ പറയാ കുറെ നിങ്ങൾ പറയാ ഈ രീതി ഉണ്ടാവില്ല. അതിന് വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് കൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കേരള ജമിയത്തുൽ ഉലമന്റെ കത്ത് ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ കത്ത് നിങ്ങൾക്ക് തരും. അപ്പൊ വ്യവസ്ഥയും നടക്കും, സംവാദം നടക്കും. ഇനി കേക്ക്, ഞാൻ പറഞ്ഞൊന്ന് കേൾക്കും. ഞാൻ പറയുന്നത് നമ്മളിപ്പോ ഇവിടെ ഒത്തുചേർന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സംവാദത്തിന് 2 യൂണിറ്റുകൾ, സൂപ്പർ ബസാറിലെ വിസ്റ്റത്തിന്റെയും KNMന്റെയും 2 യൂണിറ്റുകൾ തമ്മിൽ ഒഫീഷ്യൽ ലെറ്റർ കൈമാറിയിട്ട് സംഘടിപ്പിക്കപ്പെട്ട സംവാദത്തിന്റെ വ്യവസ്ഥ എഴുതാൻ വന്നത്. ഈ വ്യവസ്ഥ എഴുതാൻ വന്നപ്പോഴാണ് നിങ്ങൾ പറയുന്നത്, ഇപ്പോ ഈ ഓൺ ദ സ്പോട്ടിൽ പറയുന്നത് KJന്റെ ലെറ്റർ വേണമെന്ന്. അപ്പൊ ഞങ്ങൾ പറയുന്നു ശരി, നമ്മുടെ കണ്ടീഷൻ എഴുതിക്കോളൂ. ഒന്നാമത്തേത്, സംവാദത്തിന്റെ അന്ന് KJയും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസ്ഡ് പണ്ഡിത സഭയും സംവാദത്തിന് തയ്യാറാണ്, ഒഫീഷ്യലായി അത് ഏറ്റെടുക്കുന്നു എന്നുള്ള ലെറ്റർ ഹാജരാക്കണം എന്ന കണ്ടീഷൻ എഴുതാം. ഓക്കെ ആണോ? അങ്ങനെയല്ല, അങ്ങനെ പറ്റൂല. ലെറ്റർ ആദ്യം തരണം. ഈ സമയത്ത് വന്നിരുന്നിട്ടാണ് പറയുന്നത്. ഞങ്ങൾ വ്യവസ്ഥയിൽ പറയാൻ വന്നതാണ്. ഞങ്ങൾ ഓനോട് പറയാൻ വേണ്ടി വന്നതാണ്. സമ്മതിച്ചില്ല. വ്യവസ്ഥ ഞങ്ങൾ ഒന്നാമത്തെ വ്യവസ്ഥ അതാണ്. ഈ സംവാദം നടക്കാൻ കേരള ജമിയത്തുൽ ഉലമന്റെ ലെറ്റർ വേണം എന്നാണ്. ഇത് ജനം കാണുന്നുണ്ട്. ഒന്നാമത്തെ വ്യവസ്ഥ ജനം കാണുന്നുണ്ട്. നിങ്ങൾ ഈ ഒഴിഞ്ഞു മാറി ജനം കാണുന്നുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും KNMും ഒന്നാമത്തെ വ്യവസ്ഥയായിട്ട് നിങ്ങൾ പറഞ്ഞ കണ്ടീഷൻ അംഗീകരിക്കാണ്. പറഞ്ഞു കഴിഞ്ഞോട്ടെ, പിന്നെ നിങ്ങൾ പറഞ്ഞോളൂ. ഇവിടെ ഒന്നാമത്തേത് ഇപ്പൊ നടക്കാൻ പോകുന്നത് സൂപ്പർ ബസാർ KNMും വിസ്ഡവും തമ്മിൽ എഴുതിയ ലെറ്ററിൽ എവിടെയും അവിടെ 2 ലെറ്ററിലും ഈ ലെറ്റർ തന്നെ മറുപടിക്ക് വിസ്ഡം കൊടുത്തപ്പോൾ എവിടെയും എന്ത് ചെയ്തില്ല, KJയുടെ കത്തുണ്ടായെങ്കിൽ സംവാദ വ്യവസ്ഥ എഴുതാൻ പറ്റുള്ളൂ എന്നതിലില്ല. എനിക്ക് ഞാൻ പറഞ്ഞതിന് മറുപടി അറിയില്ല. ഇപ്പൊ നിങ്ങളുടെ സമയത്ത് നിങ്ങൾ പറഞ്ഞോളൂ. അപ്പൊ ഇതേമാതിരി ഉണ്ടാക്കണം. അതെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിരിക്കാം. അപ്പൊ ഇവിടെ ഈ 2 ലെറ്ററും കൈമാറുന്ന സമയത്ത് അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല. അതിലെവിടെയും KJയുടെ ലെറ്റർ കിട്ടിയെങ്കിൽ ഞങ്ങൾ സംവാദ വ്യവസ്ഥയ്ക്ക് ഇരിക്കൂ എന്ന് അതിൽ 2ലും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ 2 കൂട്ടരും വന്നു ആ ലെറ്റർ അനുസരിച്ചിട്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു വ്യവസ്ഥ തയ്യാറാക്കുന്നു, നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട്. സംവാദ വ്യവസ്ഥയിൽ ഒരു കണ്ടീഷനായിട്ട് എഴുതുന്നു. ഒന്നാമത്തെ കണ്ടീഷൻ, സംവാദ ദിവസം KJയു ലെറ്ററും അതുപോലെ വിസ്ഡവും അവരുടെ പണ്ഡിത സഭ 2 കൂട്ടരും ലെറ്റർ ഹാജരാക്കുക. അതിലേക്ക് സംവാദം നടക്കണ്ട. അപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യം അംഗീകരിക്കുക. രണ്ടാമത്തേതൊന്ന് ബാക്കി നമ്മൾ തീരുമാനിക്കുന്ന കാര്യം. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഓക്കെ ആയിട്ടില്ല. പിന്നെ ഇപ്പൊ ഇവിടെ പറഞ്ഞു, ഇപ്പൊ നമ്മൾ എന്താ ഇങ്ങനെ സംസാരിച്ചാൽ നമുക്ക് എന്തോ കാര്യങ്ങൾ വ്യക്തമാവും. മറ്റേത് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അതെന്താ ഈ സംഗതിക്ക് ഒരു ഇതില്ലാത്തതുകൊണ്ട് വന്നതാ. അവിടെ പിന്നെ നിങ്ങൾ പറയല്ലേ അപ്പൊ ഇവിടെ നമ്മൾ സംവാദത്തിന്റെ ആ വ്യവസ്ഥയിൽ നിങ്ങൾ എഴുതിയ ലെറ്ററിലില്ല. അതിനുശേഷം ഇവർ നടക്കുന്ന ഓരോ കാര്യങ്ങളിലും ഇതിനൊരു ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരില്ലാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്, മുഹമ്മദ് അലിയെ ഇതുകൊണ്ട് ഞാൻ മോമൂട്ടിയാക്കാനോട് പറഞ്ഞു, മോമൂട്ടിയാക്കാൻ മോമാലിയായിട്ട് സംസാരിച്ചിട്ട് ഇതിനൊരു ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ, മോമാലി ഇപ്പോൾ ഇതിനിപ്പോൾ ഇവിടെ ഇരിക്കാൻ റെഡി ആയിട്ടില്ല, പിന്നെ ഓൻ നമ്മൾ വിളിച്ചു വരുത്തി കൊണ്ടുവന്നതാണ് ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞിക്കാണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഗതി വരുമ്പോൾ അതിനാണ് നമ്മൾ പറഞ്ഞത് ഇത് നാളെ ഇതിൻ്റെ പേരിൽ നമുക്ക് ചർച്ചകളും പ്രസംഗങ്ങളും മറുപടികളും ഒക്കെ നടക്കേണ്ടി വരും. ഈ നടക്കുമ്പോൾ ഇത് ആരും കൈയൊയ്യാൻ പാടില്ല. അപ്പോൾ ഇത് ആര് നടന്നു, എപ്പം നടന്നു, എങ്ങനെ നടന്നു എന്നുള്ളതിന് ഒരു വ്യവസ്ഥ വേണം. ആ വ്യവസ്ഥ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ജമിയത്തുൽ ഉലമൻ്റെ കത്ത് വേണം, അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്ന് പറയാനാണ് ഞങ്ങൾ ഓനോട് സംസാരിക്കാനുണ്ട്, വരാമെന്ന് പറഞ്ഞ് യശാക്ക് ശേഷം വരാം എന്നൊക്കെ പറഞ്ഞു. അപ്പം അതിൻ്റെ ഇവിടെ ഓൻ പറഞ്ഞെന്താ, ഇവിടെ എൻ്റെ ആവശ്യമില്ല, ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഇത് എഴുതി കഴിഞ്ഞ് പിരിഞ്ഞ് പോവുക, അത്രേ ഉള്ളൂ എന്നാണ് ഓൻ പറഞ്ഞത്. അപ്പം ഇതെങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക്, ഇത്രത്തോളം ആയ സ്ഥിതിക്ക് നമുക്ക് അതിൻ്റെ ഒരു ഔദ്യോഗിക രൂപത്തിലേക്ക് ഇത് പോകണം. ആ ഔദ്യോഗിക രൂപത്തിലേക്ക് പോകാനാണ് ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ലെറ്റർ നിങ്ങൾ ലെറ്റർ തരാൻ മടി, ജമിയത്തുൽ ഉലമയുടെ ലെറ്റർ എന്താ തരാൻ മടി, നമ്മളെല്ലാവർക്കും കൊടുക്കണമല്ലേ. ആ ലെറ്റർ നമുക്ക് എന്താ
തന്നാൽ നിങ്ങളെ വാദം നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളെ ആദർശം നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റില്ല. അതേമാതിരി നിങ്ങളെ ആദർശം നിങ്ങൾ പറയുന്ന ആദർശം നിങ്ങൾക്ക് വെച്ചാണ്ട് എഴുതി തന്നൂടെ. നിങ്ങളെ ആദർശം ജമിയത്തുൽ ഉലമക്ക് ഇത്രയും വലിയ പണ്ഡിതന്മാരും ഇപ്പം നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചല്ലോ ഈ പറഞ്ഞ ആളുകളൊക്കെ നിങ്ങൾക്ക് എന്താ നിങ്ങളെ ആദർശം പറയാൻ പറ്റൂല എന്നുള്ളത്. അത് ഞങ്ങൾ ചോദിക്കുന്നു നിങ്ങളോട് തിരിച്ച്, എന്താ ഇത്രയും വലിയ ജമിയത്തുൽ ഉലമക്ക് നിങ്ങൾക്ക് നിങ്ങളെ വാദം വെച്ചാണ്ട് ഈ കത്ത് തരാൻ പറ്റൂല. പിന്നെ പണ്ഡിതന്മാർ വരുമോ ഒക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഈ പറഞ്ഞ പണ്ഡിതന്മാർ ഇനി ഇവിടെ കേരളത്തിൽ എല്ലാ KNMന്റെ എല്ലാ തലമുതിർന്ന നേതാക്കന്മാരായിട്ടും ഞങ്ങൾ സംവാദം നടത്തി. ആ സംവാദത്തിൻ്റെ CD-കളൊക്കെ നമുക്ക് എടുത്ത് പരിശോധിച്ചാൽ എല്ലാവർക്കും ഈ വിഷയങ്ങൾ മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഇതിലേക്ക് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത് നടക്കണമെങ്കിൽ നിങ്ങൾ ജമിയത്തുൽ ഉലമയുടെ കത്ത് നിങ്ങൾ തന്നാൽ ഞങ്ങൾ അതിന് മറുപടി തരും. അപ്പോൾ അതിന് സംവാദം വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ നടക്കും എന്നാണ് പറയാനുള്ളത്. ഓക്കെ. അപ്പോൾ ഞങ്ങൾ പറയുന്നത് KNM സൂപ്പർ ബസാർ യൂണിറ്റിൻ്റെ ഒഫീഷ്യൽ ലെറ്റർ ഹെഡിൽ നിങ്ങൾക്കൊരു ലെറ്റർ തന്നു. വിസ്റ്റം സൂപ്പർ ബസാർ യൂണിറ്റിൻ്റെ ഒഫീഷ്യൽ ലെറ്ററിൽ തന്നു. അത് ഒരു വിലയില്ലാത്തതാണ് വിസ്റ്റത്തിൻ്റെ ഈ പറഞ്ഞ സൂപ്പർ ബസാർ യൂണിറ്റിൻ്റെ ലെറ്റർ ഹെഡ് എന്നാണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഞങ്ങൾ ഇടപെടല്ലേ പ്ലീസ്. പറഞ്ഞോ കഴിഞ്ഞിട്ട് പറഞ്ഞ അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് എന്താ, ഞങ്ങളെ സംബന്ധിച്ച് ഇവിടുത്തെ സൂപ്പർ ബസാർ KNM യൂണിറ്റ് തന്നത് ഒഫീഷ്യൽ ലെറ്ററാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ പണ്ഡിത സഭയുടെ ആളുകൾ വിളിച്ചു, ഞങ്ങളെ ഇവിടെ ഏൽപ്പിച്ചു, പറഞ്ഞേച്ചു, ഉത്തരവാദിത്തപ്പെടുത്തി നിങ്ങൾ വ്യവസ്ഥ ചെയ്താൻ വേണ്ടി. ഞങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യവസ്ഥ ചെയ്താൻ വന്നു. നിങ്ങളും വന്നു. നിങ്ങൾ ഇപ്പം ഇന്ന് നടക്കേണ്ടത് എന്താണ്, നമ്മൾ രണ്ടു കൂട്ടരും സംവാദ വ്യവസ്ഥ ഇതാണ്. ഈ സ്പോട്ടിൽ വെച്ച് നിങ്ങൾ പുതിയ കണ്ടീഷൻ പറഞ്ഞു, KJയുടെ ലെറ്റർ വേണം. നിങ്ങൾ ഇന്നലെ രാത്രി വരെ അത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ നാട്ടുകാർ പരസ്പരം വാട്സപ്പ് ഗ്രൂപ്പിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടെന്ന്. അതൊന്നും ഒരു ചർച്ച അല്ല. നിങ്ങൾ അങ്ങോട്ട് പലതും പറഞ്ഞേക്കും. നമ്മൾ ഒഫീഷ്യൽ ലെറ്ററിൽ നിങ്ങൾ ഒഫീഷ്യൽ ലെറ്റർ തന്നല്ലോ, ആ ഒഫീഷ്യൽ ലെറ്ററിൽ നിങ്ങൾ അങ്ങനെ ഒരു കണ്ടീഷനേ വെച്ചിട്ടില്ല. നിങ്ങൾ അങ്ങനെ കണ്ടീഷൻ വെച്ചിട്ടില്ല KJയുടെ. ഇനിയിപ്പോൾ ഞങ്ങൾ ഈ സംവാദം നടക്കാണ്ടിരിക്കരുത്. ഞങ്ങളെ സംബന്ധിച്ച് ഈ സംവാദം നടക്കണം. ഇനിയിപ്പോൾ 4 സംവാദം നടന്നാലും 5 സംവാദം നടന്നാലും 10,000 സംവാദം നടന്നാലും ഈ ആളുകൾ വിഷയം പഠിച്ചുകൊണ്ടിരിക്കുള്ളൂ. മാത്രമല്ല തൗഹീദ് പറയാ, ശിർക്കിനെ പൊളിക്കുക എന്നത് ഞങ്ങളുടെ ജീവിത ദൗത്യമാണ്. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ ഞങ്ങളിതാ ഒന്നുകൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എന്തായാലും വ്യവസ്ഥ ചെയ്താൽ വന്നാണല്ലോ, ഇവിടെ വ്യവസ്ഥ ചെയ്താൽ വന്ന നിലയ്ക്ക് നിങ്ങൾ KJയുടെ ലെറ്റർ പറഞ്ഞ നിലയ്ക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. സംവാദ ദിവസം KJയുടെ ഈ സംവാദം ഏറ്റെടുത്തുകൊണ്ട് ഒഫീഷ്യലായി KJU അംഗീകരിക്കുന്നു എന്നുള്ള ലെറ്റർ ഞങ്ങളും തരാം. വിസ്റ്റത്തിന്റെ ഒഫീഷ്യലായിട്ടുള്ള പണ്ഡിത സഭ അംഗീകരിക്കുന്നു എന്നുള്ള ലെറ്റർ നിങ്ങളും തരാം. ഇങ്ങനെ നമുക്ക് ഇപ്പോൾ ഒന്നാമത്തെ കണ്ടീഷനായിട്ട് അത് എഴുതാം. എന്നിട്ട് രണ്ടാമത്തെ കണ്ടീഷൻ രണ്ടു കൂട്ടരും സംവദിക്കേണ്ട വാദം ഏതാണെന്ന് എഴുതാം. അതിനുശേഷം ഓരോ സംവാദത്തിൻ്റെ ഇതിൽ പങ്കെടുക്കുന്ന ആൾക്കാർ, ഓഡിയൻസ്, മൈക്ക് കാര്യം ബാക്കിയെല്ലാം ചർച്ച ചെയ്യാം. നിങ്ങൾ തയ്യാറാണോ എങ്കിൽ നമുക്ക് അത് ചെയ്യാം. അതല്ല ഇപ്പം നിങ്ങൾ പോയിട്ട് KJയുടെ ലെറ്റർ ആയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് നിങ്ങൾ ഇപ്പോൾ വന്നിരുന്നപ്പോഴാണോ പറയണതെന്ന് ഞാൻ ചോദിക്കും. ഞങ്ങൾ ഏത് സ്ഥലത്തുനിന്ന് എപ്പോൾ എന്ന് വന്നിരിക്കണാണ് ഇവിടെ നിങ്ങളായിട്ട് സംവാദ വ്യവസ്ഥ. ഒരു വാക്ക് ഇന്നലെ രാത്രി പറഞ്ഞിരുന്നെങ്കിൽ അതുമായിട്ടായിരിക്കുമല്ലോ ചർച്ച. നിങ്ങളെ കത്തിലൊന്നും അത് സൂചിപ്പിച്ചിട്ടില്ല. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ മുമ്മാലിക്ക പറഞ്ഞു, അത് ഐദ്രോസ്ക പറഞ്ഞു. ഇതൊന്നും ഒരു ഒഫീഷ്യൽ ചർച്ചയിൽ കൊണ്ടുവരരുത്. വാട്സപ്പ് ഗ്രൂപ്പിൽ പലരും പറയും. പക്ഷേ അത് ഒഫീഷ്യൽ ലെറ്ററിൽ വരുമ്പോഴാണ്, ആ ലെറ്ററാണ് നമുക്ക് ചർച്ച ചെയ്യാൻ. ആ ലെറ്ററിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ടു കൂട്ടർ ഇപ്പോൾ വന്നിട്ട് ഇവിടെ വന്നിട്ട് വ്യവസ്ഥ എഴുതാൻ വേറൊരു വ്യവസ്ഥ വേണമെന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ആദ്യമായിട്ട് നമ്മൾ കേൾക്കണേ. അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള പറഞ്ഞോ, ഞങ്ങൾ സമ്മതിച്ചു KJയുടെ ലെറ്റർ കൊണ്ടുവരാം, നിങ്ങൾ വിസ്റ്റം പണ്ഡിത സഭയുടെ ലെറ്റർ കൊണ്ടുവരണം സംവാദത്തിന്റെ സമയത്ത്. ഓക്കെ ആണെങ്കിൽ നിങ്ങൾ സംസാരിച്ചോ. അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ KNMന്റെ KJയുടെ അതാണ് ഞങ്ങളും ചോദിക്കുന്നത്. കത്ത് ഇങ്ങോട്ട് നിങ്ങൾ പറഞ്ഞ ഈ ആദർശം ഇതിപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ, തൗഹീദിന് വേണ്ടി അഹോരാത്രം പരവഴി. ഞങ്ങളൊക്കെ അത് തന്നെയാണ്. ഞങ്ങളൊക്കെ എപ്പോഴും തൗഹീദ്, നിങ്ങൾ പഠിപ്പിച്ച തൗഹീദ് തന്നെ എപ്പോഴും നിങ്ങളൊക്കെ പഠിപ്പിച്ച തൗഹീദ് തന്നെ. നിങ്ങൾ തൗബ ചെയ്യേണ്ടി ഘട്ടം വന്നെന്നുള്ളൂ. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഘട്ടം വന്നിട്ടില്ല. കുറേ കാലം 100 കൊല്ലം ഇത് പറഞ്ഞുകാണ്ട് പിന്നെ തൗബ ചെയ്യുക, അങ്ങനത്തെ ഒരു ഗതികേട് നമുക്ക് ആർക്കെങ്കിലും ആ ദീനിന് ആ ആദർശത്തിന് എന്ത് വിലയുള്ളേ? 100 കൊല്ലം ഇത് പറഞ്ഞ് നടന്നുകാണ്ട് എല്ലാവരും സംവാദവും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് പിന്നെ ഞങ്ങൾ തൗബ ചെയ്തിക്കണേ എന്ന് പറയുന്ന ഒരു ഗതികേട് ഞങ്ങൾക്ക് ഇപ്പോഴും വന്നിട്ടില്ല. ഇങ്ങൾക്ക് അങ്ങനെ തൗബ ചെയ്ത് എന്ത് തെറ്റ് ചെയ്താണ്ട് ഞങ്ങൾ തൗബ ചെയ്തിന്, ഇനി അതില്ല, അത് വാദല്ലേനി, അത് തെളിവല്ലേനി, ഇതൊക്കെ പറയണോൻ അതൊക്കെ പറയാം. നിങ്ങളിപ്പോൾ പറഞ്ഞ മാതിരി യഥാർത്ഥ തൗഹീദ് തന്നെ അത് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ തൗഹീദിന് വേണ്ടി. ഇപ്പം ഞങ്ങൾ തൗഹീദ് പ്രഭാഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ നടത്തുന്നുണ്ടല്ലോ. നിങ്ങളും നടത്തുന്നുണ്ട്, ഞങ്ങളും നടത്തുന്നുണ്ട്. എവിടെ എത്തിക്കണമെന്നുള്ളത് നമുക്കറിയാം. അതല്ല ഞങ്ങളിപ്പോൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ സംവാദം നടക്കണം, സംവാദത്തിന് വ്യവസ്ഥ നടക്കണം, എല്ലാം നടക്കണം. നിങ്ങൾ ഈ പറയുന്ന ഈ ജമിയത്തുൽ ഉലമയുടെ കത്ത് എന്താണ് നിങ്ങൾക്ക് തരാൻ മടി എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇത് വ്യവസ്ഥന്റെ ഇതിൽ നമുക്ക് ഈ വ്യവസ്ഥ എഴുതാൻ അത് വേണം എന്നാണ് പറയുന്നത്. എന്തിനാന്ന് ഞങ്ങൾക്ക് അങ്ങനെ വന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ.
ഞങ്ങൾക്കത് ചെയ്യാൻ വ്യവസ്ഥ എഴുതണമെങ്കിൽ അത് വേണം. നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ ഞങ്ങളെ കാര്യങ്ങൾ പറഞ്ഞേ അതല്ല ഞാൻ പറയട്ടെ, നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞേ. നിങ്ങൾ എന്തിനാന്ന് ചോദിക്കണം. എന്തിനാ? ഞങ്ങൾക്ക് എന്റെ ആവശ്യം ഉണ്ടാവിക്കും, അത്രയല്ലേ ഉള്ളൂ. ഞങ്ങൾക്കത് കിട്ടിയാലേ ഞങ്ങളത് സംവാദ വ്യവസ്ഥ എഴുതാനും ഞങ്ങളുള്ളൂ. കാരണം ഞങ്ങൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കാതെ അത് സാരല്ല ഇത് സാരല്ല, ആ സാരല്ല എന്നുള്ള പറച്ചില് നമുക്ക് നടക്കൂല. ആ സാരല്ല എന്നുള്ള പറച്ചില് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പറയും. ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ ആദ്യം ഇത് ചെയ്യേണ്ടിയിരുന്നു എന്നുള്ള മനസ്സിലായി. എന്താ, ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ചു, ഇവിടെയുള്ള ആൾക്കാരെ വിശ്വസിച്ചു, ഇവിടെയുള്ള ആളുകൾ നമ്മൾ പറഞ്ഞത് യഥാർത്ഥമാണെന്ന് വിശ്വസിച്ചു. പക്ഷേ നിങ്ങളിൽ നിന്നുണ്ടായത് ആ വിശ്വാസ വഞ്ചനകൾ. പിന്നെ ഞങ്ങൾ വരെ പോസ്റ്റർ വരെ ഇറക്കി, ഫൈസൽ മൗലവിയും മാലിക് സലഫിയും ഇത് പിന്നെ ഒഴിഞ്ഞു മാറിയത്. അങ്ങനത്തെ ഒരു സംഭവം തന്നെ ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ. അതൊക്കെ നിങ്ങൾക്ക് അറിയല്ലോ. എന്നിട്ട് അത്ര അതാണ് ഞങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം ഇല്ലാത്തത്. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, കേരള ജമിയത്തുൽ ഉലമയുടെ ലെറ്റർ പേഡിൽ ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പണ്ഡിത സഭയ്ക്ക് നിങ്ങൾ ഒരു ലെറ്റർ ഈ പറയുന്ന വാദം ശിർക്കാണ്, ഈ ജബ്ബാർ മൗലവി എഴുതിയ ഇത് ശിർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു ലെറ്റർ തന്നാൽ ഞങ്ങൾ ആ സംവാദ വ്യവസ്ഥക്കും സംവാദം എഴുതാനും ഞങ്ങൾ റെഡിയാണ്. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചിട്ടുണ്ട്, കാര്യമില്ല. ഇതിൽ രണ്ടിലേതെങ്കിലും ഒരു തീരുമാനത്തിൽ നമുക്ക് എത്താം എന്നാണ് പറയാനുള്ളത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ തൗഹീദ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണല്ലോ ഇപ്പോൾ ജിന്നിനോട് സഹായം തേടുന്ന ശിർക്കല്ല എന്നതിന് തെളിവായിട്ട് സൂറത്ത് അന്നാം ഓതിയിട്ട് ഇപ്പോൾ ആരും മിണ്ടാൻ പറ്റാണ്ട് മൂളി മുക്കി നടക്കണത് അല്ലേ? ഓദ്യോനില്ല ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കൂട്ടരില്ല. ഇപ്പൊ തന്നെ വ്യവസ്ഥ എഴുതാൻ വന്നപ്പോൾ സൂറത്ത് അന്നാം ഒഴിവാക്കണം. കാരണം എന്താ, അത് ഇടയിൽ സംസാരിക്കരുത്, നമ്മൾ കണ്ടീഷനിൽ പോവാണ് കേട്ടോ. അപ്പോൾ സൂറത്ത് അന്നാം ഒഴിവാക്കണം ഇപ്പോൾ വ്യവസ്ഥക്ക് വന്നവരെന്നെ വന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏകദേശം പൂതി മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ശിർക്ക് പ്രചരിപ്പിക്കാൻ അള്ളാന്റെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചിട്ട് ഏറ്റെടുക്കാൻ ഉത്തരവാദിത്തമില്ല, ഒരുത്തനും ഏറ്റെടുക്കില്ല. അപ്പോൾ അതേ സമ്പാദ വ്യവസ്ഥക്ക് എഴുതാൻ വന്നിരുന്നിട്ടുള്ള യൂണിറ്റുകാർക്ക് പോലും ആ ആയത്ത് സിന്നിനോടുള്ള സഹായത്തരം ശിർക്കല്ല എന്ന് പറയാനുള്ള അവരുടെ വാദത്തിന് തെളിവല്ല. അപ്പോൾ ആ വക ഇതൊന്നും പറയണ്ട. തൗബ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളെ പ്രശ്നമാണ്. നിങ്ങൾ തൗബ ചെയ്യാത്തവരാണെങ്കിൽ കുറച്ചും കൂടെ മോശമാവുന്നതാണ് എൻ്റെ അഭിപ്രായം. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ തൗബ ചെയ്ത് പഠിക്കാണ് നല്ലത്. തൗബ മോശപ്പെട്ട കാര്യമല്ല, ഒരു ഇബാദത്ത്. അപ്പൊ അത് ചെയ്തോ. ഏതായാലും സൂറത്ത് അൻആം ഓതിയല്ലോ. സൂറത്ത് അൻആം ഓതി 128 ആയത്ത്. എന്തിനാ തെളിവ്? ജിന്നിനോടുള്ള സഹായത്തട്ടം ശിർക്കല്ല എന്നതിന് തെളിവ്. ഇപ്പോ അത് ഏറ്റെടുക്കാൻ ഇവർ പോലും തയ്യാറാകുന്നില്ല. ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ഒഫീഷ്യൽ ലെറ്റർ തന്നു. ഏത് ലെറ്റർ? ഇവിടുത്തെ സൂപ്പർ ബസാർ യൂണിറ്റിന്റെ KNMന്റെ ഒഫീഷ്യൽ ലെറ്റർ തന്നു. ഞങ്ങൾക്കതിന് മൂല്യമുണ്ട്, ഞങ്ങൾ വാല്യൂ കൽപ്പിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ, ഈ ലെറ്ററിന്റെ അടിസ്ഥാനത്തിൽ KNM പിന്നെ സൂപ്പർ ബസാർ യൂണിറ്റിന് വേണ്ടി സംവാദത്തിന് വ്യവസ്ഥ എഴുതാൻ സംഘടന ഞങ്ങളെ ഒഫീഷ്യലായി ഏൽപ്പിച്ചതാണ്. ഞങ്ങൾ ഉത്തരവാദിത്തമുള്ള സംഘടനയാണ്, നാഥനില്ലാത്തവരല്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു ശാഖ നൽകിയ ലെറ്ററിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അത് ഏറ്റെടുത്തു. ശരി, ഇതുപോലെ ഒരു ലെറ്റർ മറുപുറത്തുനിന്ന് ലഭിച്ചിട്ടുണ്ടല്ലോ, സൂപ്പർ ബസാർ യൂണിറ്റിന്റെ വിസ്റ്റം ലെറ്റർ. ആ ലെറ്ററിന് നാഥനുണ്ടോ? ഉത്തരവാദിത്തമുണ്ടോ? ആ ലെറ്ററിന് മര്യാദയുണ്ടോ? ഉണ്ടെങ്കിൽ ആ ലെറ്ററിന്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറിയാണ്, ഇതാണ് സെക്രട്ടറി. ഓക്കെ, സംവാദ വ്യവസ്ഥ എഴുതാൻ ഈ സെക്രട്ടറി എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് ഇവിടെ വന്നിട്ട് പറയാ ലെറ്റർ നാഥനില്ല. അപ്പൊ നിങ്ങളുടെ ലെറ്ററിന് നിങ്ങൾ തന്നെ ഒരു കടലാസിന്റെ വില കൽപ്പിക്കാത്ത ഞങ്ങൾ എന്ത് ചെയ്യാണ്? ഞങ്ങളെ യൂണിറ്റിന്റെ സെക്രട്ടറി ലെറ്റർ എഴുതി സംഘടന ഏറ്റെടുത്തു വന്നു. ഞാൻ ചോദിക്കുന്നത്, KJUവിന്റെ ലെറ്റർ നിങ്ങൾ ഇപ്പോഴാണ് വ്യവസ്ഥ ചെയ്തുമ്പോഴാണ് കണ്ടീഷൻ ഞങ്ങളോട് പറയുന്നത്. ഞങ്ങൾ പറയുന്നു ശരി, അതും സമ്മതിച്ചു. സംവാദത്തിന്റെ അന്ന് ആദ്യത്തെ കണ്ടീഷൻ ഞങ്ങളുടെ പക്ഷം KJUവിന്റെ ലെറ്റർ കൊണ്ടുവരും, നിങ്ങളുടെ പക്ഷം വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പണ്ഡിത സഭയുടെ ലെറ്റർ കൊണ്ടുവരിക, എന്നിട്ട് ബാക്കി ചർച്ച. അപ്പോൾ ഇത് ഒന്നാമത്തെ കണ്ടീഷൻ എഴുതിക്കോ. ലെറ്റർ കൊണ്ടുവരും, ഉറപ്പാണ്. ലെറ്റർ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇരുന്നാൽ മതി. ഞങ്ങൾ ലെറ്റർ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയിക്കോ, അതിന് ഇറങ്ങി പോയിക്കോ. അത്രയ്ക്ക് ഞങ്ങൾ ഓഫർ തരുന്നു. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കേട്ട സംസാരം ഇപ്പൊ ഞങ്ങൾ തൗഹീദ് പറയുന്നുണ്ട്, നിങ്ങൾ തൗബ ചെയ്യുന്ന. നമ്മളിപ്പോൾ ഈ സൂറത്ത് അൻആമൊക്കെ ആയത്ത് നോക്കിയിട്ട് സാലിസന്നെ പ്രസംഗിച്ചിരുന്നല്ലോ. ഈ സൂറത്ത് അൻആമിന്റെ ആയത്തിന്റെ വിശദീകരണവും പണ്ഡിതന്മാർ, സൗദി അറേബ്യയിലെ പണ്ഡിതന്മാർ പറഞ്ഞതും എന്താണ് അതുകൊണ്ട് നോക്കുക. അതൊന്ന് എടുത്തുകാണ്ട് ആ CD എങ്കിലും നിങ്ങൾ പണ്ട് പ്രസംഗിച്ച CD എങ്കിലും ഒന്ന് എടുത്തുകാണ്ടൊന്ന് മറിച്ചു നോക്കിയാൽ മതി. പണ്ട് നിങ്ങൾ പ്രസംഗിച്ചിന് വാടാനപ്പള്ളിയിൽ വെച്ച് നിങ്ങൾ ഒരു പ്രസംഗം നടത്തി. എവിടെ വെച്ച് നടത്തിയാൽ ആ പ്രസംഗത്തിൽ ഈ സൂറത്തിന് അൻആമിന്റെ ആയത്ത് ഓതിയിട്ടാണ്. ഇനി അതൊക്കെ പോട്ടെ, അബ്ദുറഹ്മാൻ സലഫി സമ്മതിച്ചല്ലോ 10 പിരിയത്തും ഈ ആയത്ത് ഓതിയിട്ട് ഇതിൽ എന്തുണ്ട്, വസീലത്ത് ശിർക്കുണ്ടോ, മറ്റേതുണ്ടോ, മറിച്ചതുണ്ടോ എന്നൊക്കെ ഇതൊക്കെ ഒക്കെ അതൊക്കെ നമുക്ക് സംവാദത്തിൽ പറയാം. നമ്മളിവിടെ സംവാദത്തിൽ പറയാം, ഇതിലുള്ള വിഷയമില്ല ഇവിടെ പറയേണ്ടത്. ഇവിടെ പറയേണ്ടത് പിന്നെ ഞങ്ങൾക്ക് തൗബ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിനെന്ന് ബോധ്യപ്പെട്ടാൽ തൗബ ചെയ്യും. മത്തായി തൗബ അങ്ങനെ ഒരു തൗബ ഒരു സമൂഹത്തെ മൊത്തം ശിർക്കിലേക്ക് കൊണ്ടുപോയി നടത്തിയിട്ട് ഞാൻ തൗബ ചെയ്തുകൊണ്ട് കാര്യമില്ല, ഒരു വ്യക്തി തൗബ ചെയ്തുകൊണ്ട് കാര്യമില്ല, അനസ് വെച്ചിട്ട് തൗബ ചെയ്തുകൊണ്ട് കാര്യമില്ല. ആ സമൂഹത്തിന് നിങ്ങൾ പഠിപ്പിക്കണം, നിങ്ങളെ പുസ്തകത്തിൽ പഠിപ്പിക്കണം, നിങ്ങളെ മദ്രസയിൽ പഠിപ്പിക്കണം. ഇതൊന്നും എന്താ ചെയ്യാത്തത്?
ഇതെന്താ നിങ്ങൾ ചെയ്യാത്തത്? ഇതൊന്നും നിങ്ങൾ ചെയ്യണില്ലല്ലോ. നിങ്ങളെപ്പോഴും ആ പണ്ടത്തെ പുസ്തകങ്ങളൊന്നും അതേമാതിരി ഇപ്പോൾ നിലനിർത്തി കൊണ്ടുപോകണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു തെറ്റ് പറ്റിയണമെങ്കിൽ നമ്മളെ പുസ്തകങ്ങളിൽ, നമ്മളെ ലേഖനങ്ങളിൽ വന്ന എല്ലാ തെറ്റുകളും നമ്മൾ ഇതോടുകൂടി തിരുത്തി എന്നൊരു ഇത് നിങ്ങൾ ഇറക്കണം. അത് നിങ്ങൾ ഇറക്കണില്ലല്ലോ. ആ പുസ്തകങ്ങൾ ഇപ്പോഴും വിൽക്കണ്ടല്ലോ. ആ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം നിങ്ങൾ ആ തൗബ, നിങ്ങളെ തൗബ ആത്മാർത്ഥ തൗബ അല്ല എന്നുള്ളത് അപ്പോൾ ഒരു രക്ഷപ്പെടാനുള്ള ഒരു തൗബായിട്ട് കാട്ടുള്ളൂ. അവിടുന്ന് ചിലവരുണ്ട്, ഞാൻ തൗബ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു സംഗതി ഒരാൾ തെറ്റ് ചെയ്താൽ ഒരു പാപം, ഞാൻ തൗബ വിചാരിച്ചു വെക്കുമ്പോൾ പറയാണ് ഞാൻ തൗബ ചെയ്ത്, ഇനി എന്നെ കുറിച്ച് പറയേണ്ട പറഞ്ഞാൽ അയാതി വർത്താനല്ലത്. അത് ശിർക്കും തൗഹീദിന്റെ പറഞ്ഞുകൊടുത്ത അങ്ങനത്തെ തൗഹീദല്ല. ഒരു സമൂഹത്തെ 100 കൊല്ലം പ്രബോധനം നടത്തിയ ഒരു സമൂഹത്തെ ശിർക്കിലേക്ക് കൊണ്ടുപോയിട്ട് നിങ്ങളിപ്പോൾ ഞാൻ തൗബ ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് അത്തരം വിഷയങ്ങളൊന്നുമല്ല ഇവിടെ സംസാരിക്കുക. അതൊക്കെ നമ്മൾ സംവാദത്തിൽ പറയാം. നിങ്ങൾക്ക് കേരള ജമിയത്തുൽ ഉലമയുടെ ലെറ്റർ ഞങ്ങൾക്ക് തരാൻ പറ്റുമോ പറ്റൂല എന്നുള്ളത് പറയും. അത് കഴിഞ്ഞാൽ അത് ഇപ്പം സംവാദത്തിൻ്റെ വ്യവസ്ഥ എഴുതുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തരാൻ പറ്റുമോ ഇല്ലേ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ അവസാനിപ്പിച്ച് പോകാം. എല്ലാവരും ഇപ്പോൾ ബാങ്ക് കൊടുത്ത് നമുക്ക് സമയം ഏകദേശം ആയിക്കോട്ടെ, അങ്ങനെ ആക്കിയിട്ട് പോകാം. അങ്ങ് 10 മണി വരെ ഇരുന്നാ 10 മണി വരെ ഇരുന്നാ കേട്ടാ. ശരി. അപ്പോൾ ഇപ്പോൾ നോക്കണേ, നമ്മളെ പുസ്തകം മാറ്റണം. നമ്മൾ തൗബ ചെയ്യണം. എന്തിനെന്നറിയോ? ജിന്നിനോട് സഹായം, മലക്കിനോട് സഹായം തേടിയാൽ ശിർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തൗബ ചെയ്യണം. നിങ്ങൾ ആലോചിക്ക്, ജിന്നിനോട് സഹായം അല്ല ഞങ്ങൾ പറയട്ടെ, നിങ്ങളും മിണ്ടാണ്ടിരുന്നല്ലോ. അല്ല അത് നിങ്ങളുടെ സംസാരിച്ചോ. ഞാൻ പറയുന്നത് എന്തിനാണ് ഇപ്പൊ നമ്മളെ ബുക്ക് തിരുത്തേണ്ടത്? ജിന്നിനോട് സഹായം തേടിയാൽ ഷിർക്ക് തന്നെ എന്ന ഞങ്ങളുടെ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അപ്പൊ നിങ്ങൾ ബുക്ക് മാറ്റണ്ടേ? അപ്പൊ ഇവരെ കാര്യം മനസ്സിലായല്ലോ. ജിന്നിനോട് സഹായം തേടുന്ന ഷിർക്കല്ല, ബുക്ക് വരെ മാറ്റി. അതുകൊണ്ടാണല്ലോ ഇവർക്ക് എത്ര കോൺഫിഡൻസ്. അപ്പൊ അത് വിട്ടാ പിന്നെ പുഴയിൽ മുങ്ങിത്താഴുന്നവൻ ജിന്നിനോട് സഹായം തേടിയാൽ അത് ശിർക്കല്ല. അതുപോലെ തന്നെ അല്ല, കുറ്റിക്കാട്ടിലെ നിങ്ങൾ പറഞ്ഞപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ സമയം അനുവദിച്ചു. നിശബ്ദമായി ഇരിക്കുന്ന മര്യാദ നമ്മൾ പാലിച്ചതാണ്. ലംഘിക്കല്ലേ, മര്യാദ ലംഘിക്കല്ലേ, പ്ലീസ് മര്യാദ ലംഘിക്കല്ലേ. ഞങ്ങൾ കേട്ടല്ലോ. പറയാ നിങ്ങൾ എന്ത് മര്യാദകേടാ ഇപ്പൊ കാണിക്കുന്നത്? നിങ്ങൾ സംസാരിച്ചപ്പോ ഞങ്ങൾ നിശബ്ദമായിട്ടിരുന്നു. ഞങ്ങൾ സംസാരിക്കുമ്പോ നിങ്ങൾ നിശബ്ദമായി ഇരുന്നിട്ട് മറുപടി പറഞ്ഞോ? നിശബ്ദമായി ഇപ്പൊ ഇരിക്കൂ. ഞങ്ങൾ പറയട്ടെ സുഹൃത്തെ, എന്തിനാണ് ഈ ബേജാറ്? എന്തിനാണ് ഈ ടെൻഷൻ? ഇരിക്കൂ പറയാ ഇരിക്കൂ ഇവിടെ അല്ല, നിങ്ങളും മിണ്ടാണെന്നല്ലല്ലോ പറയാൻ പറ്റൂ. അല്ല, നിങ്ങൾ ഒച്ച വെച്ച് ബഹളം ഉണ്ടാക്കല്ലേ. ഞങ്ങൾ പറയാന്ന് ഇന്ന് എല്ലാം പറഞ്ഞു പഠിപ്പിച്ചിട്ട് നമ്മളിന്ന് പോവുള്ളോ? ഓക്കെ ഇരിക്കി പറഞ്ഞ നിശബ്ദമാക്ക്. അപ്പൊ വയലൊക്കെ കേൾക്കേണ്ടി വരും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേൾക്കേണ്ടി വരും. അപ്പോ വ്യവസ്ഥ എഴുതുമ്പോ നമ്മൾ പറഞ്ഞത് എന്താ? ഞങ്ങൾ പറഞ്ഞു ഓക്കെ, നിങ്ങൾ ഇന്ന് ഈ സിറ്റിംഗ് തുടങ്ങി ആരംഭിക്കുന്നത് വരെ KJUവിന്റെ ലെറ്റർ വേണമെന്ന് ഒഫീഷ്യലായിട്ട് ഞങ്ങളെ അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ലെറ്ററിന്റെ കാര്യം ചിന്തിക്കേണ്ടി തന്നെ വന്നിട്ടില്ല. കാരണം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഇപ്പോ ഇവിടെ വന്ന് വ്യവസ്ഥ എഴുതാൻ ഞങ്ങൾ വ്യവസ്ഥ വായിച്ചപ്പോ അതില് മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികമായ ജിന്നുകളോട് സഹായം തേടുന്നത് ശിർക്കാണ്. ജബ്ബാർ മൗലവി എഴുതിയത് ആ വകുപ്പിൽ പെടുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ഓതിയ സൂറത്ത് അൻആം 128 ദുർവ്യാഖ്യാനം എന്ന് പറഞ്ഞപ്പോ കാര്യം മനസ്സിലായി. ഈ സംവാദം നടന്നാൽ എന്ത് സംഭവിക്കുന്നു മനസ്സിലായി. ഒളിച്ചോടാൻ വേണ്ടി ഇതാ പോകുന്നു. KJUവിന്റെ ലെറ്റർ വരുന്നു, പുതിയ കണ്ടീഷൻ വരുന്നു. സ്വന്തം ലെറ്റർ ഹെഡിന് വില കൽപ്പിക്കാത്ത സെക്രട്ടറി, സ്വന്തം ലെറ്റർ ഹെഡിന് ഒരു വില കൽപ്പിക്കാത്ത സെക്രട്ടറി. ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? നിങ്ങളെ കുഴപ്പമാണ്. ഇവിടുത്തെ സെക്രട്ടറിയുടെ അനീഫ കായക്കുടിയും അനസ് മൗലവിയും പ്രസംഗിച്ച് നടന്നതേ ഞങ്ങൾ എഴുതിയിട്ടുള്ളൂ. ജബ്ബാർ മൗലവിയുടെ ലേഖനത്തിൽ നിങ്ങൾക്ക് ശിർക്ക് കാണിച്ചു തരാൻ സാധ്യമല്ല. വിസ്ഡത്തിന്റെ സെക്രട്ടറിയായ നിങ്ങൾ ഒഫീഷ്യലായി നൽകിയ നിങ്ങളുടെ ഒപ്പിട്ട് നൽകിയ ലെറ്റർ പ്രകാരം KNM ഈ വ്യവസ്ഥക്കിരിക്കാൻ തയ്യാറാണ്, വാദമെഴുതാൻ തയ്യാറാണ്. നിങ്ങൾ സ്വന്തമായി എഴുതിയ, നിങ്ങൾ ലെറ്റർ പേഡിൽ എഴുതിയ വാദമനുസരിച്ച് നിങ്ങൾ തയ്യാറാണോ?
നിങ്ങൾ തയ്യാറാണോ? ഞങ്ങൾ തയ്യാറാണ്. അനീഫ് കായക്കുടി വരുന്ന പറഞ്ഞിരുന്നത്. അനീഫ് കായക്കുടിയോട് ലെക്ചർ ചോദിക്കാം. കാരണം ഇവരോട് നമ്മൾ കൂടാൻ പറഞ്ഞപ്പോ ഞങ്ങൾ കൂടൂലാന്ന്. അയാൾ അനീഫ് എവിടെ? എവിടെ അനീഫ? അനീഫ് എവിടെ? ലെക്ചറല്ല ഇപ്പൊ പറഞ്ഞാല് എന്റെ വാക്ക് കേട്ടവിടെ വന്നതാണ്. ഇനി അങ്ങനെ എന്റെ വാക്ക് കേട്ട രണ്ടുണ്ട്. അന്നെ വിശ്വസിച്ചിട്ട് ഞങ്ങൾ ചോദിക്കട്ടെ. എന്നാലും പറഞ്ഞത് എന്താ അത് അങ്ങനെയല്ല. ഞാൻ ഇയാളോട് ചോദിക്കുമ്പോഴൊക്കെ പറഞ്ഞത് അങ്ങനെ മമ്മൂട്ടിയാക്കാനോട് ആരാ പറഞ്ഞു? ഞങ്ങൾ ഇവിടെ മധ്യസ്ഥ വേണമെന്ന് പറഞ്ഞേ. മധ്യസ്ഥ വേണം തന്നെ ആരാ? നിക്ക് 2 മിനിറ്റിന്റെ സംസാരമുള്ളൂ എന്നാ പറഞ്ഞത്. ഈ കേൾക്കാൻ വേണ്ടി നോണ പറയരുത്. നോണ പച്ച നോണ ഈ ഇത് പറയാൻ വേണ്ടിട്ട് ഞങ്ങൾ നിങ്ങളെ വിളിച്ചത്. എന്തിനാണ് ചോദിച്ചത്? കാര്യം പറഞ്ഞു. ഈ കാര്യം ഈ കോലത്തിലാവും. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് 2 മിനിറ്റ് സംസാരിക്കാന്ന്. നമുക്ക് പ്രത്യേകിച്ചൊന്നും ചർച്ച ചെയ്യാനില്ല. ഇനി മേലൊക്കെ വിളിച്ചപ്പോ കൂടണ്ടാന്നാ പറഞ്ഞു. മേലൊക്കെ വിളിച്ചപ്പോ കൂടണ്ടാന്നാ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾ എന്നോട് മറുപടി എന്താ ചോദിച്ചത്? ഞങ്ങൾ എന്നോട് മറുപടി എന്താ ചോദിച്ചത്? ഞങ്ങൾ എന്നോട് എന്താ ചോദിച്ചത്? എന്തിനാ കൂടുതൽ വെച്ച് എന്താ പറഞ്ഞത്? ഞാൻ എന്താ പറഞ്ഞത്? നമുക്ക് ഇതിനെ സംബന്ധിച്ച് കുറെ കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാണ്ടാണ്. ഇതിനെ സംബന്ധിച്ച് നമുക്ക് എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ഒരു കാര്യങ്ങൾ വ്യക്തമായിട്ടല്ല പറഞ്ഞത്. മൊത്തത്തിൽ ആമായിട്ടാ ഞാൻ പറഞ്ഞത്. അപ്പൊ അത് പറഞ്ഞപ്പോൾ ആയിട്ടൊന്നും ആവശ്യമില്ല. അപ്പൊ രാത്രി പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചോക്കട്ടെ അറിഞ്ഞപ്പോ മൂപ്പര് മേലക്ക് വിളിച്ചപ്പോ മൂപ്പർക്ക് റിപ്പോർട്ട് കിട്ടി കൂടണ്ടാന്ന്. അത് കൂടണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് കൂടണ്ടാന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് മേലിന്ന് കൂടണ്ടാന്നാ പറഞ്ഞത്. എന്താണ് അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഇനി അപ്പം കൂടിയാൽ മതിയാണ്. ഇപ്പം കൂടിയപ്പോ ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് നിങ്ങൾ KJUന്റെ എന്താ ഒറ്റ കാര്യം. നിങ്ങളെ KJUന്റെ സെക്രട്ടറി അനീഫ കായക്കുടി പുളിക്കൊന്നും കിട്ടൂല. നിങ്ങൾക്ക് കത്ത് എന്താ നിങ്ങൾക്ക് കത്ത് തരുന്നതിന്? ഇത് കേൾക്കി. കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ KNMന്റെ ഇവിടെ പിന്നെ സൂപ്പർ ബസാർ ശാഖ നിങ്ങൾക്ക് കത്ത് തന്നപ്പോ ആ കത്തിന്റെ മറുപടിയിൽ ഒന്നാമതായി നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? ഇവിടെ KJUന്റെ ലെറ്റർ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ സംഭാവനത്തിൽ ഞാൻ പറഞ്ഞു കേട്ടോളി. കുറച്ചു നേരം നിങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് KJUന്റെ ലെറ്റർ കിട്ടിയെങ്കിൽ നിങ്ങൾ അന്വേഷിക്കണം. ബിസിനസ്സുകാര് നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റിയോട് നിങ്ങൾ സംസ്ഥാന കമ്മിറ്റിയോട് അന്വേഷിക്കണം. ഇങ്ങനെ തന്നിട്ടുണ്ട് ലെറ്റർ. കൂടിയാലോചിച്ച് നിങ്ങൾ ഇവിടുത്തെ സൂപ്പർ ബസാർ കൂടിയാലോചിച്ച് സംഘടന ഉത്തരവാദിത്തോടു കൂടി നൽകിയ ലെറ്ററാണ്. അപ്പൊ നിങ്ങൾ അതിൽ എഴുതണം KJUന്റെ കത്തില്ലാതെ ഒരു വ്യവസ്ഥക്കിരിക്കാൻ ഞങ്ങൾ സന്നദ്ധമല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോരേണ്ടത്. നിങ്ങൾ ഈ വ്യവസ്ഥക്കിരിക്കാൻ വേണ്ടി വരുന്നത് KJUന്റെ ലെറ്റർ വരുന്നത്. രണ്ടാമത്തേത് ഞങ്ങൾ വന്നത് പറഞ്ഞുതരാം. ഞങ്ങൾ അതുകൂടി സംസാരിക്കാൻ വേണ്ടിട്ട് ഇയാളെ വിളിച്ചത്. ഇയാളെ വിളിച്ചപ്പോ അങ്ങനെ നിങ്ങൾക്ക് എന്താ ഇപ്പൊ എന്താ നിങ്ങൾക്ക് KJUന്റെ കത്ത് നിങ്ങൾക്ക് കിട്ടോ? നിങ്ങൾക്ക് KJUന്റെ കത്ത് കൊടുക്കും. ഞങ്ങളുടെ ഇപ്പൊ പറഞ്ഞു നിങ്ങളോട് നിങ്ങൾക്ക് KJUന്റെ കത്ത് വേണം. ശരി പറഞ്ഞു. അപ്പൊ നമ്മളെ ഒന്നാമത്തെ വ്യവസ്ഥ ഈ സംവാദം നടക്കുമ്പോ KJUന്റെ കത്ത് ജബ്ബാർ മൗലയുടെ വാദം ഷിർക്കാണെന്ന് KJU ഷിർക്കല്ലെന്ന് അതാദ്യം പറയണം. നിങ്ങളുടെ ഒഫീഷ്യൽ ലെറ്ററിൽ നിങ്ങൾ സംവാദ വ്യവസ്ഥ എഴുതാൻ വരുമ്പോ KJUന്റെ ലെറ്റർ ഇല്ലാതെ പറ്റില്ല എന്ന് നിങ്ങൾ ആദ്യം പറയണമായിരുന്നു. ആ സമയത്ത് മിണ്ടിയില്ല. ഇവിടെ വന്നിട്ട് ഇത് ചോദിച്ചിട്ട് മുങ്ങാന്നാണ് വിചാരിക്കുന്നതെങ്കിൽ മോശമാണ്. കാരണം എന്തറിയോ? ഈ പറയുന്ന സൂപ്പർ ബസാറിലെ സെക്രട്ടറി സൂപ്പർ ബസാറിലെ വിസ്റ്റം യൂണിറ്റിന്റെ ലെറ്റർ ഹെഡിൽ തന്നിട്ട് പറയാ അത് നാദനില്ലാത്ത ലെറ്ററാണ്, അതിന് വാല്യൂ ഇല്ലാത്ത ലെറ്ററാണെന്ന്. പിന്നെ എന്ത് വാല്യൂ ആണ് നിങ്ങൾക്കുള്ള എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. പിന്നെ എന്ത് വാല്യൂ ആണുള്ളത്? അതെ നോക്ക്, ജബ്ബാർ മൗലവിന്റെ ലേഖനത്തിൽ ഷിർക്കാണ് എന്ന് നിങ്ങളുടെ എഴുതി തരും. ഇപ്പൊ എന്നോട് പറഞ്ഞ മാതിരി ഞാൻ നിങ്ങളോട് ചോദിക്കണത് അത് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങളോട് ഞാൻ പറഞ്ഞു ജബ്ബാർ മൗലവിന്റെ ആ ലേഖനത്തിലുള്ള വരികൾ ഷിർക്കാണ് എന്ന് നിങ്ങൾക്കാണ് എഴുതി തന്നൂടെ എന്നാണ് ഞാൻ ചോദിക്കണത്. അങ്ങനല്ല, ജമിയത്തുൽ ഉലമ നിങ്ങളിപ്പോ ഞങ്ങളോട് ചോദിച്ചല്ലോ. അതേമാതിരി ജമിയത്ത് ഞങ്ങളതിൽ പറയുന്നത് ഷിർക്കല്ല. ഞങ്ങൾ നാട് കാണുന്നുണ്ട് കേട്ടോ, നാട് കാണുന്നുണ്ട്. എന്തായാലും കുഴപ്പം വിസ്റ്റത്തിന്റെ സെക്രട്ടറി എഴുതിയ ലെറ്റർ നിങ്ങൾ എഴുതുമ്പോ തന്നെ ഓർമ്മ ഞാനോ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഞങ്ങളെ സംഘടന വിശ്വസിക്കുക? നിങ്ങൾ എഴുതിയ ലെറ്ററിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ എന്താ കാര്യം? സ്വന്തം ലെറ്ററിൽ ഉത്തരവാദിത്തമില്ല. അതാണ് നമ്മൾ ചോദിക്കുന്നത്. നിങ്ങള് എന്നാ പിന്നെ എഴുതുന്നേ
ഒരു യൂണിറ്റ് സെക്രട്ടറി ആ യൂണിറ്റിന്റെ ലെറ്റർ ഹെഡിൽ ഒരു കത്ത് തന്നിട്ട് ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യവസ്ഥ എഴുതാൻ ആളുകൾ വന്നപ്പോ പറയാണ് ഞങ്ങളെ ലെറ്റർ വാല്യൂഡ് അല്ല, ഞങ്ങളെ ലെറ്ററിന് നാഥനില്ല, അതുകൊണ്ട് നിങ്ങൾ ചോദിക്കാത്തത് കൊണ്ട് നിങ്ങളുടെ ലെറ്ററിൽ നിങ്ങൾ എഴുതേണ്ടിയിരുന്നു ഞങ്ങൾ നൽകുന്ന മറുപടിക്കുള്ള ഞങ്ങൾ വാരപരിവാരത്തിൽ നിങ്ങളെ വെല്ലുവിളിച്ചു നിങ്ങൾ എഴുതണം. എന്റെ KJയുടെ ലെറ്റർ വേണമെന്ന് എഴുതണം. ഇന്നലെ എങ്കിലും ഇയാളോട് പറയണം. എങ്ങനെ ഞങ്ങൾ പണ്ഡിതന്മാരുടെ പേര് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അനീഫാനെ കൊണ്ടുവച്ച് അപ്പോഴേക്ക് ഉറപ്പ് പറഞ്ഞു. അപ്പൊ ആ അനീഫാനോട് ലെറ്റർ നിങ്ങൾ അനീഫ സെക്രട്ടറിയല്ലേ, ആ അനീഫ പറയണ്ടേ, ആ അനീഫാന്റെ കസ്റ്റഡി വാങ്ങിയ പോലെ നിങ്ങൾക്ക് അനീഫാനല്ലേ ഇതൊക്കെ തീരുമാനിച്ചത് അല്ലെ? അനീഫാന്റെ തീരുമാന പ്രകാരമാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ആ അനീഫ ഇവിടെ ആ അനീഫാനോട് ആ ലെറ്റർ പേര് വാങ്ങി, ലെറ്റർ വാങ്ങി. അല്ല, നിങ്ങളല്ലേ സൂപ്പർ ബസാർ യൂണിറ്റിന്റെ പേര് ലെറ്റർ തന്നാല് നിങ്ങളെ ലെറ്റർ നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ടാ, പിന്നെ ഞങ്ങളെ വാല്യൂ കൽപ്പിക്കാനാ? ലെറ്റർ തന്നിട്ട് ഇപ്പൊ ഞങ്ങൾ റെഡിയാണ്. ലെറ്റർ തന്നിട്ട് ഇപ്പൊ ലെറ്റർ തന്ന സെക്രട്ടറി പറയാണ് ഞങ്ങള് ശാഖയുടെ ലെറ്റർ ഹെഡിൽ സെക്രട്ടറി സീൽ വെച്ച് ഒപ്പിട്ട് തന്ന വ്യവസ്ഥക്ക് ഞങ്ങൾ ആ ലെറ്ററിന് ഞങ്ങൾ വ്യവസ്ഥ ചെയ്താൽ വന്നപ്പോ പറയാണ് ഞങ്ങളെ ലെറ്റർ അങ്ങനെ വാല്യൂഡ് അല്ല, ഞങ്ങളെ കത്ത് അങ്ങനെ വാല്യൂഡ് അല്ല, ഒരു നാഥനില്ലാത്ത കത്താണ്, ആളുകൾ വില കൽപ്പിക്കാത്ത കത്താണ്. എന്ത് നാണക്കെട്ട പരിപാടിയാണ്, എന്ത് നാണക്കെട്ട പരിപാടിയാണ്. അതാണ് നമ്മൾ ചോദിക്കുന്നത്. സെക്രട്ടറിന്റെ ഇത് ഞങ്ങൾ വ്യവസ്ഥക്ക് തയ്യാറായിട്ടാ വന്നത്. ഇതുവരെയായിട്ട് ഞങ്ങൾ ഇതുവരെയായിട്ട് പത്തപ്പിന സമ്മാനം നടന്നു, പന്നിപ്പാറ സമ്മാനം നടന്നു, കോഴിച്ചൻ സമ്മാനം നടന്നു. ഇതുവരെയായിട്ട് വിസ്റ്റം കാർഡ് എടുത്തുന്നോ ആരെങ്കിലും ഇത് എത്തരം ഒരു ചോദ്യം KJയുടെ ലെറ്റർ ചോദിച്ചിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായി 3 വാരപരിവാരം കഴിഞ്ഞപ്പോ പരിപാടി മതിയായി. ഇപ്പൊ നാട്ടുകാരോട് പറയാൻ വയ്യ, ജിന്നിന്റെ പേരിൽ അറിയപ്പെടാൻ നിങ്ങൾക്ക് വയ്യ, നാട്ടുകാരോട് പറയാൻ വയ്യാത്തൊരവസ്ഥയിലായി. അതുകൊണ്ട് പണ്ഡിതന്മാരെ കിട്ടൂല ഈ പരിപാടിക്ക്. എങ്ങനെങ്കിലും ഇത് കൊളാക്കി തീർക്കാന്നുള്ള മുകളിലുള്ള ഓർഡർ അതാ ഇവിടെ നടക്കണേ. ഞാൻ പറയട്ടെ, ഇപ്പൊ സംവാദത്തിന്റെ അതിനാണ് എന്നോട് പറഞ്ഞത്. കണ്ടോ ഇന്നലെ വരെ പറഞ്ഞിട്ടില്ല. ഇവിടെ വ്യവസ്ഥ ചെയ്താൽ വരുമ്പോ പറയാതെ വ്യവസ്ഥ ചെയ്താണ് ഞങ്ങൾ വന്നത്. മനസ്സിലായോ? സംവാദത്തിന് വ്യവസ്ഥ ചെയ്താണ് ഞങ്ങൾ വന്നത്. അവിടെ വെച്ച് പറയാന്ന് മോമാരി എന്റെ കഴിഞ്ഞോ കത്തിന്റെ അടിസ്ഥാനത്തിലും എന്റെ വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് വന്നത്. ചോദിച്ചേ മധ്യസ്ഥന്മാരും കാര്യം അതൊന്നും പ്രശ്നമില്ല. ഞാനല്ല പറഞ്ഞതാണോ നമ്മളെ മധ്യസ്ഥ ഞങ്ങൾക്ക് ഇത് ഓഫാക്കണേ. നമ്മൾ സൗണ്ട് വർക്കാണ്, അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. നിങ്ങൾ ഇത് സൗണ്ട് കൂട്ടിക്കളി, അതുകൊണ്ട് ഓണാണ് സൗണ്ട് കുറവുണ്ട്, അത് സൗണ്ട് ഇത് സൗണ്ട് ആവക വളർന്നു കൊടുക്കണ്ട, അതൊന്നും ഇങ്ങോട്ട് ഒന്നണ്ട, അത് ഇങ്ങോട്ട് ഒന്നണ്ട. ഇത് കുറവുണ്ടാവുമ്പോ അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ മധ്യസ്ഥന്മാർ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് മധ്യസ്ഥന്മാർ ആവശ്യമൊന്നും. ഞങ്ങൾ നിന്നാൽ മതി, ഞങ്ങൾക്ക് രണ്ടു കൂട്ടർ ഞങ്ങൾ അത്രയും വിശ്വാസമുള്ളതാണ് അവർ പറഞ്ഞേ നിങ്ങൾ നിന്നാൽ മതി മധ്യസ്ഥന്ന്. CK മോമാരി നിന്നാൽ മതി എന്ന് ഞങ്ങൾ 100 വട്ടം പറഞ്ഞാണ്. 2 മധ്യസ്ഥന്മാരെ പറഞ്ഞിട്ട് ഇപ്പൊ അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാണ്. ഇപ്പൊ എന്താ ഈ പ്രശ്നങ്ങൾ? പിന്നെ ഇവിടെ ഇപ്പൊ പറഞ്ഞത് നമ്മളെന്താണ്, പിന്നെ സംവാദങ്ങൾ 3 നടന്നു. സംവാദങ്ങൾ 3 നടന്നു. ആ സംവാദങ്ങൾ തന്നെയാണ് നമ്മൾ 3 നടന്നിട്ട് ആൾക്കാർക്ക് മനസ്സിലായത്. അവിടെ തന്നെയാണ് ഈ നടത്തിയ ആൾക്കാർ എവിടെ? ഇപ്പോ ഈ 3 ആൾക്കാർ എവിടെ? ഈ 3 ആൾക്കാർ സംവാദം നടത്തിയ 3 ആൾക്കാർ ഞങ്ങളിപ്പോൾ പ്രബോധനമായിട്ട് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ 3 ആൾക്കാർ എവിടെ? അതിന് ഇപ്പൊ സൂറത്തിൽ അൻആമിലെ കാര്യങ്ങൾ പറഞ്ഞതോ വ്യവസ്ഥക്ക് പോലും വരാൻ തയ്യാറാകാത്ത നിങ്ങളാണ്. നല്ല പോക്ക് വ്യവസ്ഥക്ക് പോലും വരാൻ തയ്യാറാകാത്ത നിങ്ങളെ പണ്ഡിതന്മാർ എങ്ങോട്ടാ പോകുന്നത്?
നിങ്ങളെ എവിടെ അതൊക്കെ അടക്കി അതൊക്കെ നിങ്ങളെ ഈ മൂന്ന് ആൾക്കാർ ഇപ്പൊ നമ്മള് അല്ല ഞാൻ ചോദിക്കട്ടെ, ഇനി നിങ്ങൾ വ്യവസ്ഥ ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ വ്യവസ്ഥ ചെയ്തില്ല, ഈ കത്ത് കിട്ടിയ ചെയ്തു ഇല്ല, നിങ്ങൾ വ്യവസ്ഥ ചെയ്തില്ല. അപ്പൊ നിങ്ങൾ എന്താ അത് പറയാനേ? നിങ്ങൾ എന്തുകൊണ്ട് അത് ഞങ്ങളോട് ആദ്യം പറഞ്ഞില്ല? ഞങ്ങൾ ഇത്ര പാടുപെട്ട് ഇവിടം വരെ വരണ്ടായിരുന്നോ? അല്ല, നിങ്ങളെ ലെറ്ററിൽ എന്തുകൊണ്ട് ആവശ്യപ്പെട്ടില്ല? നിങ്ങളെ ലെറ്ററിലില്ല. KJUവിന്റെ ലെറ്റർ കൊണ്ടെന്നെങ്കിലേ സംവാദത്തിനുള്ളൂ എന്ന് നിങ്ങളുടെ ലെറ്ററിലില്ല. നിങ്ങളെ ലെറ്ററിലില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ഇവിടെ വന്നിട്ട് മുങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരു വാദം ഉണ്ടാക്കിയിരിക്കാൻ. വ്യവസ്ഥ അതാണ്. ഒന്നാമത്തെ ഞങ്ങൾ വ്യവസ്ഥ ഇടാൻ സന്നദ്ധാണ്. ഒരു വാരം പറഞ്ഞ് രക്ഷപ്പെടാൻ എന്താ KJUവിന് തരാത്തത്? എന്താ KJUവിന് കത്ത് തരാൻ പറ്റാത്തത്? എന്താ KJUവിന് കത്ത് തരാൻ പറ്റാത്തത്? എന്താ KJUവിന് കത്ത് തരാൻ പറ്റാത്തത്? KJUവിന് എന്താ കത്ത് തരാൻ പറ്റാത്തത്? KJUവിന് എന്താ കത്ത് തരാൻ പറ്റാത്തത്? വൈകുന്നേരം കൊണ്ടുവരാൻ കഴിയോ? ഇന്ന് വൈകുന്നേരം കത്ത് കൊണ്ടുവരാൻ പറ്റും നിങ്ങൾക്ക്? നമ്മൾക്ക് എഴുതാ വൈകുന്നേരം കത്തുണ്ടെന്നോളി, നമ്മക്ക് എഴുതാ. 3 മണിക്ക് കൊണ്ടുവരാൻ പറ്റുമോ? 3 മണിക്ക് കൊണ്ടുവരാൻ പറ്റുമോ? കൊണ്ടുവരിങ്ങള് ഞങ്ങളെ നിലപാട് ഞങ്ങൾ പറയാം. കേരള നദ്വത്തുൽ മുജാഹിദീന്റെ സൂപ്പർ ബസാർ യൂണിറ്റ് ഒരു ലെറ്റർ തന്നിട്ടുണ്ട്. ആ ലെറ്ററാണ് ഞങ്ങളുടെ ഒഫീഷ്യൽ രേഖ. സൂപ്പർ ബസാർ യൂണിറ്റിന്റെ KNM യൂണിറ്റ് ഒരു ലെറ്റർ തന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സംവാദത്തിന് തയ്യാറാണോ? അത് പറയും. അതേപോലെ ഞങ്ങളെ കൂടുതൽ സംവാദം നടത്തി ഒരുത്തനും ഇപ്പൊ കാണില്ല. ഈ സാലിസിനെ കെട്ടി വെച്ചുകൊള്ളുന്ന കണ്ടല്ലോ. ഇപ്പൊ സാലിസിനെ കണ്ടല്ലോ. അപ്പൊ മതിയായല്ലോ. അപ്പൊ സാലിസിനെ എന്തായാലും കണ്ടല്ലോ. കെട്ടി വലിച്ചു പറ്റില്ല. ഭയങ്കര സംഭവം. പറ്റില്ല. വ്യവസ്ഥ എഴുതി പണ്ഡിതന്മാർ ഒരു വ്യവസ്ഥ പ്രശ്നമില്ല. നാടായ നാട് മുഴുവൻ വാദപ്രതിവാദവും അതുപോലെ തന്നെ പല പ്രോഗ്രാമും നടത്തിക്കൊണ്ടിരിക്കുന്നത്. KNMന്റെ മുമ്പിലെത്തിയപ്പോ വിറച്ചു. KNMന്റെ മുമ്പിൽ വാദം പറഞ്ഞ് എഴുതാൻ തയ്യാറല്ല. അനീഫ് കായക്കുടി ലെറ്റർ കൊണ്ടുവരാൻ പറ്റുമോ? സൂപ്പർ ബസാർ കുടുങ്ങിയതാ. നിങ്ങളിത് പ്രതീക്ഷിച്ചില്ല. മുങ്ങാൻ വേണ്ടി KJUവിന്റെ ലെറ്റർ ഒരു പ്രശ്നമാക്കിയിട്ട് സംവാദത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ഭീരുത്വമാണ് ഈ പറഞ്ഞത്, ഈ കാണുന്നത്. എന്നിട്ട് ഭീരുത്വം വെല്ലുവിളിച്ചോണ്ടിരിക്കുക. ആ വെല്ലുവിളിയാണ് ഇപ്പൊ ഞങ്ങളും വെല്ലുവിളിക്കണേ. അപ്പൊ നിങ്ങൾക്ക് KNMന്റെ സൂപ്പർ ബസാർ യൂണിറ്റിന്റെ ലെറ്ററിന്റെ അടിസ്ഥാനത്തിൽ സംവാദത്തിലുണ്ടോ? ഇതിന്റെ അടിസ്ഥാനത്തിൽ സംവാദത്തിനുണ്ടോ? ഇതിന്റെ അടിസ്ഥാനത്തിൽ സംവാദത്തിനുണ്ടോ? ആ ഒരൊറ്റ ചോദ്യം. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംവാദത്തിനുണ്ടോ? ഒറ്റ ചോദ്യം. ഈ പരസ്പരം കൈമാറിയ ഒഫീഷ്യൽ ലെറ്റർ, വിസ്റ്റത്തിന്റെ ഈ ലെറ്ററിന്റെ അടിസ്ഥാനത്തിൽ സംവാദത്തിനുണ്ടോ? വിസ്റ്റം തന്ന ഈ ലെറ്ററിന്റെ അടിസ്ഥാനത്തിൽ സംവാദത്തിനുണ്ടോ? നിങ്ങൾ തന്ന ലെറ്റർ, നിങ്ങളുടെ ഒഫീഷ്യൽ രേഖ, നിങ്ങളുടെ സെക്രട്ടറി ഈ ലെറ്ററിന് നിങ്ങൾ കൽപ്പിക്കണ്ടേ? കൊണ്ടുവരാൻ പറ്റുമോ? KJUവിന്റെ ലെറ്റർ കൊണ്ടുവരാൻ പറ്റുമോ? KJUവിന്റെ ലെറ്റർ കൊണ്ടുവരാൻ പറ്റുമോ? ജിന്നിനോട് സഹായം ചോദിച്ചാൽ ശിർക്കല്ലാത്ത സഹായമുണ്ട് എന്ന് നാടിനുള്ള പ്രസംഗിക്കുന്ന നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇരിക്കി. KNMനോട് സമ്മതിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഇരിക്കി. മുന്നിക്ക് വരൂലെന്ന് ഞങ്ങൾക്കറിയാം. പത്തപ്പുരം സംഭവത്തിന് ബുക്ക് എടുത്ത് കൊടുക്കാൻ നിന്നാലും ഇവിടെ വന്നൂടെ? പത്തപ്പുരം സംഭവത്തിന് ബുക്ക് എടുക്കാൻ കൊടുത്താൽ അന്ന ആളാണെങ്കിൽ നിങ്ങളെ ലെറ്റർ ഹെഡാണിത്. ഈ ലെറ്റർ ഹെഡിൽ സംവാദത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞ് എഴുതി തന്ന ലെറ്റർ, എന്നിട്ട് വ്യവസ്ഥ എഴുതാതിരിക്കുമ്പോ ഈ പറയാണ് ഞങ്ങൾക്ക് ഈ ലെറ്റർ ഒരു വിലയില്ല, ഇതൊരു കടലാസിന്റെ വിലയില്ല, അതുകൊണ്ട് വേറെ വേണമെന്ന്. നിങ്ങളെ വാക്ക് എങ്ങനെ വിശ്വസിക്കും? സ്വന്തം ലെറ്റർ. ഈ സാലീസ് പറഞ്ഞ മാതിരി തോട്ടുകിടാൻ പറയാൻ പറ്റില്ലത്. ഞങ്ങൾ സാലീസ് പറഞ്ഞ മാതിരി തോട്ടുകിടാൻ പറയാൻ പറ്റില്ലത്. ഇവിടെ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പറ്റൂല. ഈ യൂണിറ്റ് ചർച്ച ചെയ്യുമ്പോൾ തോട്ടുകിടാൻ പറയാൻ പറ്റൂല.
ആ ലെറ്ററിനനുസരിച്ച് നിങ്ങൾ സന്നദ്ധാണോ? വ്യവസ്ഥ ഒന്നാമതായി KJUവിന്റെ ലെറ്റർ ഞങ്ങൾ നൽകും. KJUവിന്റെ ലെറ്റർ സംഭാവന ദിവസം ഞങ്ങൾ നൽകും. തയ്യാറുണ്ടോ? ഒന്നാമത്തെ വ്യവസ്ഥ പണ്ഡിത സഭന്റെ ലെറ്ററേറ്റ് കിട്ടൂല, ഞങ്ങൾ തരും. ഇപ്പോൾ ഈ ലെറ്റർ പ്രകാരം ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ വെല്ലുവിളിച്ചിട്ട് ആ ലെറ്റർ എപ്പം കൊണ്ടുവരും? അപ്പൊ നിങ്ങൾ എഴുതിയ ലെറ്റർ പേര് എന്തിനാ? നിങ്ങൾ എഴുതിയ ലെറ്റർ പേര് ഒരാഴ്ച എല്ലാരും കേട്ടോളൂ. ഒരാഴ്ച നമ്മളിവിടെ വെല്ലുവിളിക്കണം. ഒരാഴ്ച നമ്മളിതാ ഒരാഴ്ച വേണ്ട. സാലീസ് ആളെ കൊണ്ടുവരൂല. നോട്ടിക്കിടാൻ പറഞ്ഞ ആളാണ്. ഇത് എഴുതി ഒപ്പിട്ട മഹാനാണ്. ഈ മഹാന് ഇതിന് പിന്മാറി. ഈ മഹാൻ പിന്മാറി. ഇയാൾ എഴുതി ഒപ്പിട്ട ഈ വിസ്റ്റത്തിന്റെ ഈ ലെറ്റർ ഇയാൾക്ക് തന്നെ വിലയില്ല. പിന്നെ ഇയാളെ വാക്കെങ്ങനെ വിശ്വസിക്കും? ഇയാളെ വാക്കെങ്ങനെ പരിഗണിക്കും? ഇയാളെ ഒപ്പ്, ഇയാളെ സീല്, ഇയാളെ ലെറ്റർ വിസ്റ്റം സമ്മതിച്ചു. സംവാദത്തിന് നേതൃത്വം കൈവിട്ടു. ഫൈസൽ മുസ്ലിയാർ പറഞ്ഞു, മുങ്ങിക്ക മക്കളെ. KJന്റെ ലെറ്റർ ചോദിച്ചിട്ട് മുങ്ങിക്ക മക്കളെ. അപ്പൊ മുങ്ങി. ആ വക സാലീസെ ആ അടവൊന്നും പറഞ്ഞ് നടക്കൂല. ഈ ലെറ്റർ പേര് നിങ്ങൾ എന്തിനാ എഴുതിയത്? ഈ ലെറ്റർ പേര് നിങ്ങളാണ്. സാക്ഷാൽ ഈ നിൽക്കുന്ന അഹമ്മദ് കുട്ടി സാഹിബ് അഞ്ചാലൻ എന്ന് പറയുന്ന ഈ വ്യക്തി എഴുതിയ അല്ലേ? ഈ ഇരിക്കുന്ന സിസ്റ്റത്തിന്റെ സെക്രട്ടറി എഴുതിയതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ സംവാദം തയ്യാറുണ്ടോ? വ്യവസ്ഥക്ക് തയ്യാറുണ്ടോ? ഇവിടെ ഏതെങ്കിലും ആളെ കുറിച്ചല്ല പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന ഈ സെക്രട്ടറി എഴുതിയ ലെറ്റർ പേഡിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇതാ വന്നിരിക്കുകയാണ്. ഇദ്ദേഹം തന്നെ ലെറ്ററിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ അഹമ്മദ് കുട്ടി ആലഞ്ചോടാരാ? മറുപടി എഴുതി തരും. അതല്ലേ ആരാ? അവിടെ അങ്ങനെ ആള് നിൽക്കണേ. ഇയാളെ ഒപ്പിട്ട് വന്ന ലെറ്റർ, ഇയാളെ ഒപ്പിട്ട് സംവാദത്തിന് എന്നിട്ട് മുക്കിലിരിക്കുക അല്ലേ? നിങ്ങൾ എഴുതിയ ലെറ്റർ കണ്ടോ? എഴുതി ഇയാളാണ് ഒപ്പിട്ടത്. ഇയാളാണ് സെക്രട്ടറി. എന്നിട്ട് ഇയാളാണ് മുങ്ങുന്നത്. നിങ്ങൾ നോക്ക്. നാണം വേണ്ടേ? കൊണ്ടുവാ. നിങ്ങൾ ഒപ്പിട്ട ആളവിടെ KNMന്റെ കൊണ്ടുവാ. ഞങ്ങൾ ഒപ്പിട്ട ഞങ്ങൾ തയ്യാറാണ്. എന്താ ഞങ്ങൾ പറഞ്ഞത്? ആ ആള് തയ്യാറാണ്. ഈ ഒപ്പിട്ട ഇയാൾ തയ്യാറാവോ? ആ ആള് തയ്യാറാണെങ്കിൽ ഈ ഒപ്പിട്ട വ്യക്തി തയ്യാറാണോ? കത്തേറ്റ് വന്നാൽ ഞങ്ങൾ ഇവൻ അപ്പോഴും പറഞ്ഞത് അഹമ്മദ് കുട്ടി, നിങ്ങളെ ലെറ്ററിനും വിലയില്ല, നിങ്ങളെ സീലിനും വിലയില്ല, നിങ്ങളെ ലെറ്റർ ഹെഡിനും വിലയില്ല. നിങ്ങൾക്ക് എന്ത് വിലയാണുള്ളത്? ചോദിക്കട്ടെ. ഒപ്പിട്ടിട്ട് ഈ മഹാനായിരുന്നു ഒപ്പിട്ടിരുന്നത്. ഞാനിപ്പോഴറിഞ്ഞത് ഇയാളാണ് ഒപ്പിട്ടിരുന്നത്. പുളിക്കാൻ നിങ്ങൾക്ക് കിട്ടൂലേ? ഇവിടെ തന്നെയല്ലേ പുളിക്കല്? KNMന്റെ സെക്രട്ടറി ഒപ്പിട്ട് തന്ന ലെറ്റർ പ്രകാരം ഞങ്ങൾ തയ്യാറാണ് വ്യവസ്ഥ എഴുതാൻ. തിരിച്ച് മറുപടി നൽകിയ നിങ്ങൾ തയ്യാറാണോ? വെല്ലുവിളിക്കാൻ തയ്യാറാണോ? ഈ സെക്രട്ടറി തയ്യാറാണോ? ഈ സെക്രട്ടറി എഴുതി. എന്നാൽ എഴുതൂ. പിന്നെ എന്തിനെഴുതുക? സാക്ഷാൽ നിങ്ങൾ പിന്നെ എന്തിനെഴുതുക? സംവാദം നടത്താൻ തന്നെയാണ് വ്യവസ്ഥ. അല്ല, നിങ്ങൾ തയ്യാറല്ല. ഞങ്ങളായിട്ട് വ്യവസ്ഥ തയ്യാറല്ല. അല്ല, ഞങ്ങളുമായിട്ട് വ്യവസ്ഥ എഴുതാൻ തയ്യാറാണോ? ഞങ്ങളുമായിട്ട് അങ്ങ് എഴുത് പോകല്ലേ? കത്ത് കൊണ്ടല്ലേ? പാവപ്പെട്ട ഒരുപാട് മനുഷ്യന്മാരെ പ്രവർത്തിച്ചില്ലേ? എങ്കിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. പറമ്പിൽ പീഡിക അടക്കം പല പ്രദേശങ്ങളിലും ജിന്നിന്റെ ബാധകൾ പ്രചരിപ്പിച്ച് പാവപ്പെട്ട മനുഷ്യന്മാരുടെ അവരെ ജിന്നിലേക്ക് ക്ഷണിച്ചു വരുത്തിയ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇത് തമാശയല്ല. ഇത് ശിർക്കും തൗഹീദും തമ്മിലുള്ള വ്യവസ്ഥയാ.
ഇത് ശിർക്കും തൗഹീദ് തമ്മിലുള്ള വ്യവസ്ഥയാ. അതുകൊണ്ട് വിശ്വസിക്കുന്ന ആദർശത്തിൽ അല്പമെങ്കിലും ആദർശത്തിൽ അഭിമാനമുണ്ടെങ്കിൽ എഴുതൂ. തോട്ടിക്കിടുന്ന ആൾക്കാർ അതീസായതൊക്കെ പറഞ്ഞ അപ്പൊ തോട്ടിക്കിടാൻ പറയും. അങ്ങനത്തെ ആൾക്കാരെ ഒരേറ്റ് എങ്ങനെ ഇത് കേനമ്മിന്റെ കത്തുള്ള എവിടെയാണ് കത്തിൽ നിങ്ങളാണെങ്കിൽ നിങ്ങൾ തയ്യാറാണോ? ഈ ലെറ്റർ എഴുതിയ മനുഷ്യനോട് ഞാൻ ചോദിക്കുന്നത്, ഈ ലെറ്റർ എഴുതിയ വ്യക്തിയോട് ഞാൻ ചോദിക്കുന്നത്, വ്യവസ്ഥക്ക് തയ്യാറുണ്ടോ? വ്യവസ്ഥ ചെയ്യാൻ തയ്യാറുണ്ടോ? ഇത് നിങ്ങളെ തോട്ടിലിടണ, ഇത് തോട്ടിലിടണമെന്നാണോ പറയുന്നത്? എന്ത് ബലാണുള്ളത്? എന്ത് ബലാണ് നിങ്ങളെ ലെറ്ററിനുള്ളത്? അതുല്ലേ? ലെറ്ററിന് മാത്രല്ല, അതുല്ലേ? രണ്ടുല്ലേ? അതുല്ലേ? വ്യവസ്ഥ എഴുതി കൂട്ടരെ, വ്യവസ്ഥ എഴുതി. നിങ്ങൾ സമ്മതിച്ചതാണ്, നിങ്ങൾ സമ്മതിച്ചതാണ് സംവാദം എഴുതാന്ന്. അതാണ് തോട്ടിക്കിട്ടാല് ആദിശയിക്കുന്ന പുസ്തകമാണ്. ഇതെന്തായ തോട്ടിക്കരേണ്ടതാണ്? നിങ്ങൾ എഴുതിയ വാദങ്ങൾക്ക് നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ ഇതിന് തോട്ടിക്കരല്ല, പിന്നെ എന്താ ചെയ്യാ? ഇതിന് വില ചോദിച്ചത് പറയാൻ സമ്മതിച്ചേ. പിന്നെ നമുക്ക് തോനെ പറയാനില്ല. നിങ്ങൾ ഒരു മൈക്കോടക്കി രണ്ടാക്കി പറയല്ലേ? അല്ല, ഇങ്ങക്ക് ഇതിന് കത്ത് കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല, അതാ ഞങ്ങൾക്ക് ചോദിച്ചാലേ. ഇങ്ങക്ക് കത്ത് കൊണ്ടുവരാൻ പറ്റുമോ? നിങ്ങൾ എഴുതിയ കത്തിൽ നിങ്ങൾ ഉറച്ചിക്കോ? നിങ്ങൾ എഴുതിയ കത്തിൽ നിങ്ങൾ ഉറച്ചിക്കോ? നിങ്ങൾ എഴുതിയ കത്തിന് നിങ്ങൾ വില കൊടുക്കോ? എന്ന വ്യവസ്ഥ എഴുതി. നിങ്ങളെ ലെറ്റർ സംവാദത്തിന് തയ്യാർ, സംവാദത്തിന് തയ്യാർ. ഇസ്ലാമിക് ഓർഗനൈസേഷൻ സൂപ്പർ ബസാർ യൂണിറ്റ് സെക്രട്ടറി അഹമ്മദ് കുട്ടി ഒപ്പ് പണ്ട് അയ്യപ്പനൊപ്പാണ്, ഇപ്പൊ ഈ ഒപ്പ് അയ്യപ്പനൊപ്പുണ്ടോ എന്ന് ജിന്നിനോട് ചുരുക്കല്ലാത്ത സഹായവും ചോദിക്കാം, ജിന്നിനോട് ചുരുക്കല്ലാത്ത സഹായവും ചോദിക്കാമെന്ന വാദവുമായി നടന്ന നിങ്ങളോട് കെ എൻ എമ്മിന്റെ പ്രവർത്തകർ ചോദിക്കാണ്, നിങ്ങൾ സംവാദം തയ്യാറുണ്ടെങ്കിൽ വ്യവസ്ഥ തിരുക്കൂ. എത്ര മനുഷ്യന്മാര്, പാവപ്പെട്ട മനുഷ്യന്മാര് വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ അറിയോ? ഓരോരുത്തരോടും ഒരു കാര്യം കേട്ടോളി, നിങ്ങളെ വിസ്തം പ്രവർത്തകരെ, ഞങ്ങൾ സംവാദം വിസ്റ്റമിന്റെ ഓരോ പ്രവർത്തകരോടും വ്യക്തിപരമായി സംസാരിക്കുമ്പോ അവർക്കൊന്നും നിങ്ങളെ വിശ്വാസമില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ഇറങ്ങാത്തത്. നിയന്ത്രിക്കാൻ ആള് വേണ്ട, നിങ്ങളെന്നല്ലേ പറഞ്ഞേ? നിങ്ങളെന്നല്ലേ പറഞ്ഞിട്ടില്ല. എങ്ങനെയെല്ലാം മുടക്കാൻ പറ്റുമോ അങ്ങനെ ഒക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സംവാദം നടക്കും. കത്ത് കൊണ്ടുവരാൻ പറ്റുമോ? കത്ത് കൊണ്ടുവരാൻ പറ്റുമോ? കത്ത് കൊണ്ടുവരാൻ പറ്റുമോ? കത്ത് കൊണ്ടുവരാൻ പറ്റുമോ? അതാ, കത്ത് കൊണ്ടുവരാൻ പറ്റുമോ? അല്ല ഇതില് ഈ സംവാദം നടക്കാൻ കത്ത് കൊണ്ടുവരാൻ പറ്റുമോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ വ്യവസ്ഥക്ക് ഞങ്ങൾ വന്നത്, വ്യവസ്ഥ ഒന്നാമത്തെ വ്യവസ്ഥ ഞങ്ങൾ ഇതാണ്, കത്ത് വേണം ഞങ്ങൾക്ക് എന്ന്, ജമിയത്തുൽ ഉലമയുടെ കത്ത് വേണമെന്ന്. അതാണ് ഞങ്ങൾ ചോദിക്കണത് നിങ്ങളോട്. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ വേറുള്ള വിഷയത്തേക്കല്ല നിങ്ങൾ പോകേണ്ടത്. നിങ്ങൾ പോകേണ്ടത് ഈ വിഷയത്തിൽ എന്നിട്ട് അത് സംവാദത്തിലും കാര്യത്തിലുമാണ് പറയേണ്ടത്. മനസ്സിലായില്ലേ? പിന്നെ നിങ്ങളെ ഈ കത്ത് തന്ന ആൾക്കാരും പറയും. ഇതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞത്. ഇത് എപ്പോഴാണ് ഉണ്ടായത്? എപ്പം വിളിച്ചു വരുത്തിയത്? അങ്ങനല്ലത് വേണ്ടത്. ഞങ്ങൾ 3 ആളുണ്ടെങ്കിൽ മധ്യസ്ഥന് വേണോ? എന്ത്? അതിലെന്താ കുഴപ്പം? സംവാദം നടത്തണം. ഞങ്ങൾ അതിനാണ് ആദ്യമായി മുഹമ്മദിനോട് നിങ്ങൾ പറയുന്ന പണ്ഡിതന്മാരുമായി ഞങ്ങൾ ഇരിക്കാൻ തയ്യാറാണെന്ന് ഈ കത്തിലുണ്ടോ? ഉണ്ടോ? എന്നാൽ എഴുതൂ, ഞങ്ങൾ എത്തി. ആ വ്യവസ്ഥ പ്രകാരം, കത്തിലുള്ള വ്യവസ്ഥ പ്രകാരം ഞങ്ങൾ എത്തിയിരിക്കുന്നു. നിങ്ങളുണ്ടോ? കത്ത് കൊണ്ടുവരി. ജമിയത്തിൽ ചെവി കേൾക്കില്ല. ഞങ്ങൾ ഉണ്ടെന്നല്ല പറഞ്ഞില്ല. അതോടെ ജമിയത്തിന്റെ കത്ത് കൊണ്ടുവന്നതിലൂടെ ഇതിന് സ്ഥലം ചെയ്താൽ ബാക്കി സ്ഥലം ചെയ്യണോ? അതെന്താ? അത് നിങ്ങളെ നേതാക്കന്മാർ ആ ഒരു വാദം പിടിച്ചുകൊണ്ട്, ആ ഓലക്കട് പിടിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും കൊളാക്കണം എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു വിട്ടത് നമുക്കറിയാതെ. നിങ്ങൾക്ക് എന്താ അപ്പൊ നടക്കായി?
നിങ്ങൾക്ക് എന്താ ജമിയത്തുലമയുടെ ഒന്ന് പറയട്ടെ നിങ്ങൾ ഇരിക്കും. അതെ, ഞങ്ങൾ വന്നത് പ്രഗത്ഭരായ പ്രസ്ഥാന നേതാക്കൾ ഈ കേരളത്തിൽ പഠിപ്പിച്ച പ്രാർത്ഥനയുടെയും ശിർക്കിന്റെയും നിർവചനം അടിസ്ഥാനമാക്കി കാണിച്ചു തരുവാൻ നിങ്ങൾ സന്നദ്ധമാണെങ്കിൽ അതിനുവേണ്ടിയുള്ള വേദി നിങ്ങൾക്ക് ഒരുക്കാവുന്നതാണ്. നിങ്ങൾ കൊണ്ടുവരുന്ന പണ്ഡിതന്മാരുമായി സംവദിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഇതിനാൽ അറിയിക്കുന്നു എന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സൂപ്പർ ബസാർ യൂണിറ്റ് പറമ്പിൽ പീടിക PO അഹമ്മദ് കുട്ടി ഒപ്പ്. ഈ തന്ന ലെറ്ററിന് സംവാദത്തിന് വ്യവസ്ഥ എഴുതാനാണ് ഞങ്ങൾ വന്നപ്പോഴാണ് പറയുന്നത് വ്യവസ്ഥ എഴുതണമെങ്കിൽ വേറൊരു വ്യവസ്ഥക്ക് വ്യവസ്ഥ വെക്കണം. എന്നിട്ട് ഇവിടെ വന്നിട്ട് പറയാ അതെന്താണ് KJUവിന്റെ കത്ത് വേണം. ഇന്നലെ വരെ പറയാത്ത വാദം ഞാൻ ചോദിക്കുന്നത്, ഒരു മനുഷ്യർക്ക് ക്രെഡിബിലിറ്റി ഉണ്ടെങ്കിൽ അവരുടെ യൂണിറ്റിന്റെ പേരിൽ സെക്രട്ടറി ഒപ്പുവെച്ചിട്ട് സംവാദത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ആളുകളെ സംവാദ വ്യവസ്ഥയ്ക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ട് ആളുകൾ സംവാദത്തിന് വ്യവസ്ഥയ്ക്ക് ഇരിക്കുമ്പോ അവിടെ വെച്ചിട്ട് പുതിയ ന്യായം പറഞ്ഞ് മാറാൻ ക്രെഡിബിലിറ്റി ഉണ്ടോ? നിങ്ങൾക്ക് ലജ്ജയുണ്ടോ? നിങ്ങളുടെ ലെറ്റർ ഹെഡിന് സംവാദം എഴുതാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ ഒപ്പിട്ട് തന്ന ലെറ്ററിൽ നിങ്ങൾ തയ്യാറാണോ? നമുക്കിത് ഇപ്പൊ എഴുതാം. ഇനി KJന്റെ ലെറ്റർ വേണോ? ശരി, ഒന്നാമത്തെ വ്യവസ്ഥ എഴുതിക്കോ. ഈ സംവാദം നടക്കണമെങ്കിൽ KJU ഇത് അംഗീകരിക്കണം. ഞങ്ങളും എഴുതുന്നു, വിസ്ഡം ഓർഗനൈസേഷന്റെ പണ്ഡിത സഭ അംഗീകരിക്കണം. രണ്ടു കൂട്ടരും ലെറ്റർ സംവാദത്തിന്റെ അന്ന് ഹാജരാക്കിയിട്ടാണ് സംവാദം നടക്കുക. അപ്പൊ ഞമ്മക്ക് ഇത് ലെറ്റർ പേരിൽ നിങ്ങൾ KJUവിന്റെ ലെറ്റർ തരണം. ഞങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് തരണം. ഞങ്ങളെ പണ്ഡിതസഭനെ വെല്ലുവിളിച്ചുകൊണ്ട് കത്ത് തരണം. കൈയോട്ടിച്ച പാസ്സാക്കിയിട്ടില്ല. അത് തരണം. അത് തരി. അത് നമ്മൾ പറയാനല്ല പറയുന്നത്. ഇത് മാത്രല്ല, ഇതില് പറയാത്ത പല ചുവരുകൾക്കപ്പുറത്ത് ജനം കാണുന്നുണ്ടോ? ഈ ആളെ കൂട്ടലും ഈ പരിപാടികൾ നിങ്ങളെ വിശ്വത്തിന്റെ പ്രവർത്തകർ ഇത് കാണുന്നുണ്ട്. നിങ്ങൾ ഈ വിയർപ്പലിച്ചുണ്ട്. എന്തൊരു അത്ഭുതമാണിത്. ഞങ്ങള് ഒരു ലെറ്റർ തന്നിട്ട് ആ ലെറ്ററിന്റെ അടിസ്ഥാനത്തിൽ വ്യവസ്ഥ എഴുതാൻ വന്നപ്പോ പറയാണ് ഞങ്ങൾ സംവാദത്തിന് വരണമെങ്കിൽ കേരള ജമിയത്തുൽ ഉലമ ഈ സൂപ്പർ ബസാർ സെക്രട്ടറിനെ വെല്ലുവിളിക്കലോ, എന്നിട്ട് ഒപ്പിടണോ, എന്നാലോ നടക്കുള്ളത്. എന്ത് നിലപാടാണ്? നിങ്ങൾ നോക്കൂ, ഓഡിയൻസ് നോക്കൂ. വിസ്ഡം ഓർഗനൈസേഷന്റെ ലെറ്റർ ഹെഡാണ്, സെക്രട്ടറിയാണ് ഇട്ടിട്ടുള്ളത്. അദ്ദേഹം പറയാണ് തയ്യാറാണ്. വന്നപ്പോഴോ മൂപ്പർക്ക് KJയുടെ ലെറ്റർ വെല്ലുവിളിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. സംവാദത്തിന്റെ മുമ്പ് നമ്മൾ KJയുടെ കത്ത് കൊടുക്കാന്ന് പറഞ്ഞില്ലേ? ഒരാഴ്ച കത്ത് നിങ്ങൾ തരും. ഇതിൽ വെല്ലുവിളിച്ചാണ്ട് കത്ത് തരങ്ങൾ. അതായത് ഈ സംവാദം നടക്കണമെങ്കിൽ ഈ സൂപ്പർ ബസാർ യൂണിറ്റ് ഞങ്ങൾ വേദി ഒരുക്കിയാൽ, ഇവിടുത്തെ കേരളം യൂണിറ്റ് വേദി ഒരുക്കിയാൽ സംവാദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സംവാദത്തിന് വ്യവസ്ഥ ചെയ്താൻ വന്നു. ഇവിടെ വെച്ചിട്ടാണ് പറയുന്നത് KJയുടെ ലെറ്റർ വേണം. അതെങ്ങനെ വേണം? ഇവരെ വെല്ലുവിളിച്ചുകൊണ്ടൊരു ലെറ്റർ ഇരിക്കും മാഷേ, എന്താണിത്? അപ്പൊ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ലെറ്റർ വേണമെന്ന് ഇപ്പൊ ഇവിടെ വെച്ച് പറയാണ്. അപ്പൊ ഞങ്ങൾ പറയുന്നു നമുക്ക് വ്യവസ്ഥ എഴുതാം. കാരണം വ്യവസ്ഥ എഴുതാൻ വന്നവരാണല്ലോ രണ്ടു കൂട്ടരും, ആണല്ലോ? ആണ്. അപ്പൊ വ്യവസ്ഥ എഴുതാം സംവാദത്തിന്. ആ സംവാദത്തിന്റെ ഒന്നാമത്തെ വ്യവസ്ഥയിൽ രണ്ടു കൂട്ടരുടെയും പണ്ഡിത സഭ ഈ സംവാദം ഏറ്റെടുക്കുന്നു എന്ന ലെറ്റർ ഹാജരാക്കണം. വെച്ചോ. അത് വേണ്ടത് എങ്ങനെ വെച്ചാൽ ഇങ്ങളെ പണ്ഡിത സഭ വിസ്ഡം പണ്ഡിത സഭനെ വെല്ലുവിളിച്ചോണ്ട് അങ്ങനെയാണ് ഉണ്ടായിട്ടില്ലേ? അങ്ങനെ വേണ്ടത്. അതിനെന്തെങ്കിലും മതി. ഈ വിസ്ഡം പണ്ഡിത സഭനെ വെല്ലുവിളിച്ചുകൊണ്ട് കത്ത് തരണം. നിങ്ങൾ ഞങ്ങളെ വെല്ലുവിളിച്ചാലോ? നിങ്ങളാണല്ലോ ഞങ്ങളെ വെല്ലുവിളിച്ചത്. KNM സൂപ്പർ ബസാറാണല്ലോ ഞങ്ങളെ വെല്ലുവിളിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത് KJU ഈ വിഷയത്തിൽ ജബ്ബാർ മൗലവിയുടെ ഈ ഖണ്ഡിക വായിച്ചിട്ട് ഇത് വായിച്ചിട്ട് ഈ ഖണ്ഡികയിൽ ശിർക്കുണ്ട്, അത് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരു സംവാദത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് KJU അല്ലാന്ന് വിസ്ഡം പണ്ഡിത സഭനെ വെല്ലുവിളിച്ചത് കത്ത് തെറ്റ്. ആ കത്ത് തന്നോളി. ആ കത്ത് നിങ്ങൾ ഒരാഴ്ചന്റെ ഉള്ളിൽ തന്നോളി. ശരി. അതെ, അല്ല കൂട്ടരെ, അല്ല ഞങ്ങളൊന്ന് ചോദിക്കട്ടെ. നിങ്ങൾ നാട്ടുകാർ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ ചോദിക്കട്ടെ. ഇത് KNMന്റെ സൂപ്പർ ബസാർ യൂണിറ്റ്
ഒരു ലെറ്റർ കൊടുത്തു സംവാദത്തിന്. അവിടെ നിന്ന് മറുപടിയായിട്ട് വിസ്റ്റത്തിന്റെ സൂപ്പർ ബസാർ യൂണിറ്റ് നിങ്ങൾ വേദി ഒരുക്കിക്കോളൂ, പണ്ഡിതന്മാരെ കൊണ്ടുവന്നോളൂ, ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞു. ശരി, വിസ്റ്റത്തിന്റെ ഒഫീഷ്യൽ ലെറ്റർ ഹെഡിൽ ശാഖയുടെ ഒഫീഷ്യൽ ലെറ്റർ ഹെഡിൽ ശാഖാ സെക്രട്ടറി ഒപ്പിട്ട് തന്ന ഒരു ലെറ്റർ ആകുമ്പോൾ കുറച്ചൊക്കെ ക്രെഡിബിലിറ്റി ഉള്ള മാന്യതയുള്ളവർ അവരെ എഴുതി ഒപ്പിട്ടത് അംഗീകരിക്കുമല്ലോ നമ്മൾ വിചാരിച്ചു. പണ്ടേ അയ്യപ്പൻ ഒപ്പിടുന്ന കാരണേ ഇത് ഇങ്ങനെ മാറും മറിഞ്ഞൊക്കെ പോകുന്ന നമ്മൾ ഒക്കെ മാറിയിട്ടുണ്ടാവുന്നതാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ ഇപ്പോൾ അയ്യപ്പൻ ഒപ്പി നിൽക്കുന്നതുകൊണ്ട് ഒപ്പിട്ടിട്ട് മാറാൻ വലിയ പണിയൊന്നുമില്ല. പണ്ട് മദീനത്തുൽ ഉലൂമിൽ വെച്ചിട്ട് എഴുതി ഒപ്പിട്ടല്ല, ജിന്നിനുള്ള സഹായത്തേട്ടം ശിർക്കാണ്, എല്ലാം ശിർക്കാണെന്ന് എഴുതി ഒപ്പിട്ടിട്ട് പിന്നെ ചാടിയല്ലോ. പിന്നെ എല്ലാവരും മലക്കം പറഞ്ഞ് അത് ഞങ്ങൾ അയ്യപ്പൻ ഒപ്പിട്ടാണെന്ന് പറഞ്ഞ പോലത്തെ ഒപ്പിട്ടില്ല. അപ്പൊ ആ ഒപ്പൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ആ പറഞ്ഞ പോലെ ഇപ്പൊ ഇവരെ ഒപ്പിട്ട് തന്നതിൽ ഇവർക്ക് ക്രെഡിബിലിറ്റി ഇല്ല, ഇവരവിടെ നിലനിൽക്കുന്നില്ല. ഞങ്ങൾ ചോദിക്കുന്നത് ശരി, ഈ സംവാദം നടക്കണം, നമുക്ക് വ്യവസ്ഥ എഴുതാം. അതിലെ ഒന്നാമത്തെ വ്യവസ്ഥ എഴുതിക്കോ, രണ്ട് കൂട്ടരും അവരവരുടെ പണ്ഡിത സഭകൾ എന്ത് ചെയ്യട്ടെ, പിന്നെ ഈ സംവാദം ഏറ്റെടുത്തുകൊണ്ട് ലെറ്റർ ഹാജരാക്കട്ടെ. അത് ഹാജരാക്കിയതിന് ശേഷം മാത്രം സംവാദത്തിന് നിങ്ങൾ ഇരുന്നാൽ മതി. അപ്പൊ പറയാണ് അങ്ങനൊന്നും പറ്റൂല, നിങ്ങളെ സഭ പണ്ഡിത സഭ ഞങ്ങളെ പണ്ഡിത സഭനെ വെല്ലുവിളിച്ച് ലെറ്റർ കൊടുക്കണം. അപ്പൊ പിന്നെ ഞങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കണം. എന്ത് ഉളുപ്പ് മനുഷ്യന്മാർക്ക് ഉണ്ടാവണ്ടേ, ഒരു ഉളുപ്പുണ്ടാവണ്ടേ, അല്പെങ്കിലും ലജ്ജ ഉണ്ടാവണ്ടേ. നിർത്തി ഇപ്പൊ നമ്മൾക്ക് അന്നും ഒന്നും പറഞ്ഞത് എന്താണ്, നിങ്ങളിപ്പോ ഇങ്ങനെ കുറെ പ്രസംഗിച്ച് കുറെ പറഞ്ഞിട്ട് കാര്യമില്ല. ഹലോ, പിന്നെ എല്ലാവരും കേൾക്കണം, നാട്ടുകാരൊക്കെ കേൾക്കുന്നുണ്ട്. ഞങ്ങള് ചോദിക്കണ ആണോ, അതാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ പറയുമ്പോ നമ്മളിങ്ങനെ ഉണ്ടാകുക, നിങ്ങൾ പറയുമ്പോ പിന്നെ ഞങ്ങൾ ചോദിക്കുന്നത് KJUവിന്റെ ലെറ്റർ, ഈ വാദം വെച്ചിട്ട് ഞങ്ങൾക്ക് ലെറ്റർ തരുക, ഞങ്ങൾ ഈ വാദം വെച്ചിട്ട് നമ്മൾ സംവാദം നടത്താൻ തയ്യാറാണ്. അപ്പോൾ അത് നിങ്ങൾ പിന്നെ നമ്മൾ അതിനുള്ള മറുപടി നമ്മൾ തരും. അപ്പോൾ സംവാദങ്ങൾ നടക്കും, വ്യവസ്ഥകൾ നടക്കും. ഇതാണ് ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. നിങ്ങൾ കുറേ അതിന് നീട്ടിപ്പരത്തി കുറേ ഒച്ച ഉണ്ടാക്കി പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. എന്താ നിങ്ങൾക്ക് ഇത് തരാൻ മടി? അത് തരാൻ എന്താ മടി? നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചല്ലോ. ഞാൻ KJU തരേണ്ടത് ഞങ്ങളെ പണ്ഡിത സഭക്കാണ് തരേണ്ടത്, ഞങ്ങളെ പണ്ഡിത സഭക്കാണ് തരേണ്ടത്. KJU തരേണ്ടത് നമ്മളെ പണ്ഡിത സഭക്ക് നമ്മൾ അങ്ങനെ തന്നെയല്ലേ കൊടുക്കുക, KJUവിന് അങ്ങോട്ട് കൊടുക്കൂ. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളിത് സമയം പറഞ്ഞാൽ നിങ്ങൾ ഒരു മാന്യത പുലർത്തണ്ടേ? അവിടെ ഇരിക്കും, നിങ്ങളവിടെ ഇരിക്കും. പിന്നെ ഈ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ അതിന്റെ നീട്ടിപ്പുറത്തിയിട്ട് കുറേ കാര്യങ്ങൾ വേണ്ടാത്തരം നമ്മൾ ഇവിടെ പറയാണ്. കുറെ ആവശ്യം നമ്മളൊക്കെ ഒരു സംസ്കാരമുള്ള ആൾക്കാരായിട്ട് മാറണം. അല്ലാതെ ഇങ്ങനെ വെറുതെ ഒച്ചട്ടാണ്ട് അതാക്കിയിട്ട് സംവാദം നടക്കാൻ ഇവിടെ കുറേ കാര്യങ്ങൾ പറയും. പാവപ്പെട്ട ആൾക്കാർ, ഞങ്ങളാരും ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കണില്ല എന്നുള്ള നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം, ഒക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. പിന്നെ ഒരു വാദം വെറുതെ കളവ് പറഞ്ഞുകാണ്ട് ഓരോരുത്തരുടെ പേരിൽ വെച്ചുണ്ടാക്കിക്കാണ്ട് നിങ്ങളിങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പോൾ അതുകൊണ്ട് നാട്ടുകാർക്കും ഇവനും അതൊക്കെ മനസ്സിലായിട്ടുണ്ട്. ജിന്നിനോട് ഇപ്പം എന്താണ് നിങ്ങളെ അവസ്ഥ എന്നും നിങ്ങളെ കാര്യങ്ങൾ എന്താണെന്നുള്ളതൊക്കെ ആൾക്കാർക്ക്, നിങ്ങളെ കൂട്ടത്തിൽ നടക്കുന്ന സംഗതികളും ഒക്കെ എല്ലാവർക്കും അറിയാം. ഈ ജിന്നിൻ്റെ സംഗതി പറഞ്ഞുകൊണ്ടും എന്താണ് എന്നുള്ളത്. അപ്പം നമ്മൾ അത്തരം കാര്യങ്ങളെല്ലാം നമ്മളിവിടെ പറയും. നമ്മൾ ഈ പറഞ്ഞത് ഞങ്ങൾ ഇങ്ങോട്ട് വീണ്ടും ആവശ്യപ്പെടുന്നു. എന്താണ്, കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു ലെറ്റർ ഈ വാദം പറഞ്ഞുകൊണ്ട് നമുക്ക് തരാൻ പറ്റുമോ പറ്റൂല എന്ന് പറഞ്ഞാൽ അത് തന്നു കഴിഞ്ഞാൽ നമ്മളെ സംവാദം നടക്കും. വേറെ കാര്യങ്ങൾ പറയണ്ട. പിന്നെ ഞങ്ങളെ സെക്രട്ടറി ചെയ്ത് ഞങ്ങൾ അംഗീകരിച്ചു, അത് ശരി തന്നെയാണ്, അത് ശരി. അതാണ് ഇപ്പം ഞങ്ങൾ പറയുന്നത്. അതിക്ക് ഞങ്ങൾക്ക് വ്യവസ്ഥക്ക് വന്നപ്പോൾ ഞങ്ങൾ അതിൽ ആർക്കും കുറവില്ലല്ലോ. ഞങ്ങൾ നിങ്ങൾക്കും തരും, നിങ്ങൾ ഞങ്ങൾക്കും തന്നാളി. ഞങ്ങൾ അംഗീകരിക്കുന്ന സംഗതിയാണത്. മറുപടി വരട്ടെ. ശരി, ഇനി ഇതും കേട്ടാളിട്ടാ. അതെ, സംസ്കാരം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ സംസ്കാരം ഒരാൾ എഴുതി ഒപ്പിട്ട് തന്നതിലായാലും നിലകൊള്ളാന്ന് പറഞ്ഞു. ഇവിടെ എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ട്. പ്രഗത്ഭരായ പ്രസ്ഥാന നേതാക്കൾ ഈ കേരളത്തിൽ പഠിപ്പിച്ച പ്രാർത്ഥനയുടെയും ഷിർക്കിന്റെയും നിർവചനം അടിസ്ഥാനമാക്കി കാണിച്ചു തരുവാൻ നിങ്ങൾ സന്നദ്ധമാണെങ്കിൽ അതിനു വേണ്ടിയുള്ള വേദി നിങ്ങൾക്ക് ഒരുക്കാവുന്നതാണ്. നിങ്ങൾ കൊണ്ടുവരുന്ന പണ്ഡിതന്മാരുമായി സംവദിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഇതിൽ അറിയിക്കുന്നു എന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സൂപ്പർ ബസാർ യൂണിറ്റ് അഹമ്മദ് കുട്ടി ഒപ്പ്. ഞാൻ ചോദിക്കട്ടെ, ഒരു മനുഷ്യന്റെ ക്രെഡിബിലിറ്റിന്റെ ആദ്യത്തെ ഘടകം അയാൾ ഒപ്പിട്ടതിൽ ഉറച്ചിക്കണം എന്നാണ്. നിങ്ങൾ ഇതിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഞങ്ങൾ ഈ സംവാദത്തിന് തയ്യാറാണ്, KJU ഞങ്ങളെ പണ്ഡിത സഭയെ വെല്ലുവിളിക്കണം
എങ്കിൽ ഞങ്ങൾ തയ്യാറാണ് എന്നൊരു വാക്ക് നിങ്ങൾ ഇതിൽ പറഞ്ഞില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഡിസ്കഷൻ നടന്നേനെ. ശരി, ഇനിയിപ്പോൾ നിങ്ങളെ വാക്ക് ഞങ്ങൾ മുഖവിലേക്ക് എടുത്തു, നമ്മൾ ഒരു തീരുമാനത്തിലെത്താം. രണ്ട് കൂട്ടരും സമ്പാദത്തിന് ഒരു സമ്പാദത്തിന്റെ ഡേറ്റ് തീരുമാനിക്കുക, ആ സമ്പാദത്തിന്റെ വാദം തീരുമാനിക്കുക, ആ സമ്പാദത്തിന്റെ ഘടന അത് തീരുമാനിക്കാം. എന്നിട്ട് അതിന്റെ ഒന്നാമത്തെ കണ്ടീഷൻ, ഞങ്ങളുടെ ഈ യൂണിറ്റ് കേരള ജമിയത്തുൽ ഉലമ ഈ സമ്പാദം ഒഫീഷ്യലായി അംഗീകരിക്കുന്നതിന്റെ ലെറ്റർ ഞങ്ങൾ കൊണ്ടുവരാം, വിസ്ഡം പണ്ഡിറ്റ്സ് അവിടെ നിങ്ങൾ കൊണ്ടുവരാം. ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ അത് രണ്ടു കൂട്ടരും ലെറ്റർ ഹാജരാക്കുന്നു, ലെറ്റർ സമർപ്പിക്കുന്നു, അതിനുശേഷം സമ്പാദം തുടങ്ങുന്നു. ഈ കണ്ടീഷൻ നിങ്ങളുണ്ടോ? അതാണ് ഞങ്ങൾ പറഞ്ഞതേ. ഈ നിങ്ങൾ അന്ന് അവിടെ ഹാജരാക്കാന്നല്ല ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞത്. എന്താണ് അത് നിങ്ങൾക്ക് മനസ്സിലാണില്ലേ? ഞങ്ങൾ പറഞ്ഞെന്താ, നിങ്ങൾ ഒരു ലെറ്റർ ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങൾ ഈ സംവാദം നടക്കാൻ കേരള ജമിയത്ത് അത് നമുക്ക് വ്യവസ്ഥ ചെയ്താ, ഈ സംവാദം നടക്കാൻ വ്യവസ്ഥ ചെയ്താനും നമുക്ക് കേരള ജമിയത്തുൽ ഉലമന്റെ ലെറ്റർ കിട്ടിയാൽ നമുക്ക് ഇതുപോലെ ഒരു ദിവസം ഇരുന്നിട്ട് വ്യവസ്ഥ ചെയ്താം, എന്നിട്ട് നമുക്ക് സംവാദം നടത്താം. ഇതന്നെ ഞങ്ങൾ പറയണത്. അതെന്താ നിങ്ങൾ മറുപടി പറയാത്തേ? അതാ ഞങ്ങൾ ചോദിക്കണത്. ഇന്നലെ പറഞ്ഞു ഞങ്ങൾ അതിന്റെ മുമ്പ് പറയാനാണ് എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞത്. അന്ന് ഇജ്ജ് ഞങ്ങളോട് പറഞ്ഞത് എന്താ? ഞങ്ങൾ എന്നോട് പറഞ്ഞത് ഇജ്ജ് പറഞ്ഞു അത് സാരല്ല, അങ്ങനെ വിഷയമില്ല എന്നൊക്കെ ഇജ്ജ് ഞങ്ങളോട് പറഞ്ഞു. അതൊക്കെ എന്നോട് പറഞ്ഞതാ. അതൊക്കെ ഞങ്ങൾ കാര്യം വരെ അംഗീകരിക്കില്ല. പിന്നെ വാക്കാൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലുണ്ടായ മതിയോ? മനസ്സിലുള്ള കാര്യങ്ങൾ എഴുതണ്ടേ? അങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അല്ല, ഈ ലെറ്ററിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യവസ്ഥ ചെയ്താൽ നിങ്ങൾ തയ്യാറുണ്ട്? ഈ ലെറ്ററിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ വ്യവസ്ഥ, ആ വ്യവസ്ഥയിൽ ഒന്നാമത്തെ വ്യവസ്ഥയാണ് കേരള ജമിയത്തുൽ ഉലമന്റെ ലെറ്റർ നിങ്ങൾ അംഗീകരിച്ചു. സമ്പാദത്തിന് മുമ്പ് ആ ലെറ്റർ ഞങ്ങൾ തരും. ഞങ്ങൾ തരണം. ഞങ്ങൾ വരും. ഞങ്ങൾ തരും. അപ്പൊ എഴുതിക്കോ ഒന്നാമത്തെ കണ്ടീഷൻ. അത് എഴുതി അത് തരി. അത് തരാ. അത് തന്നാൽ നിങ്ങൾ ഇപ്പൊ വന്ന് ചോദിക്കാൻ ശരി, പുതിയ കണ്ടീഷൻ കയറ്റി സമ്പാദത്തിന് രക്ഷപ്പെടാൻ ശരി ഞങ്ങൾ ജമിയത്തുൽ ഉലമയുടെ ലെറ്റർ ആ സമ്പാദത്തിന്റെ മുമ്പ് ഹാജരാക്കും. നിങ്ങൾ ഒരു ടൈം പറയും ഹാജരാക്കാം. എഴുതൂ വ്യവസ്ഥ എഴുതൂ. അല്ല, നിങ്ങൾ ദിവസം ഹാജരാക്കും. അതിന്റെ മുമ്പ് തരണം. സംവാദ ദിവസം ഇതേമാതിരിയാവും. കണ്ടോ? ഇതേമാതിരി സംവാദ ദിവസം ഇതേമാതിരിയാവും. പറ്റൂല. സംവാദം ഇതിപ്പോ എങ്ങനെ ഉണ്ടായതാ? ഇതിങ്ങനെ ഉണ്ടായതാ. സംവാദ ദിവസം അല്ല തരണ്ടേ, അതിന്റെ മുമ്പ് തരണം. എന്താ നിങ്ങൾക്ക് അതിന്റെ മുമ്പ് തരാൻ മടി? അതിന്റെ മുമ്പ് തരാൻ എന്താ മടി? അതാണ് ഞങ്ങൾ ചോദിക്കണത്. നിങ്ങളെന്താ ചോദിക്കുന്നത്? നിങ്ങളെന്താ തരാത്തേ? അല്ല, ഇപ്പോ ഇവിടെ ഔദ്യോഗികമായ പറമ്പിൽ പീടിക വിസ്റ്റത്തിന്റെ ആള് എഴുതിയ കത്ത് എന്നെ തള്ളിയിട്ട് അപ്പോൾ നിൽക്കണേ. ഞങ്ങള് വ്യവസ്ഥയിൽ ഒന്നാമത്തെ വ്യവസ്ഥ പ്രഗത്ഭരായ പ്രസ്ഥാന നേതാക്കൾ ഈ കേരളത്തിൽ പഠിപ്പിച്ച പ്രാർത്ഥനയുടെയും ശിർക്കിന്റെയും നിർവചനം അടിസ്ഥാനമാക്കി കാണിച്ചു തരുവാൻ നിങ്ങൾ സന്നദ്ധമാണെങ്കിൽ അതിനു വേണ്ടിയുള്ള വേദി നിങ്ങൾക്കൊരുക്കാവുന്നതാണ്. ആരോട്? ഇവിടുത്തെ കേന്ദ്രമാരോട്. നിങ്ങൾ കൊണ്ടുവരുന്ന പണ്ഡിതന്മാരുമായി സംവദിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എന്നാൽ ഇതിനാൽ അറിയിക്കുന്നു, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇപ്പോ സംവാദത്തിന് വ്യവസ്ഥ വന്നിട്ട് പറഞ്ഞു പറ്റൂല. KJ ലെറ്റർ കൊണ്ടാണ്. KJ വെല്ലുവിളിക്കണം. എന്ത് ഉളുപ്പെന്ന് അതിനെ പറയാ? ഒപ്പിട്ട് തന്ന മനുഷ്യന്മാർക്ക് എഴുതിയ ലെറ്ററിന് ഒരു വിലയില്ല. അവനവൻ എഴുതിയ ലെറ്റർ എഴുതിയ ആൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങളെ പണ്ഡിതന്മാരെ കൊണ്ടുവരി, ഞങ്ങൾ തയ്യാറാണ്, നിങ്ങൾ വേദി ഒരുക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇവിടെ വന്നു. എന്നിട്ട് പറയാണ് അത് പറ്റൂല, KJ ലെറ്റർ കിട്ടണമെന്ന്. ഞാൻ സാറേട്ടോ ഇത് പറഞ്ഞു. നമ്മൾ ഇല്ല, അതിനെ ഞങ്ങളും പറഞ്ഞത് ഇല്ല. നമ്മളിപ്പോഴും പറഞ്ഞത് എന്താണ്? നിങ്ങളോട് ഈ പറഞ്ഞ സംഗതികൾ തന്നെയാണ് ഇപ്പോഴും പറഞ്ഞത്. ഈ കത്ത് ഞങ്ങൾ തന്ന കത്താണ്. അതിന്റെ വ്യവസ്ഥ എഴുതാൻ വന്ന ആൾക്കാരാണ് ഞങ്ങൾ. ആ വ്യവസ്ഥയിൽ ഞങ്ങൾ ഒന്നാമത്തെ വ്യവസ്ഥ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. സംവാദം നടന്നിട്ട് ചില സംവാദം നടക്കാനുള്ള വ്യവസ്ഥയിൽ നമ്മൾ എഴുതുന്നത്. ആ വ്യവസ്ഥയിലേക്ക് ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് എന്താ? കേരള ജമിയത്തുൽ ഉലമ ഞങ്ങളെ സംഘടനത്തിന്റെ ഉത്തരവാദിത്വം നമ്മൾ രണ്ടു കൂട്ടരും ഏറ്റെടുക്കുന്ന രൂപത്തിൽ ആ രണ്ട് സംഘടനകളും ഔദ്യോഗികമായിട്ട് ലെറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ വ്യവസ്ഥ ഞങ്ങൾ പറഞ്ഞത്. ആ വ്യവസ്ഥകൾ എഴുതിക്കോളി.
എഴുതി അംഗീകരിച്ചു. ഐതിക വ്യവസ്ഥയിൽ ഒന്നാമത്തേത് ഈ സംവാദം നടക്കണമെങ്കിൽ രണ്ടു കൂട്ടരുടെയും പണ്ഡിത സഭകൾ ഈ സംവാദം ഏറ്റെടുക്കുന്നു എന്നതായിട്ട് ലെറ്റർ ഹാജരാക്കണം. അന്ന് ഹാജരാക്കല്ല. ഈ സംവാദത്തിന്റെ മുമ്പ് നിങ്ങൾ ഹാജരാക്കോ? ഞങ്ങൾ തന്നാല അങ്ങനെ തരണ്ട, ഒരുമിച്ച് ഇത് ഏറ്റെടുക്കാം. മനസ്സിലായ? നിങ്ങൾ വിളിക്കുമ്പോ വെല്ലുവിളിക്കാനുള്ള മനസ്സിലായ? KJയുടെ ലെറ്റർ ഞങ്ങൾ കൊണ്ടുവരും. അന്ന് തന്നെ നിങ്ങൾ വിസ്ഡം പണ്ഡിത സഭയുടെ ലെറ്റർ കൊണ്ടുവരാൻ തയ്യാറുണ്ടോ? നിങ്ങൾക്ക് അതിന് സ്വന്തം ഇത് ഒപ്പിട്ട ലെറ്റർ ഉണ്ട്, നിങ്ങൾക്ക് പറ്റുമോ? വെല്ലുവിളിച്ചത് നിങ്ങളാണ്, ഞങ്ങളല്ല വെല്ലുവിളിച്ചത്. നിങ്ങൾ സംസാരിച്ചല്ലോ ഇവിടെ. ഇതാ ഞങ്ങൾ ഇവിടെ സംവാദത്തിന്റെ വ്യവസ്ഥ എഴുതാൻ വന്നത്. ഞങ്ങൾ നൽകിയ ഇവിടെ ഞങ്ങൾ സംവാദത്തിന്റെ വ്യവസ്ഥ എഴുതാൻ വന്നതാണ്. അത് ഞങ്ങളുടെ KJയും KNM ഒക്കെ അംഗീകരിച്ച് ഇവിടുത്തെ KNM യൂണിറ്റ് ക്ഷണിച്ചതനുസരിച്ച് വന്നതാണ്. KNM യൂണിറ്റ് അവരുടെ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ലെറ്ററിൽ ഇല്ലാത്തത് കൊണ്ട് സൂറത്തൽ 128 ആയത്ത് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഒഴിവാക്കി. ലെറ്ററിൽ ഞാനാണിപ്പോ ആയിക്കോട്ടെ, ഇല്ലാത്തത് പറയരുത്. എന്താ പറയരുത്? ഇതാണ് കളവ് പറയുന്നോണ്ടാണ് ഇത് പ്രശ്നം. അതുകൊണ്ടാണ് കളവാണ്. കളവാണ്. എന്ത് ക്രെഡിബിലിറ്റി ഉള്ളത്? നിങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തയ്യാറെന്ന് പറഞ്ഞത് കള്ളം പറയാ. നിങ്ങൾ ഒഴിവാക്കണം എന്നാ പറഞ്ഞത്. സൂറത്തെല്ലാം നമ്മളെ ചർച്ചയിലില്ല, ഒഴിവാക്കണം എന്ന് നിങ്ങൾ പറഞ്ഞു. ഇത് ജനം കേൾക്കുന്നുണ്ട്. ഇതിന്റെ ആദ്യ ഭാഗത്ത് നിങ്ങൾ പറഞ്ഞത് ജനം കേൾക്കുന്നുണ്ട്. നിങ്ങളെ ക്രെഡിബിലിറ്റി ഉണ്ടല്ലോ, പൊളിഞ്ഞ് പാളിസാവും. ചർച്ച ചെയ്യുന്ന പറഞ്ഞു. ഞങ്ങളത് ഒഴിവാക്കണമെന്നല്ല പറഞ്ഞു. ഈ വിഷയത്തിൽ ചർച്ച ചെയ്യണം എന്നാ പറഞ്ഞു. ചർച്ചല്ലോ നിങ്ങൾ എവിടെയുള്ള കാര്യമുണ്ടോ? നിങ്ങൾ വേറെ വൈകുന്നേരം എഴുതിക്കോളി. നിങ്ങൾ വേറെ വൈകുന്നേരം എഴുതിക്കോളി. ഇത് ഇവിടെ അതല്ല. ഇവിടെ ജബ്ബാർ മൗലവിന്റെ ലേഖനത്തിൽ ആ കോട്ടാണ് ഇവിടെ വാദപ്രതിവാദം. അതാണ് നടത്തുന്നത്. അത് എവിടെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ജബ്ബാർ മൗലവിന്റെ ലേഖനം പേടിക്കണ്ട. ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ അപേക്ഷ പരിഗണിച്ച് സൂറത്ത് 128 ആയത്തിന്റെ ചർച്ച ഉണ്ടല്ലോ, അത് ഞങ്ങൾ ഒഴിവാക്കി തരാന്ന്. നിങ്ങൾ അപേക്ഷ പരിഗണിച്ചിട്ട് ചെയ്യൂലല്ല, സംഭവമാണെന്നല്ല. ഞങ്ങളത് പരിഗണിച്ചു. നിങ്ങളെ ബേജാറ് പരിഗണിച്ചു. സൂറത്ത് 128 ആയത്ത് ചർച്ച ചെയ്യാൻ പറ്റില്ല എന്ന് എവിടെ മൗലവിമാരെ മുതല് സംഭാഷണം ആ ഭാഗവർത്തനം പറയില്ല. അതേപോലെ പറഞ്ഞുകൊണ്ടാണ്, അതേപോലെ ഓല് പറഞ്ഞോണ്ട് മാന്യമായി പറയും. ഓർക്ക് പറയാൻ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. സംവാദത്തിൽ ഞങ്ങൾ വന്നത് നിങ്ങളുടെ ഈ ലെറ്റർ അനുസരിച്ചിട്ടാണ്. ഈ ലെറ്റർ കേരള ജമിയത്തുൽ ഉലമയുടെ ഇവിടെ ഈ ഞങ്ങൾ പറഞ്ഞത് ഈ ലെറ്ററിൽ എവിടെയും കേരള ജമിയത്തുൽ ഉലമയുടെ ലെറ്റർ വേണമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എവിടെ ഇതിലെ KJയുടെ ലെറ്റർ വേണം? എവിടെ ഈ ലെറ്ററിൽ എത്ര മുഖാമുഖം നടത്തി? അതുകൊണ്ട് ഹാജരാക്കാമെന്ന് പറഞ്ഞതിനും
ഇവിടെ ഓർഗനൈസേഷൻ കേരള ഇവിടെ സംവാദത്തിന്റെ വെല്ലുവിളി ഏറ്റെടുത്തിട്ട് ആ വെല്ലുവിളി സ്വീകരിക്കാൻ KJയുടെ ലെറ്റർ വേണമെന്ന് ആവശ്യപ്പെട്ടു. KJയുടെ ലെറ്റർ നൽകാമെന്നും അത് സംവാദ ദിവസം KJയും അതുപോലെ തന്നെ വിസ്ഡം ഓർഗനൈസേഷനും ഹാജരാക്കണമെന്ന് പറഞ്ഞതിൽ നിന്നും വിസ്ഡം പിന്മാറി. ഇപ്പോൾ അവർ പറയുന്നത് വെല്ലുവിളിച്ച ലെറ്റർ ദിവസങ്ങൾക്ക് മുമ്പ് നൽകിയെങ്കിൽ മാത്രമേ ഞങ്ങൾ അതിന് സന്നദ്ധമാകുകയുള്ളൂ എന്ന മറ്റൊരു വാദം കൊണ്ടുവന്നാണ് ഇപ്പോൾ നിൽക്കുന്നത്. അഥവാ ഞങ്ങൾ ഒരിക്കലും സൂപ്പർ ബസാർ വിസ്ഡം കാണിക്കുന്ന തരികടാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരൊരു ലെറ്റർ നമുക്ക് നൽകി. ആ ലെറ്ററിൽ സംവാദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞു. നമ്മൾ വ്യവസ്ഥ എഴുതാൻ വേണ്ടി വന്നപ്പോ പറയാണ് KJയുടെ ലെറ്റർ വേണം. അതെങ്ങനെ വേണം? KJയും വിസ്ഡം പണ്ഡിത സഭയെ വെല്ലുവിളിച്ചുകൊണ്ടൊരു ലെറ്റർ കൊടുക്കണം. അങ്ങനെ വെല്ലുവിളിച്ച് ലെറ്റർ കൊടുത്താൽ ഞങ്ങൾ സംവാദത്തിനുണ്ടോ എന്ന് ആലോചിക്കാന്ന്. ഇതൊക്കെ എഴുതി ഒപ്പിടുന്നതിന് മുമ്പ് ആലോചിക്കണം. മനസ്സിലായ? യൂണിറ്റ് എഴുതി ഒപ്പിടുന്നതിന് മുമ്പ് ആലോചിക്കണം. ഇത് ഏറ്റെടുക്കുമെന്നും വിചാരിച്ചിട്ട് എഴുതി ഒപ്പിട്ട് കൊടുത്തു. അതാണ് ഞാൻ പറയുന്നത്. എന്ത് ക്രെഡിബിലിറ്റി! ഇതാ ലെറ്റർ ഹെഡ്. എന്ത് ക്രെഡിബിലിറ്റി! എന്ത് ക്രെഡിബിലിറ്റി! ആളുകളോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞ് മക്കളെ പോണ്ട, സൂറത്ത് അന്നാമൂദും വിശദീകരണം ചോദിക്കും, കുറ്റിക്കാട്ടിലെ ജിന്നിന്റെ ചോദിക്കും, പുഴയിലെ മുങ്ങിച്ചാവണ ജിന്നിന്റെ ചോദിക്കും, ജിന്നിനോടുള്ള സഹായത്തേട്ടത്തിൽ ശിർക്കല്ലാത്തത് ചോദിക്കും. അതുകൊണ്ട് മക്കളെ പോണ്ട, എങ്ങനെങ്കിലും മുങ്ങിക്കോ. അപ്പൊ മുങ്ങാനെന്താണ് വഴി? മുങ്ങാനുള്ള വഴി എന്താ? മുങ്ങാനുള്ള വഴി KJന്റെ ലെറ്റർ ചോദിച്ചോ. അപ്പൊ ഞങ്ങൾ പറഞ്ഞ് ശരി, KJന്റെ ലെറ്റർ ഞങ്ങൾ തരാം. എപ്പോ തരാം? സംവാദം വ്യവസ്ഥയ്ക്ക് KJയും ഇത് ഏറ്റെടുക്കുന്ന ലെറ്റർ നിങ്ങൾക്ക് നൽകാം. തിരിച്ച് വിസ്ഡം പണ്ഡിത സഭ നൽകുന്ന ലെറ്റർ നിങ്ങളും തിരിച്ചു നൽകുക എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ അത് പറ്റൂല, അതും പറ്റൂല. പിന്നെ ഇപ്പൊ എന്താ പറ്റ? പിന്നെ ഇപ്പൊ എന്തിനങ്ങൾ വന്നത്? നിങ്ങൾ വ്യവസ്ഥ എഴുതാൻ വന്നിട്ട് വ്യവസ്ഥ എഴുതൂല എന്ന് പറഞ്ഞാല് എന്ത് ഗതികേടാണ്! ഇതാണ് ഒപ്പിട്ടാൾ കേട്ടോ. ലെറ്റർ ഒപ്പിട്ടാളാണ് ഇപ്പൊ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവത്തിന് തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ലെറ്റർ ഹെഡിൽ ഒപ്പിട്ടാളാണ് ഈ മഹാൻ. അദ്ദേഹമാണ് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹമാണ് ഇപ്പൊ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തൊരു ഗതികേടാണ്! ആലോചിച്ച് നോക്ക്. ഒരു മനുഷ്യന്റെ ഒപ്പ്. ഏതായാലും നിങ്ങൾ ഒന്നും കൂടി കിടന്നിട്ട് ഈ തന്ന ലെറ്ററൊക്കെ വായിച്ചു നോക്കിയിട്ട് ഈ ലെറ്ററിനനുസരിച്ചിട്ട് ഒരു സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുക.